പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, പ്രിയപ്പെട്ട ഉമ്മമാരെ, പെങ്ങന്മാരെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരുപാട് ക്ലാസ്സുകൾ സംഘടിപ്പിക്കുകയും ചിലപ്പോഴൊക്കെ അങ്ങനെ ഉള്ള ക്ലാസ്സുകളിൽ ക്ലാസ് എടുക്കുകയും പല രീതിയിലുള്ള ക്ലാസ്സുകളും മനഃശാസ്ത്രപരമായതാണെങ്കിൽ അങ്ങനെ, മതപരമായതാണെങ്കിൽ അങ്ങനെയൊക്കെ ക്ലാസ് എടുത്ത് കുറേശ്ശെയൊക്കെ ശീലമുള്ള ഒരു വ്യക്തി എന്ന നിലക്ക് ആദ്യമായിട്ട് ഈ സദസ്സിനോട് എനിക്ക് പറയാനുള്ളത്, പെൺകുട്ടികളുടെ ഇത്തരം കുട്ടികളുടെ മാത്രം ഒരു ഗംഭീര സദസ്സ് പുത്തനത്താണിയിൽ സജ്ജമാക്കി എന്നത് ഏറ്റവും കൂടുതൽ ശ്ലാഘനീയമാണ്. സാധാരണയായി ഇസ്ലാമിക ചിന്താഗതിയുള്ള പെൺകുട്ടികൾ ഇത്തരത്തിൽ ഒരുമിച്ച് കൂടുന്നത് അത്യപൂർവമാണ്. വെറും അപൂർവമല്ല, അത്യപൂർവമാണ്. അത് നമ്മൾ തന്നെ സ്വയം മനസ്സിലാക്കേണ്ടതുമാണ്. ലഇൻ ശകർതും ലഅസീദന്നകും, അതിന് നന്ദി ചെയ്താൽ അത് അധികരിപ്പിച്ചു തരും. ഇന്ന് ഇവിടെ നിങ്ങൾ കൂടിയിട്ടുള്ളത് ചില ആശങ്കകളുടെയും ആകുലതകളുടെയും ഒക്കെ പേരിലാണ്. അല്പസ്വല്പമൊക്കെ സൈക്കോളജി പഠിച്ചു എന്നതിന്റെ പേരിൽ കൗൺസിലിങ്ങിന് വിധേയമാക്കുന്ന കുറെ കുട്ടികൾ ഉണ്ടാകാറുണ്ട് എന്റെ മുമ്പിൽ. ആ കുട്ടികളുടെ അരികിൽ നിന്ന് കിട്ടിയിട്ടുള്ള ചില ഫീഡ്ബാക്സ്, അവരുടെ രക്ഷിതാക്കളിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഫീഡ്ബാക്സ്, ഏതാണ്ട് 10 വർഷത്തോളമായിട്ട് എന്റെ അധ്യാപക ജീവിതത്തിൽ നിന്നും എനിക്ക് കിട്ടിയിട്ടുള്ള ഫീഡ്ബാക്സ്, മറ്റു പല പ്രദേശങ്ങളിലും സഞ്ചരിക്കുന്നതിന്റെ പേരിൽ ലഭിച്ചിട്ടുള്ള ഫീഡ്ബാക്സ്, ഇതൊക്കെ വെച്ചിട്ട് എനിക്കറിയാം ഈ സദസ്സ് എന്താണെന്ന്, ഏത് രൂപത്തിലാണെന്ന്, ഏത് ഭാവത്തിലാണെന്ന്, ചെറിയ തോതിൽ. അതുകൊണ്ട് നിങ്ങളോട് എങ്ങനെ സംസാരിക്കണമെന്നൊരു ആശങ്ക സ്വാഭാവികമായിട്ടും എനിക്കില്ല. പിന്നെ നിങ്ങൾ എന്തൊക്കെ അറിയാൻ ആഗ്രഹിക്കുന്നു എന്ന ആശങ്കയുണ്ട്. നിങ്ങൾ എന്തൊക്കെ അറിയാൻ ആഗ്രഹിക്കുന്നു എന്നതാകുമ്പോൾ അതിനൊരു ഇന്ററാക്റ്റീവ് സെഷൻ ആവശ്യമാണ്. ഇന്ററാക്ഷൻ അപ്പോൾ വരുന്ന മനസ്സിലെ രുചിക്കനുസരിച്ചുള്ള ചോദ്യങ്ങളും മറുപടികളുമാണ്. ക്ലാസ് എന്ന് പറയുമ്പോൾ അത് അച്ചിൽ ചേർത്തിട്ടുള്ള ചില ഭാഷകളുടെ പ്രയോഗങ്ങളും ചില വികാരങ്ങളുടെ പരിപ്രേക്ഷ്യങ്ങളുമാണ്. എന്നാൽ സത്യത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തോ അത് പറയലാണ് ഇന്നെന്റെ പറച്ചിലിന്റെ ദൗത്യം. അല്ലാതെ എനിക്കറിയുന്നത് പറയുക എന്നതല്ല ഇന്നത്തെ പറച്ചിലിന്റെ ദൗത്യം. ഇന്നത്തെ വിദ്യാർത്ഥിത്വം ആഗ്രഹിക്കുന്നതുണ്ട്, അഭിലഷിക്കുന്നതുണ്ട്. അവർക്ക് കുറെ ആശങ്കകളുമുണ്ട്. ചിലപ്പോൾ വേഷവിധാനങ്ങൾ, ഇതൊരു ഇൻഡോർ പരിപാടി ആയതുകൊണ്ട് പറയാം, വേഷവിധാനങ്ങളൊക്കെ നമ്മൾ വളരെയധികം നല്ല സൗമ്യമായിട്ടും വളരെ നല്ല രീതിയിലുമൊക്കെ നടത്തുന്നുണ്ടെങ്കിലും നമ്മുടെ അന്തർസംഘർഷങ്ങൾ ഭയങ്കരമാണ്. നമ്മുടെ ഉള്ളിലുള്ള അവസ്ഥകൾ ഭയങ്കരമാണ്. അതിനോട് നിങ്ങൾ എന്നോട് യോജിച്ചു പോകുമോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. ഞാൻ എന്റെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുകയാണ്. നമ്മളൊക്കെ തന്നെയും വേഷവിധാനങ്ങളിലൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കുന്നവരാണ്. പക്ഷെ മനസ്സിന്റെ ഉള്ളിൽ എവിടെയൊക്കെയോ ചില വിങ്ങലുകൾ, വേദനകൾ, ചില എന്തൊക്കെയോ ചില വേണ്ടായ്മകളുടെ ചില ചെറിയ ചെറിയ നേർരേഖകൾ അത് നമുക്കുണ്ട്. പ്രത്യേകിച്ച് വിദ്യാർത്ഥി കാലഘട്ടത്തിൽ കൂടുതലായി ഉണ്ട്. ഞാനൊരു പുരുഷനായതുകൊണ്ട്, നിങ്ങൾ കുറെ പെൺകുട്ടികളായതുകൊണ്ട് തുറന്നു പറയാൻ കുറെ മടികളുണ്ട്. വ്യംഗ്യേന പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് വിചാരിക്കുന്നു. ക്ലാസ്സിനൊരു സഭ്യത വേണം. പക്ഷേ ഈ ടോപ്പിക്കാകട്ടെ ഭയങ്കരമായിട്ടുള്ള നൂലാമാലകളുടെ ടോപ്പിക്കുമാണ്. കാരണം കൗമാരങ്ങളും അതിന്റെ വൈജാത്യങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്ന സമയത്ത് അതിന്റെ മനഃശാസ്ത്രപരമായ അപഗ്രഥനങ്ങൾ പറയുമ്പോൾ, ഇന്നത്തെ സാഹചര്യങ്ങൾ പറയുമ്പോൾ, അത് ദീനുമായി ചേർത്ത് പറയുമ്പോൾ, നിങ്ങൾ അത് ഇന്ന വ്യക്തിത്വങ്ങളുമായി ബന്ധപ്പെട്ടതാണെന്നോ അല്ലെങ്കിൽ ഇന്ന രൂപവുമായോ ഇന്ന സ്ഥാപനവുമായോ ബന്ധപ്പെട്ടതാണോ എന്ന് വിചാരിക്കുന്നത് ഒരിക്കൽ അർത്ഥമില്ലാത്തതാണ്. പൊതുവെയുള്ള കാര്യങ്ങൾ പറയാം. ഉപരിപഠനത്തിന് പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ മനസ്സാണ് കൂടുതൽ മലീമസമായി കൊണ്ടിരിക്കുന്നത് എന്നതാണ് പുതിയ പഠനം.
അതൊരു പുതിയ പഠനമാണ്. ഒരിക്കൽ കേരളത്തിൽ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് വളരെ നന്നായി ക്ലാസ് എടുക്കുന്ന ഒരു മനഃശാസ്ത്ര വിദഗ്ധൻ, അദ്ദേഹം ഇപ്പോൾ പെൺകുട്ടികളോട് വെറും ഭൗതിക പഠനങ്ങൾ മാത്രം നടത്തേണ്ടതില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞു, എന്റെ ഒരു പഠനത്തിന്റെ നിലവാരമനുസരിച്ച്, അല്ലെങ്കിൽ എന്റെ ഒരു പഠനത്തിന്റെ വിധി അനുസരിച്ചിട്ട് ഉപരിപഠനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുട്ടികൾ അദ്ദേഹം പറഞ്ഞ വാക്കിതാണ്, സ്ട്രീറ്റ് ഏഞ്ചൽ ആൻഡ് ഹോം ഡബിൾ എന്നാണ്. സ്ട്രീറ്റ് ഏഞ്ചൽ കൂട്ടുകാർക്കിടയിലും സ്ഥാപനങ്ങൾക്കിടയിലും സ്ഥാപന മേധാവികൾക്കിടയിലും മാലാഖയാണ്, പക്ഷേ വീട്ടുകാർക്ക് പിശാചാണ്. എന്ന് പറഞ്ഞാൽ ഉമ്മയെ മാനിക്കേണ്ടുന്ന രീതിയിൽ മാനിക്കാതെ പോകുന്നു, വീട്ടിലുള്ള മറ്റുള്ള വിദ്യാഭ്യാസം കുറഞ്ഞവരെ മാനിക്കാതെ പോകുന്നു, കുടുംബ സന്ദർശനവുമായി ബന്ധപ്പെട്ടിട്ട് പ്രത്യേകിച്ച് ഗൾഫിലൊക്കെ പഠിക്കുന്ന കുട്ടികളാകട്ടെ, അവർ കുടുംബത്തോട് മിങ്കിൾ ചെയ്യാതെ പോകുന്നു, അവരിങ്ങനെ ഒരു ചോക്ലേറ്റ് ഗേൾസ് ആയിട്ട് മാറി നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ അവർ മറ്റുള്ളവർക്കിടയിൽ ഒരു മാലാഖയും എന്നാൽ വീട്ടുകാർക്കിടയിൽ അല്ലെങ്കിൽ കുടുംബ ബന്ധങ്ങൾക്കിടയിൽ ഒരു പിശാചുമായി മാറുന്നു എന്നതാണ് പുതിയ മനഃശാസ്ത്രത്തിന്റെ വിധിയെഴുത്ത്. വിദ്യാഭ്യാസം കൂടിക്കഴിഞ്ഞാൽ എല്ലാം ഉണ്ടാകും എന്നുള്ള തെറ്റായ ധാരണ അത് നമ്മൾ ആദ്യം തിരുത്തേണ്ടതാണ്. ബിടെക് കഴിഞ്ഞ് എംടെക്കിന് പഠിക്കുക എന്ന് പറഞ്ഞാൽ ഇന്നത്തെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഒരു സ്വപ്ന ഭൂമികയാണ്. കാരണം ബിടെക് കഴിഞ്ഞ് എല്ലാവരും നിർത്തും, എംടെക്കിന് പോകാൻ നിൽക്കൂല. കാരണം ബിടെക് തന്നെ വലിയൊരു ബാലികേറാ മലയായിട്ടാണ് ഇപ്പൊ കുട്ടികൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഗേറ്റിന് പ്രിപ്പയർ ചെയ്യണം, ഗ്രാജുവേറ്റ്സ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഇൻ എഞ്ചിനീയറിംഗ്. അത് കഴിഞ്ഞിട്ട് പിന്നെ എംടെക്കിന് പോകണം, അതും NITയോ IITയോ ഒക്കെ സെലക്ട് ചെയ്യണം. അതൊക്കെ വലിയ സാഹസമാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള കുട്ടികളൊക്കെ അവിടെ പോയി പഠിക്കുക എന്ന് പറഞ്ഞാൽ അത് അതീവ ശക്തിയുള്ള, നല്ല ബുദ്ധിയുള്ള, നല്ല തന്റേടമുള്ള, നന്നായിട്ട് പഠിക്കണമെന്ന് ആഗ്രഹമുള്ള കുട്ടികളെ NITയിലൊക്കെ എത്തൂ, അല്ലെങ്കിൽ IITയിലൊക്കെ എത്തൂ. IITയാണ് മുകളിൽ. അതിൽ തന്നെ 6 IITകളാണ് ഇന്ന് ഇന്ത്യയിലുള്ളത്. അതിലൊരു പ്രശസ്തമായ IITയാണ് കാൺപൂർ IIT. ആ കാൺപൂർ IITയിൽ എംടെക്കിന് പഠിക്കുന്ന ഹർഷദ് എന്ന് പറയുന്ന വിദ്യാർത്ഥി, അവൻ ആലുവക്കാരനാണ്. ആലുവ ടൗണിനോടടുത്താണ് അവന്റെ വീട്. അവന്റെ പിതാവ് ചെറുപ്പത്തിലെ മരിച്ചു പോയിട്ടുണ്ട്. ഉമ്മയാണ് ആ മക്കളെ നോക്കി വളർത്തിക്കൊണ്ടുവരുന്നത്. അങ്ങനെ മൂത്ത മകനായ ഹർഷദ് എംടെക്കിന് കിട്ടുന്നു കാൺപൂർ IITയിൽ. കേരള വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം കാൺപൂർ IIT നമ്മുടെ സ്വപ്ന ഭൂമിയാണ്. പ്രത്യേകിച്ച് എഞ്ചിനീയറിംഗ് വിഭാഗത്തിന് ചേർന്ന് പഠിക്കുന്ന കുട്ടികൾ. അവിടെ സീറ്റ് കിട്ടിയിട്ട്, അത് റാങ്ക് വാങ്ങിയിട്ട് അവിടെ സീറ്റ് കിട്ടിയിട്ടുള്ള ആ കുട്ടി ഏതാനും മാസങ്ങൾ അവിടെ അങ്ങനെ ചെലവഴിക്കുന്നു. അതിനുശേഷം തിരിച്ചു വരുന്നു. തിരിച്ചു വന്നപ്പോൾ അവന്റെ സ്വഭാവത്തിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ ഉമ്മാക്ക് ഫീൽ ചെയ്യുന്നു. മുമ്പ് ഉമ്മ എന്ന് മാത്രം വിളിച്ചിരുന്ന ഹർഷദ് എന്ന വിദ്യാർത്ഥിയല്ലെന്ന് ഉമ്മാക്ക് ബോധ്യപ്പെടുന്നു. അങ്ങനെ അവനെ പറ്റിയിട്ട് ചില ഫോൺ നമ്പറുകളൊക്കെ കളക്ട് ചെയ്തിട്ട് അവർക്ക് വിളിച്ചിട്ട് ഫീഡ്ബാക്ക് എടുത്തപ്പോൾ അവൻ മയക്കുമരുന്നിന് വിധേയനായിരിക്കുന്നു എന്ന് മനസ്സിലായി. മരിജുവാന മുതൽ അങ്ങോട്ട് പെത്തഡിൻ വരെ അവൻ ഉപയോഗിക്കുന്നുണ്ട് എന്നതായിരുന്നു ഉമ്മയുടെ വിലയിരുത്തൽ. ഏതാണ്ട് 60,000-70,000 രൂപയോളം ആലുവ ടൗണിൽ നിന്ന് വാടക കിട്ടാനുണ്ട് ഉമ്മാക്ക്. അതുകൊണ്ട് തന്നെ ആ വാടക കിട്ടിയ ദിവസത്തിൽ ഹർഷദ് എന്ന് പറയുന്ന ഈ പയ്യൻ ഉമ്മയോട് ചെന്നിട്ട് ചോദിക്കുകയാണ്, എനിക്കൊരു 25,000 രൂപ വേണം. ഹർഷദ് എന്ന് പറയുന്ന വിദ്യാർത്ഥി, ഞാൻ ഒന്നും കൂടി ആവർത്തിച്ചു പറയുന്നു, IITയിൽ പഠിക്കുകയാണ് എംടെക്കിന്. ബിടെക് കഴിഞ്ഞിട്ട് ഇന്റർനാഷണൽ ലെവലിലുള്ള എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് ഓൾ ഇന്ത്യ തലത്തിൽ ഏറ്റവും ടൈറ്റ് കോമ്പറ്റീഷനാണ് ഗേറ്റ്. അതും കഴിഞ്ഞിട്ട് എത്തിയതാണ്. ആ വിദ്യാർത്ഥി ഇപ്പോൾ 25,000 രൂപ ചോദിക്കുന്നത് മയക്കുമരുന്ന് ഉപയോഗിക്കാനാണ്. അങ്ങനെ ഉമ്മ പറയാണ് തരാൻ സാധിക്കൂല. അങ്ങനെ രണ്ടാരും കൂടി ഭയങ്കരമായ വഴക്കാകുന്നു. അതിനുശേഷം രാത്രിയിൽ അവര് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കിടന്നുറങ്ങുന്നു. ഉമ്മാക്ക് ഭയങ്കര വേദന, എന്തുകൊണ്ട് ഹർഷദ് ഇങ്ങനെ മാറി. അങ്ങനെ ആ ഉമ്മ രാത്രി സങ്കടപ്പെട്ട് ഭയങ്കരമായിട്ട് ഒരു കാര്യം തീരുമാനിച്ചു, അള്ളാഹുവിനോട് പറയാമെല്ലാം. അങ്ങനെ രാത്രിയിൽ ഒതുവെടുത്ത് തഹജ്ജുദ് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് തഹജ്ജുദിന് വേണ്ടി തയ്യാറായി സുജൂദിൽ കിടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഹർഷദ് അടുക്കളയിൽ പോയി ചിരവ കൊണ്ടുവന്നിട്ട് ഉമ്മയുടെ തലക്കടിച്ചു കൊന്നത്. കേരളത്തിൽ ആലുവയിൽ
വിദ്യാഭ്യാസം കൊണ്ട് എല്ലാം നേടാമെന്നുള്ള തെറ്റായ ധാരണ തിരുത്തപ്പെടേണ്ടതാണ്. വെറും വിദ്യാഭ്യാസം കൊണ്ട് മാത്രമുള്ള നമ്മുടെ സാംസ്കാരിക പൈതൃകത്തെ നിലനിർത്താമെന്ന ധാരണ തിരുത്തപ്പെടേണ്ടതാണ്. അതിനർത്ഥം വിദ്യാഭ്യാസം വേണ്ട എന്നതല്ല. വിദ്യാഭ്യാസത്തേക്കാൾ വേണ്ടതൊന്നുണ്ട്. അത് നമുക്കില്ല എങ്കിൽ വിദ്യാഭ്യാസം ഫ്ലോപ്പാണ്. ഇന്ന് പൊതുവെ കുറച്ചൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് വിദ്യാഭ്യാസം നേടിക്കഴിഞ്ഞാൽ എല്ലാം ആയി എന്നുള്ളൊരു ധാരണയാണ്. വിദ്യാഭ്യാസത്തിന്റെ കൂടെ മറ്റൊന്നും വേണ്ട എന്നുള്ളൊരു ധാരണയാണ്. ആ ധാരണയാണെങ്കിൽ അവൻ വട്ടപൂജ്യമായി മാറും. എത്രയോ ഡോക്ടർമാരുണ്ട് ഇന്ന് കേരളത്തിൽ, വൈകുന്നേരം മദ്യപിച്ച് നാലുകാലിൽ നടക്കുന്നവർ. അവരും കഴിഞ്ഞത് MBBS ആണ്, അവർക്കും കിട്ടിയത് എൻട്രൻസ് ആണ്, അവരും പഠിച്ചത് കൊല്ലങ്ങളാണ്. എന്നിട്ട് അവരും ആയത് റാങ്ക് ഹോൾഡർ ആയിട്ടുള്ള ഡോക്ടറാണ്. നാലുകാലിൽ നടക്കുന്നവരുണ്ട്. ഡോക്ടറായതുകൊണ്ട് സംസ്കാരത്തെ നിലനിർത്താമെന്നാരും വിചാരിക്കണ്ട. വൈകുന്നേരം നാലുകാലിൽ നടക്കുന്ന എത്രയോ സാഹിത്യകാരന്മാരുണ്ട് കേരളത്തിൽ. രാവിലെ അവരടുത്തൊക്കെ പോകാൻ പറ്റൂ, രാത്രി പോകാൻ പറ്റൂല. അവർ എഴുതുന്ന കവിതകൾ വായിച്ചിട്ടെങ്കിൽ അതിമനോഹരമായിരിക്കും. ചിലപ്പോ മദ്യം കൊടുക്കരുത്, കുടിക്കരുത്, വാങ്ങരുത്, തുടരുത്. അത് എഴുതുന്നത് തന്നെ 2 പെഗ് അടിച്ചുകൊണ്ടായിരിക്കും. അപ്പൊ വെറും വിദ്യാഭ്യാസത്തിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന നമുക്ക് ഇടയ്ക്കെന്തിനാണ് ഇങ്ങനെ ഒരു തർഗീബ്? ഇടയ്ക്കെന്തിനാണ് ഇങ്ങനെ ഒരു വിളിച്ചുണർത്തൽ? ഇടയ്ക്കെന്തിനാണ് ഇങ്ങനെ ഒരു കൂട്ടായ്മ? ആ കൂട്ടായ്മയുടെ ലക്ഷ്യബോധത്തിലേക്ക് നമ്മളെ നയിക്കുന്നതാകണം ഇത്തരത്തിലുള്ള ക്ലാസുകൾ. ഞാൻ എന്നെ തന്നെ ഓർമ്മപ്പെടുത്തുകയാണ്. കുറെ കുട്ടികൾ കൂടി എന്നിട്ട് നല്ല രസകരമായ ഒരു ക്ലാസ് എടുത്തു, എങ്ങനെ ഉണ്ടായിരുന്നു, കുഴപ്പമുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞ് പിരിയാനല്ല ഈ ക്ലാസ്. സാധാരണയായിട്ട് മലയാളികളൊക്കെ കുഴപ്പം കാണുന്നവരാണ്. എന്ത് ചോദിച്ചാലും കുഴപ്പമില്ല എന്നേ പറയുള്ളൂ. കുഴപ്പമില്ല. എങ്ങനെയുണ്ട് എക്സാം? കുഴപ്പമില്ല. എങ്ങനെയുണ്ട് എന്റെ കോഴ്സ്? കുഴപ്പമില്ല. അവസാനം എങ്ങനെ ചോദിച്ചാൽ എങ്ങനെയുണ്ട് കെമിസ്ട്രി? തിരക്കടില്ല. എങ്ങനെയുണ്ട് ഫിസിക്സ്? കുഴപ്പമില്ല. എങ്ങനെയുണ്ട് ഇംഗ്ലീഷ്? കുഴപ്പമില്ല. എന്നിട്ട് എന്തിനാണ് ഇപ്പൊ തോറ്റല്ലോ? അത് കുഴപ്പമില്ല. അങ്ങനത്തെ കുറെ കുഴപ്പമില്ലാത്ത ആൾക്കാർ. പരിപാടി എത്ര ഉഷാറായാലും നമ്മൾ പറയില്ല കുഴപ്പമില്ല. അപ്പൊ കണ്ണൊന്ന് വികാസമാക്കുന്നേ ഉള്ളൂ. ആ ഭയങ്കര പരിപാടി ആയാലും നമ്മൾ പറയും കുഴപ്പമില്ല, ഫാന്റാസ്റ്റിക്, ഇറ്റ്സ് അബ്സല്യൂട്ട്. ഈ വാക്കൊന്നും നമുക്ക് അറിഞ്ഞൂടാ. നമുക്ക് ആകെ അറിഞ്ഞൊരു വാക്ക് കുഴപ്പമില്ല, തർക്കടില്ല. ഇത് പറഞ്ഞുകൊണ്ട് നമ്മളാണ്ട് പിരിയും. അങ്ങനെ എത്രയോ ക്ലാസ് കേട്ടവരാ നിങ്ങൾ. അങ്ങനെ ഒരു കുഴപ്പമില്ലാത്ത ക്ലാസ് എടുക്കാനല്ല ഇവിടെ ഓരോരുത്തർ വരുന്നത്. നമ്മൾ വിധി എഴുതാനുമല്ല. നമുക്ക് കാര്യം കിട്ടണം. അതുകൊണ്ട് സാധാരണയായിട്ട് മനഃശാസ്ത്രത്തിൽ, ഇനി എന്റെ ക്ലാസ് തുടങ്ങുകയാണ്, നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. അപ്പൊ വിദ്യാഭ്യാസം കൊണ്ട് മാത്രം എവിടെ എത്തൂല എന്നാ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇത് നമ്മുടെ പെൺകുട്ടികൾക്ക് കുറെ ആശങ്കകളാണ്. എത്രത്തോളം ആശങ്ക കയറിപ്പോയിട്ടുണ്ടെന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ 22-ാം തീയതി അല്ലെങ്കിൽ 23-ാം തീയതി ഇക്കഴിഞ്ഞ, ഇന്നിപ്പോ 26 ആയിട്ടോളൂ, 27 ഇന്ന് 27ആയി, 26 ഈ 22, 23-ാം തീയതി കഴിഞ്ഞ 2-3 ദിവസം മുമ്പ് മിംസ് ഹോസ്പിറ്റലിൽ എന്റെ ഒരു സുഹൃത്ത് അവന്റെ ഭാര്യയുടെ ഡെലിവറിയുമായി ബന്ധപ്പെട്ട് ഹോസ്പിറ്റലിലായി. അപ്പൊ വെന്റിലേറ്റർ ഏറ്റവും നല്ലതുള്ളത് മിംസിലാണെന്നാണ് എല്ലാവരുടെയും ഒരു വെപ്പ്. എത്രത്തോളം ആശങ്കയാണെന്ന് ചോദിച്ചാൽ, ജാബിർ എന്നാണ് എന്റെ ബിസിനസ് പാർട്ട്ണറും കൂടിയാണ്. അവന്റെ വീട് ആ ഭാഗത്തായതുകൊണ്ട് മിംസിലെത്തിച്ചു. ഞാനൊരു ആശുപത്രിയെ മാത്രം അങ്ങനെ പറയല്ല, ഒരു ആശുപത്രിയെ പ്രത്യേകം എടുത്തു പറയല്ല, എല്ലാ ആശുപത്രിയുടെയും കഥ തന്നെയാണ്. അന്നത്തെ ദിവസത്തിൽ 16 ഡെലിവറി നടന്നു അവിടെ, 16 എണ്ണം ആ ഡേറ്റില്, ഒന്നിവന്റത്. അതിൽ 15ഉം ഓപ്പറേഷനാണ്. ഞാൻ പറഞ്ഞ റേഷ്യോ നമുക്ക് മനസ്സിലായോ എന്നാവോ? 16 ഡെലിവറി മൊത്തത്തിൽ നടന്നു, 15ഉം ഓപ്പറേഷനാണ്. 15ഉം, ഒന്ന് മാത്രം. ഞാൻ ആ നോർമൽ ഡെലിവറിയുമായി ബന്ധപ്പെട്ട ഭർത്താവിനെ കണ്ടിട്ട് ചോദിച്ചു, നിങ്ങളുടേത് എങ്ങനെ രക്ഷപ്പെട്ടതെന്ന് ചോദിച്ചു. ആ മൂപ്പര് പറഞ്ഞു, ഞാൻ പൊതുവെ ഉള്ള ഡേറ്റിൽ നിന്നും 15 ദിവസം കഴിഞ്ഞിട്ടേ പറയാറുള്ളൂ എന്ന്. അതായത് ഇവര് പറഞ്ഞ ഡേറ്റ് കഴിഞ്ഞിട്ട് 15 ദിവസമാണ് ശരിക്കും പറഞ്ഞാല് അപ്പോഴത്തെ ആവുള്ളൂ. അതുകൊണ്ട് ഞാൻ അങ്ങനെ പറയാറ്. മൂപ്പരൊരു അധ്യാപകനും കൂടിയാണ്, കുറച്ച് ബുദ്ധി ഉണ്ടായതുകൊണ്ട് മൂപ്പർ അങ്ങനെ പറയലുള്ളൂ. നോർമൽ പ്രസവത്തിന് അവിടെ 25,000 റുപ്യാണ്. ഒരു നോർമൽ പ്രസവത്തിന് അവിടെ 25,000 റുപ്യാണ് നോർമൽ. ഓപ്പറേഷൻ ഉണ്ടെങ്കിൽ 50,000-ആണ്. മിംസിന്റെ ആൾക്കാരൊക്കെ നമുക്ക് വളരെ വേണ്ടപ്പെട്ടവരൊക്കെ തന്നെ, പക്ഷെ പറയല്ല, നിവൃത്തില്ല. 50,000-ആണ് ഓപ്പറേഷൻ ഉണ്ടെങ്കിൽ.
അവിടെ ഒരു സ്ത്രീ കിടന്നിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ സ്ത്രീ പറയും, ഇവർക്ക് ഇങ്ങനെയാണെങ്കിൽ എത്ര പൈസ ഉണ്ടാവും? ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇതിനെ അങ്ങോട്ട് കൊണ്ടുവരാൻ നിന്നത് വേറെ ഒരു ആശുപത്രികളില്ലേ? അങ്ങനെ ഞാൻ അന്നൊരു സ്റ്റഡി നടത്തിയ സമയത്ത് ഞാൻ അവിടുത്തെ ഒരു ഡോക്ടറെ കണ്ടിട്ട് ചോദിച്ചു, നിങ്ങൾ എന്തൊരു കാര്യമാണ് ഈ ചെയ്യുന്നത്? നമ്മൾ കുറച്ചൊക്കെ ഇങ്ങനെ ഈ പ്രകൃതി രീതിയിൽ ക്ലാസ്സൊക്കെ പങ്കെടുത്തുകൊണ്ട് എനിക്ക് കുറച്ച് അതിന്റെ കുറച്ച് നോംസും കണ്ടീഷൻസും അറിയാവുന്നത് കൊണ്ട് ഞാനത് വെച്ച് ചോദിച്ചപ്പോ പറഞ്ഞു, സാറേ നിങ്ങൾ അങ്ങനെ പറയില്ല. ആദ്യം എന്റെ പ്രൊഫഷൻ ഇതൊക്കെ ചോദിച്ചു, ഞാൻ സൈക്കോളജിയാണ്, സൈക്കോളജിസ്റ്റ് ആണെന്നൊക്കെ പറഞ്ഞ 37 ഒന്ന് അടങ്ങി. ആദ്യം ഞാനൊരു മൊയിലേരാന്ന 37 വിചാരിച്ചത്. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ പറഞ്ഞിട്ട് പറഞ്ഞു, സാറേ നിങ്ങൾ അങ്ങനെ പറയരുത്, അതാണ് അപകടം കേട്ടോ. ഞാനിപ്പോ ഈ പറയാൻ പോകുന്നത് അപകടം. ഞങ്ങൾ അങ്ങോട്ട് പ്രൊമോട്ട് ചെയ്യുന്നതെല്ലാം സ്ത്രീകൾ ഇങ്ങോട്ട് വന്ന് പറയുകയാണ്, ഓപ്പറേഷൻ വേണമെന്ന്. ഞാൻ ഇന്നലെ ഒരു സദസ്സ് സംഘടിപ്പിച്ചിട്ട് അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്ത്രീകളോട് പറഞ്ഞു, നിങ്ങൾക്കൊന്നും ഇനി ഭാവിയിൽ മക്കളെ പറ്റി ഒരു പ്രതീക്ഷയും വേണ്ട. കാരണം ഞങ്ങളൊക്കെ ഉമ്മമാര് ഞങ്ങളെ പറ്റി പറഞ്ഞിരുന്നത് നിന്നെ ഞാൻ നൊന്തു പ്രസവിച്ചതാണ് എന്നാണ്. ഇനിയൊരു മാതാവിനും അങ്ങനെ പറയാൻ പറ്റൂല. കാരണം ഒരു നോവുമില്ലാതെയാണ് നിങ്ങൾ പ്രസവിക്കുന്നത്. മക്കളെ പറ്റിയിട്ട് ഒരു പ്രതീക്ഷയും നിങ്ങൾക്ക് ഇനി വേണ്ട. ഇതൊരാശങ്കയാണ്. അതായത് മനഃശാസ്ത്രപരമായ പ്രോസസ്സിംഗും അതോടൊപ്പം തന്നെ മതപരമായ പ്രോസസ്സിംഗിലും പറയാം, പ്രസവം നോർമലായിട്ട് നടന്നില്ല എങ്കിൽ ആ കുട്ടിയുടെ സ്നേഹം നമ്മൾ പ്രതീക്ഷിക്കണ്ട. ആ നോവിൽ നിന്നാണ് ആ സ്നേഹത്തിന്റെ യഥാർത്ഥമായ അവസ്ഥ രൂപാന്തരപ്പെടുന്നത്. ഇത് മനഃശാസ്ത്രപരമായ പ്രോസസ്സിംഗ് ആണ്. അതുകൊണ്ട് തന്നെയാണ് ഉപ്പാക്കി നോവില്ലാത്തതുകൊണ്ട് ഉപ്പാക്കി സ്നേഹം ഉണ്ടാവൂല. ഉപ്പ പെരയിന്ന് പുറത്തോടാന്നറിയും. ഞാൻ ഈ നാടൻ ഭാഷ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിച്ചേക്കണം. നമ്മളൊക്കെ മലപ്പുറം ജില്ലക്കാരല്ലേ, അങ്ങനെ പറഞ്ഞാൽ ഒരു രസം കിട്ടുള്ളൂ. മറ്റേതിങ്ങനെ ഒപ്പിച്ച് സംസാരിച്ചാൽ അതങ്ങനെ ഒരു പ്രസംഗമായി പോകും. പ്രസംഗം ഞാൻ വേണമെങ്കിൽ ലാസ്റ്റ് അരമണിക്കൂർ പറഞ്ഞിട്ടുണ്ട്. അപ്പോ അതായത് കടന്നു പോടാ എന്ന് വേണമെങ്കിൽ പറയും, വാപ്പ ഇങ്ങോട്ട് ഇനി കേറിപ്പോകരുത് എന്നൊക്കെ പറയും. കാരണം ഈ നോവ് അനുഭവിക്കാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് സാധാരണ സൈക്കോളജിയിൽ പറയാറുണ്ട്, ഫാദർ ഈസ് ഈക്വൽ ടു ബ്രെയിൻ, മദർ ഈസ് ഈക്വൽ ടു ഹേർട്ട്. ഫാദർ ഈസ് ഈക്വൽ ടു ബ്രെയിൻ. പിതാവ് എന്ന് പറഞ്ഞാൽ തലച്ചോറാണ്. ആ പിതാവിന്റെ തലച്ചോറ് ആ കുട്ടിക്ക് കിട്ടണം. കുറെ കണക്കുകൂട്ടൽ വേണം ശരിക്കും ജീവിതത്തിൽ. മദർ ഈസ് ഈക്വൽ ടു ഹേർട്ട്. മാതാവ് എന്ന് പറഞ്ഞാൽ ഹൃദയമാണ്. ആ മാതാവിന്റെ ഹൃദയം കൂടി ഈ കുട്ടിക്ക് കിട്ടണം. അല്ലെങ്കിൽ വെറും സ്വാർത്ഥനായി പോകും ഈ മകൻ. ഇന്ന് മാതാവും കണക്കൂട്ടുന്ന ആളായിപ്പോയി, പിതാവും കണക്കൂട്ടുന്ന ആളായിപ്പോയി. രണ്ടാളും കണക്ക് ബുക്കായിട്ട് നടക്കുകയാണ് ഭയങ്കരമായിട്ട്. അതോടുകൂടി ആ സ്നേഹമൊക്കെ ഇല്ലാണ്ടായിപ്പോയി. വെറും ഇംഗ്ലീഷ് മീഡിയത്തിന്റെ കൾച്ചർ വന്നു. ഇവിടെയുള്ള ഇംഗ്ലീഷ് മീഡിയം എല്ലാം പറഞ്ഞത്, ചില ഭാഗങ്ങളിലൊക്കെ ഉള്ള ഇംഗ്ലീഷ് മീഡിയത്തിന്റെ കൾച്ചർ വന്നു. ആ കൾച്ചറാണ്ട് വന്നതോടുകൂടി നമ്മളാകെ ബ്രോയിലറായി മാറി. ബന്ധങ്ങൾ പോയി, എല്ലാം പോയി. ആശങ്കയിൽ നിന്ന് വന്നത്. തുടക്കത്തിലെ അവിടുന്ന് ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ ആ സ്നേഹം നിലനിൽക്കും. മാതാവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് മാറ്റണോ? വേണമെന്നില്ല. ഇപ്പൊ ഇങ്ങ് കേൾക്കുന്നില്ല എല്ലാം പോലെ അല്ലേ? കേൾക്കുന്നില്ലേ? ഇത് മാറ്റണോ? വേണ്ടെന്നാര് പറഞ്ഞു. കുഴപ്പമില്ല. മൂപ്പരുടെ ഒരു പെർഫെക്ഷൻ ആഗ്രഹിച്ചതാണ്. ഇതിലേറെ പെർഫെക്റ്റ് ആക്കാൻ വേണ്ടി. ഇതന്നെ പെർഫെക്റ്റ് ആണ് അല്ലേ? ശരി. അപ്പൊ ആ ആശങ്കയിൽ നിന്ന് എവിടുന്ന് തുടങ്ങിയ ആശങ്ക അവിടുന്ന് തുടങ്ങി. അതോടുകൂടി സ്നേഹം ഇല്ലാണ്ട് പോകും. നിങ്ങൾ നോക്കിക്കോ, മക്കൾക്ക് ഇങ്ങോട്ട് സ്നേഹമില്ലാത്തൊരവസ്ഥ വരും. തീർച്ചയായും മക്കൾക്ക് ഇങ്ങോട്ടില്ലാത്ത, അതായത് മനഃശാസ്ത്രപരമായ പ്രോസസ്സിംഗ് ആണ്. കാരണം ആ സ്നേഹം എന്ന് പറഞ്ഞത് തുടങ്ങുന്നതേ അവിടെ നിന്നാണ്. ആ ആശങ്കകൾ ഒഴിവാക്കുന്നതിൽ നിന്നാണ്. ആ ആശങ്കകൾ ഒഴിവാക്കിയിട്ട് ആ സംഭവം നടന്നു കഴിഞ്ഞാൽ തന്റെ അരികിൽ കിടക്കുന്ന മകനോട് 1000 കുഞ്ഞുങ്ങളെക്കാൾ വലിയ സ്നേഹം നമുക്ക് തോന്നും. ആ സ്നേഹത്തിൽ നിന്നുമാണ് നമ്മുടെ പ്രതിഫലനങ്ങൾ വരുന്നത്. അതിൽ നിന്നാണ് നമ്മുടെ ആക്ഷൻസ് വരുന്നത്. അതിൽ നിന്നാണ് പിന്നീട് ആ മകന്റെ വളർച്ച വരുന്നത്. ആ മകന്റെ റിഫ്ലക്ഷനും അതിൽ നിന്നാണ് വരുന്നത്. അതൊക്കെ ഒഴിവാക്കിയിട്ട് എവിടെയോ കട്ട് ചെയ്തിട്ട് കറണ്ട് ഇല്ലാതെ, ഇലക്ട്രിസിറ്റി ഇല്ലാതെ കുറെ മെഷീനറികൾ ഓപ്പറേറ്റ് ചെയ്ത മാതിരി ഉണ്ടാവും. കറണ്ട് ഇല്ല, മെഷീനറികളുണ്ട്. ഈ രൂപത്തിലേക്ക് മക്കളുടെ അവസ്ഥകൾ വന്നത് അതുകൊണ്ട് തന്നെ ഇന്ന് സൈക്കോളജി 3 കൂട്ടരെ പറ്റി പറയുന്നുണ്ട്. ഒന്ന് അനിമസ്, മറ്റൊന്ന് അനോണിമസ്, പിന്നൊന്ന് അനിമ. അനിമസ്, അനോണിമസ്. സാർവത്രിക പുരുഷവാദം അനിമ, സാർവത്രികമായിട്ടുള്ള സ്ത്രീവർഗവാദം അതാണ് അനിമസ്. ഇത് രണ്ടും കൂടിയിട്ട് ഒന്നാണെന്ന് പറയുന്ന വാദം അതാണ് അനോണിമസ്. പരസ്പരം ബുദ്ധി വെച്ചിട്ട് സംസാരിക്കാൻ തുടങ്ങി. അപ്പൊ തസ്ലീമമാര് പറയാൻ തുടങ്ങി, ഇനി ഞങ്ങൾ പ്രസവിക്കില്ല. അപ്പൊ ഇവിടെ ആണുങ്ങൾ പറയാൻ തുടങ്ങി, ഞങ്ങൾ കല്യാണം കഴിക്കൂല. ഇങ്ങനെ പറയുന്ന ഗ്രൂപ്പൊക്കെ ഉണ്ട് നമ്മുടെ നാട്ടില്. അത് അനിമയുടെ ആളുകൾ, ഇത് അനിമസിന്റെ ആളുകൾ, മറ്റൊന്ന് അനോണിമസിന്റെ ആളുകൾ. രണ്ടും കണക്കാന്ന് പറഞ്ഞ ആൾക്കാർ ശരിയല്ല. എന്നാൽ വിശുദ്ധ ഖുർആൻ സ്ത്രീക്കും പുരുഷനും ഉപയോഗിച്ചുകൊണ്ടേയിരിക്കുന്ന വാക്ക് 24 വാക്കാണ്. സ്ത്രീ എന്ന് ഉപയോഗിച്ചതും പുരുഷൻ എന്ന് ഉപയോഗിച്ചതും 24 പ്രാവശ്യമാണ്.
ഖുർആൻ ഉപയോഗിക്കുന്നിടത്ത് വരെ അത് ശ്രദ്ധിച്ചിട്ടുണ്ട്. harunyahiya.com പോയാൽ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും. harunyahiya.com പോയാൽ സ്ത്രീ, അതായത് ദക്കർ പുരുഷൻ എന്നതും ഉൻസ എന്ന് സ്ത്രീ എന്നതും ഉപയോഗിച്ചത് 24 പ്രാവശ്യമാണ്. ദക്കറൻ എന്ന് മാത്രം പറയേണ്ട ഇടം വന്നിട്ടുണ്ട് വിശുദ്ധ ഖുർആന്. അത് കോമ്പൻസേറ്റ് ചെയ്യാൻ ഉൻസ എന്ന് മാത്രം ഉപയോഗിച്ചിട്ടുണ്ട് വിശുദ്ധ ഖുർആൻ. ഇത് രണ്ടും കൂടി കൂട്ടിയാൽ 24 24. പുരുഷന്മാർക്ക് വേണ്ടി 25 വട്ടമോ സ്ത്രീകൾക്ക് വേണ്ടി 23 വട്ടമോ ആക്കിയിട്ടില്ല. രണ്ടും സെയിം ആയിട്ടാ പറഞ്ഞത്. 24 വട്ടമാണ് സ്ത്രീ എന്നും 24 വട്ടമാണ് പുരുഷനെന്നും പറഞ്ഞത്. എത്രത്തോളം അവിടെ ശ്രദ്ധിച്ചു എന്ന് വെച്ചാൽ അർരിജാലു ഖവ്വാമൂന അലൻ നിസാ എന്ന് പറഞ്ഞോടത്ത് വരെ രണ്ടൂട്ടരി ഉപയോഗിച്ചു. അത്രത്തോളം കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തിട്ടുണ്ട്. പിന്നെ എന്തിനാ നമ്മളതിനെ മാറ്റുന്നത്? ആദ്യമായിട്ട് വിശുദ്ധ ഖുർആൻ കേട്ടത്, സ്ത്രീകളുടെ മഹത്വം പറയാം, നിങ്ങളോടല്ലേ ഇപ്പൊ അത് പറയേണ്ടത്, അല്ലാതെ മറ്റുള്ളവരോട് പോയി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അവനാനെ പറ്റിയൊരു ബോധം വേണ്ടേ? നമുക്ക് നമ്മളെ പറ്റിയൊരു കോൺഫിഡൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളാകെ തകർന്നു പോകൂലേ? ഒരു ഇന്റർവ്യൂവിന് പോകുന്ന സമയത്ത് എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ അറിവല്ല പ്രശ്നം, പ്രസന്റേഷൻ അല്ല പ്രശ്നം, ലീഡർഷിപ്പ് ക്വാളിറ്റി അല്ല പ്രശ്നം. ദർ ഈസ് നോ മെന്റൽ സ്ട്രെങ്ത്. മെന്റൽ സ്ട്രെങ്ത് ഇല്ല എന്നുള്ളതാണ്. ധൈര്യം, ആത്മധൈര്യം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, മനഃശക്തി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതില്ലാത്തതുകൊണ്ടാണ് പലരും പലയിടത്തും പൊട്ടുന്നത്, അല്ലാതെ അറിവില്ലാത്തതുകൊണ്ടല്ല. ചിലപ്പോൾ ആൾ ഒന്നാം റാങ്കായിരിക്കും, മെന്റൽ സ്ട്രെങ്ത് ഉണ്ടാവില്ല, പേടിച്ചിട്ടാ പോവുക, അതോടുകൂടി ആൾ ഔട്ടായി പോകും. മെന്റൽ സ്ട്രെങ്ത്, ആ മെന്റൽ സ്ട്രെങ്ത് എങ്ങനെ വരിക? നമ്മളെ പറ്റിയിട്ടൊരു ബോധം വരുമ്പോഴാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ചോദ്യം ഹു ആം ഐ എന്നതാണ്, ഞാൻ ആരാണ്. അലി റളിയല്ലാഹു തആല എന്ന് പറയുന്നുണ്ട്, നമ്മൾ 3 ചോദ്യങ്ങൾ എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കണം. മിൻ ഐന വഫി ഐന വ ഇലാ ഐന, ഞാൻ എവിടുന്നാ വന്നത്, ഞാനിപ്പോ എവിടെയാണ്, ഞാൻ എങ്ങോട്ടാ ഇനി പോണ്ടത്. ഈ ചോദ്യങ്ങൾ ഞാൻ എന്നതുമായി ബന്ധപ്പെടുത്തിയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കണം. ഞാൻ എവിടുന്ന് വരുന്നു, എന്താണ് എന്റെ ദൗത്യം ഇവിടെ. വഫി ഐന, ഞാനിപ്പോ എവിടെയാണ്. വ ഇലാ ഐന, ഞാൻ എങ്ങോട്ടാ പോണ്ടത്. ഈ ചോദ്യം നമ്മളെ പറ്റിയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കണം. വിശ്വസാഹിത്യകാരനായിട്ടുള്ള ഖലീൽ ജിബ്രാൻ പറഞ്ഞു, ലോകത്തിന്റെ എല്ലാ ചോദ്യങ്ങൾക്കും ഞാൻ മറുപടി പറയാം, പക്ഷേ ഒറ്റ ചോദ്യത്തിന് മറുപടി പറയാൻ എനിക്ക് പ്രയാസമാണ്. ആ ചോദ്യം ഇതാണ്, ഹു ആം ഐ, ഞാൻ ആരാണ്. ഈ ഞാൻ ആരാണ് എന്നുള്ളത് മനസ്സിലാക്കണം. അത് ഞാൻ എന്ന ഭാവം ഉണ്ടാകാൻ വേണ്ടിയിട്ടല്ല, ഞാൻ ഈ ലോകത്തിൽ ഉണ്ട് എന്നറിയാൻ വേണ്ടിയിട്ടാണ്, ഞാൻ ഈ ലോകത്തിന്റെ ഒരു ഭാഗമാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നമ്മളെ പറ്റി ഒരു പഠനം നടത്തി നോക്കി, അപ്പൊ മനസ്സിലാകും സ്ത്രീ എന്ന് പറഞ്ഞാൽ ആരാണ്. അവിടുന്ന് തുടങ്ങാം നമുക്ക്. ആരാ സ്ത്രീ? ഈ വിശുദ്ധ ഖുർആൻ ആദ്യമായി കേട്ടത് ഒരു സ്ത്രീയാണ്. ഹദ്റത്ത് ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ ഓതിക്കൊടുത്തത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഈ ഖുർആൻ ഇറങ്ങിയിട്ട് അത് ആദ്യമായിട്ട് ഓതിക്കേൽപ്പിച്ചത് ഹദ്റത്ത് ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹയാണ്. അത് സ്ത്രീകൾക്ക് അവകാശപ്പെടാവുന്ന ഒന്നാണ്. അല്ലാതെ ഞങ്ങൾക്ക് 33 വേണമെന്ന് പറഞ്ഞാൽ പൊക്കിയാ പോരാ കയ്യ്. അതെന്ന് മാറിയിട്ട് പറയണം, ഈ വിശുദ്ധ ഖുർആൻ ആദ്യം കേട്ടത് ഞങ്ങളാണ്. അത് കഴിഞ്ഞിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തന്നെ കേൾപ്പിച്ചിട്ടുള്ളൂ. അവിടുന്ന് അങ്ങനാണ്ട് പോയിട്ടുണ്ടെങ്കിൽ ഈ ദീൻ ഏറ്റവും ശക്തമായത് ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലഘട്ടത്തിലാണ്. നമുക്കത് അറിയാൻ പറ്റും ഇസ്ലാമിക ചരിത്രം വായിച്ചാൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് ഉണ്ട്, നാളെ ദീന് വന്നിട്ട് ഓരോരുത്തരുടെ മുമ്പിലും നിൽക്കും, ഓരോ വ്യക്തിയുടെ മുമ്പിലും നിൽക്കും. ഇവൻ എന്നെ പാഴാക്കി എന്ന് വിളിച്ചു പറയും, ഇവൻ എന്നെ സൂക്ഷിച്ചു എന്ന് വിളിച്ചു പറയും. എന്റെ ഉമറിന്റെ അരികിൽ വന്നുകൊണ്ട് പറയും, അല്ലാഹുവേ, ഞാനൊരു പാവമായിരുന്നു, പക്ഷേ എന്നെ ശക്തമാക്കിയത് ഇദ്ദേഹമാണ് എന്ന് ഉമറിനെ ചൂണ്ടിയിട്ട് എന്റെ ദീന് പറയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഉമർ റളിയല്ലാഹു തആല അൻഹു ദീനിലേക്ക് വരാൻ കാരണം പെങ്ങൾ ഫാത്തിമയാണ്. വായിച്ചു നോക്കി നിങ്ങൾ ചരിത്രം. പെങ്ങൾ ഫാത്തിമയുടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സംവാദങ്ങളും അതിനുശേഷമുള്ള ഖുർആൻ കാണിക്കലും അതിനുശേഷമുള്ള വായനകളും അവിടെ നിന്നാണ് ഉമർ റളിയല്ലാഹു തആലയുടെ മാറ്റങ്ങൾ സംഭവിക്കുന്നത്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനകളും ഇതൊക്കെ അസ്ബാബിയായ രീതിയിൽ അവിടെ ഉണ്ടെങ്കിൽ പോലും പ്രത്യക്ഷമായ കാരണം പെങ്ങൾ ഫാത്തിമയാണ്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൾ ഫാത്തിമ ബിബി റളിയല്ലാഹു തആല അൻഹ അല്ല, ഉമർ റളിയല്ലാഹു തആലയുടെ പെങ്ങൾ ഒരു ഫാത്തിമയുണ്ടായിരുന്നു, ആ ഫാത്തിമയാണ്. അതിലേറെ ഒന്നും കൂടി നന്നായി പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പുള്ള ഒരാളെയും ഇത്തിബാ ചെയ്യൂല. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഇതിലാണ് ഞാൻ വരുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും കർമ്മത്തിൽ ആരെയും എഴുതി വെച്ചിട്ടുണ്ട്. ആരെയും അനുകരിക്കാത്ത റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാൾ അനുകരിച്ചു, അത് ഹാജറ ബിബി റളിയല്ലാഹു തആല അൻഹയെ അനുകരിച്ചു. സഫയിൽ നിന്ന് മറുവയിലേക്ക്, മറുവയിൽ നിന്ന് സഫയിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയാണ് കർമ്മത്തിൽ. ഇത്രക്കും പ്രധാനമാണ് സ്ത്രീകൾക്ക്. വിശുദ്ധ ഖുർആൻ ഭാര്യ എന്നല്ല പ്രയോഗിച്ചത് സ്ത്രീകളെ. ഭാര്യ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ഭരിക്കപ്പെടുന്നവൾ എന്നാണ്. ഭരിക്കപ്പെടുന്നവൾ, ഭർത്താവ് എന്ന് പറഞ്ഞ ഭരിക്കുന്നവൻ എന്നാണ് ആ പദത്തിന്റെ അർത്ഥം പോലും. എന്നാൽ ഖുർആൻ ഉപയോഗിച്ച വാക്ക് സൗജ് എന്നാണ്, ഇണ. ഇണക്കൊരു പ്രത്യേകത ഉണ്ട്, ഇണയും തുണയും ഒരേപോലെ ആയിരിക്കും, ഈക്വൽ, ബോത്ത് ആർ സെയിം, ബോത്ത് ആർ ഈക്വൽ. അതിനാണ് ഇണ എന്ന് പറയാം. ഇത്രയൊക്കെ സൂക്ഷിച്ചിട്ടാണ് ഖുർആൻ ഉപയോഗിച്ചിട്ടുള്ളത്, ഇത്രയൊക്കെ സൂക്ഷിച്ചിട്ടാണ് റസൂൽ ഉപയോഗിച്ചിട്ടുള്ളത്. മനഃശാസ്ത്രത്തിൽ പറയാറുണ്ട്, ഒരു പെണ്ണിനെ 4 ആയി കാണണമെന്ന്. ഒരു ഭർത്താവ്, നിങ്ങളോട് പറഞ്ഞാലും മനസ്സിലാവൂല, എന്നാലും ഞാൻ പറയാണ്,
നമ്മളെ ഭർത്താക്കന്മാരോട് വേണമെങ്കിൽ പറഞ്ഞു കൊടുത്താൽ മതി ഭാവിയിൽ. അതൊരു ഭാര്യയെ ഭർത്താവിനെ അങ്ങനെ കാണണം എന്നാണ്. ഭാര്യയെ മകളായി കാണണം, പെങ്ങളായി കാണണം, ഉമ്മയായി കാണണം, ഭാര്യയായി കാണണം. ചില നേരത്ത് ഭാര്യമാര് ചൂടാവും. അപ്പൊ നമ്മൾ ചൂടാകാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഈ തോന്നലുണ്ടായാൽ മതി, ഇപ്പൊ ഉമ്മയായിട്ടാണ് അവൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന്. എന്നാ പിന്നെ പ്രശ്നമില്ല, അല്ലെങ്കിൽ പ്രശ്നമാണ്. ചില നേരത്ത് ഭർത്താക്കന്മാർ അങ്ങോട്ടും ചൂടാവും. അപ്പൊ അതെന്റെ ഭർത്താവാണ് എന്ന് മനസ്സിലാക്കുന്നതിനേക്കാൾ കൂടുതൽ അതെന്റെ പിതാവാണ് എന്ന് മനസ്സിലാക്കിയാൽ മതി. ഇത് രണ്ട് റോളും ഉണ്ട്. അത് മനഃശാസ്ത്രപരമായ ഒരു പ്രോസസ്സിംഗ് ആണ്. ചില നേരത്ത് കുട്ടികളെ പോലെ വാശി പിടിച്ചുകൊണ്ടിരിക്കും ഭാര്യമാര്, നമുക്ക് അത് കൊടുക്കുന്നേ പറ്റുള്ളൂ എന്നറിയാം. അപ്പൊ മകളായിട്ടാണ് ചിത്രീകരിച്ചാൽ മതി. ഇപ്പൊ അവൾ എന്റെ ഭാര്യയല്ല, എന്റെ മകളാണ് എന്നാണ് മനസ്സിലാക്കിയാൽ മതി. ഇതേമാതിരി ചിലപ്പോൾ ഭർത്താവ് പറയും ഇസ്തിരിട്ടേ പറ്റുള്ളൂ എന്ന് പറയും. അത് കുട്ടിയുടെ വാശിയാണ്. ഈ 4 റോളുകൾ അങ്ങോട്ട് ഒരുപോലെ അഭിനയിച്ചു പോയാലുണ്ടല്ലോ, ഭയങ്കരമായിട്ട് കുടുംബശാന്തി ഒരു മനഃശാസ്ത്ര സാധന എന്നുള്ളൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും. പിന്നെ കുട്ടികളുടെ രണ്ടാമത്തെ അങ്കലാപ്പ് അതാണ്, വൈവാഹിക ജീവിതവുമായി ബന്ധപ്പെട്ടതാണ്. എന്താകും, ഏത് ലോകത്തേക്കാകും, എങ്ങനെയാകും, ഭർത്താവ് എങ്ങനെ. ഉള്ള സീരിയലൊക്കെ പാടെ കണ്ടിട്ടുണ്ടെങ്കിൽ ഭർത്താവ് എങ്ങനെയാവും എന്നുള്ളത് ഇപ്പൊ തന്നെ ഞാൻ പറഞ്ഞുതരാം. ഉള്ള സീരിയലൊക്കെ പാടെ കണ്ടാൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. അതായത് UK-യിൽ നിന്ന് നമുക്കൊരു CD കൊടുത്തയച്ചിരുന്നു ഒരു സഹോദരൻ, മനഃശാസ്ത്രപരമായ ഒരു CD. നമ്മൾ വല്ലാണ്ട് ഈ CD മേലും ഈ കാര്യത്തിമേലും ഇരിക്കലില്ല. എന്റെ പെരയിലിട്ട് TV ഇല്ല. നിങ്ങളത് എന്നെ ഭയങ്കര പഴഞ്ചനായിട്ട് ചിത്രീകരിച്ചാലും വേണ്ടില്ല, എന്റെ വീട്ടിൽ TV ഇല്ല. ഞാൻ സമർത്ഥമായിട്ട് പറയുന്നു, ഇനി ഒരിക്കലും ഉണ്ടാകാനും ഞാൻ ആഗ്രഹിക്കണില്ല. പക്ഷെ എന്റെ മക്കൾ, ഞാൻ അവകാശവാദത്തോടു കൂടി പറയാണ്, നിങ്ങളുടെ ആരുടെ വീട്ടിലുള്ളതിനേക്കാളും വലിയ വിവരം അവർക്ക് ഉണ്ടാവുമെന്ന് ഞാൻ അവകാശവാദത്തോടു കൂടി പറയാം. ഇത് എന്റെ മേന്മ പറയാൻ വേണ്ടിയിട്ടല്ല. TV ഉണ്ടായ വിവരം കൂടുന്ന ആരും വിചാരിക്കണ്ട. ഉള്ളതും പോവും. സമദാനി സാഹിബ് ഇതേപോലെ തന്നെയാണ്. ഞാൻ ഒന്ന് എടുത്തു പറഞ്ഞാട്ടെ, മൂപ്പരെ പേരിൽ TV ഇല്ല. ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ 10 കൊല്ലം വളർന്നതാണ്. ഞാൻ അതിൽ നിന്നാണ് ഈ കാര്യങ്ങളൊക്കെ പഠിച്ചത്. പക്ഷെ മൂപ്പരമാതിരി ജനറൽ നോളജ് വേറുള്ളവർക്കുണ്ടെന്ന് എനിക്കൊട്ട് തോന്നുന്നില്ല. അപ്പൊ വിവരം ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഇത് കുറെ കാണണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല. വായന മരടിക്കും. എവിടെ കുട്ടികൾ ഇന്ന് വായിക്കണ്? ഒരു ബുക്കും വായിക്കണില്ല. കാരണം എന്താ? ഫുള്ള് സീരിയലിൽ ഉപയോഗിക്കുന്ന വാക്കുകളോ അതിലുപയോഗിക്കുന്ന മ്യൂസിക്കുകളോ. മ്യൂസിക് എന്ന് പറഞ്ഞാൽ 7 തരം മ്യൂസിക് ഉണ്ട്, സൈക്കോളജി പറഞ്ഞിട്ടുണ്ട്. അതിലൊന്നാണ് ഹൊറിബിൾ മ്യൂസിക്, ആളെ പേടിപ്പിക്കണ മ്യൂസിക്. അതാ സീരിയലിൽ ഉപയോഗിക്കുന്നത്, ഹൊറിബിൾ മ്യൂസിക്. ആളെ പേടിപ്പെടുത്ത ഒരു ചെങ്ങായിണ്ട് തിരിയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മ്യൂസിക് ടടോ എന്ന് പറഞ്ഞാൽ അലോക്കിന്റെ പൊട്ടിക്കലാണ്. സിനിമയിലൊന്നും ആ മ്യൂസിക് ഉണ്ടാവില്ല. സിനിമയിൽ തിരിണതിനൊക്കെ ഒരു കോലം മട്ടൊക്കെ ഉണ്ടാവും. സീരിയലിൽ അലോക്കിന്റെ മ്യൂസിക്കും കൊടുത്താലാണ് ഈ ചെങ്ങായി പ്രേതമായിരിയ തിരിയ. ഇത് മനുഷ്യന്റെ ഉള്ളിൽ കിടന്നിട്ട് പ്രോസസ്സിംഗ് നടക്കുന്നുണ്ട്. നിങ്ങൾ എന്താ മനസ്സിലാക്കിയത്? മ്യൂസിക്. പെൺകുട്ടികളെ നിങ്ങൾ മനസ്സിലാക്കി, മ്യൂസിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയോ, സ്പിരിറ്റ് മ്യൂസിക് ഉണ്ട്. എന്താ സ്പിരിറ്റ് മ്യൂസിക് എന്നറിയോ? നിങ്ങളുടെ ജീവിതത്തിൽ കേട്ടിട്ടുണ്ടാവില്ല, നമ്മളാരും കേൾക്കാതിരിക്കട്ടെ. കാരണം അതിന് ഒന്ന് ഡൗൺലോഡ് ചെയ്യാൻ 5000 റുപ്യ 10000 റുപ്യ കൊടുക്കണം ഒരു മ്യൂസിക് ഡൗൺലോഡ് ചെയ്യാൻ. അതെന്താ അങ്ങനെ നോക്കും? ഒരു കുട്ടി പിന്നെ ഇവിടെ നമ്മളെ ചേളാരിയുള്ള ഒരു കുട്ടി വിളിച്ചിട്ട് പറഞ്ഞു, സാറേ എനിക്കിപ്പോ നിങ്ങളെ കാണണമെന്ന്. ഞാൻ പറഞ്ഞു ഇപ്പൊ കാണാൻ പറ്റൂല, എന്തായാലും വൈകുന്നേരം ആയിട്ടുണ്ട്, എനിക്ക് എന്റെ പെരയിൽ പോകണം എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു ഞാൻ ബിടെക്കിന് പഠിക്കാണ്, ഫൈനൽ ഇയർ ആണ്, കോഴിക്കോടാണ് പഠിക്കുന്നത്, എനിക്ക് ഇന്ന് നിങ്ങളെ കാണണം, നമുക്ക് മടങ്ങിയില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കാണാൻ കഴിയൂല, നാളെ ഈ പോരെന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു സാറേ അങ്ങനെ പറഞ്ഞാൽ പറ്റൂല എന്നൊക്കെ പറഞ്ഞു. കെഞ്ചിയപ്പോ ഞാൻ വരാൻ പറഞ്ഞു. നമ്മളെ ഓഫീസിൽ നമ്മളെ ബുഡ്കോ മുത്തുണ്ടായിരുന്നു കൂടെ. അങ്ങനെ വന്ന സമയത്ത് ഞങ്ങളിൽ ആരാ സുലൈമാൻ സാറിന് നമുക്കൊരു കൺഫ്യൂഷൻ. കാരണം എന്താന്ന് പറഞ്ഞാൽ മുമ്പ് കണ്ടിട്ടില്ല, എവിടുന്നോ കേട്ടതാണ്. ഞാൻ വന്ന് സുലൈമാൻ സാർ ആരാന്ന് ചോദിച്ചു. അപ്പൊ ഞാനാന്ന് പറഞ്ഞു, അവനൊരു തരം നമ്മളെ നാടൻ ഭാഷയിൽ പറഞ്ഞൊരു വെർലി എന്നൊക്കെ പറയില്ലേ, ഒരു തരം വൈബ്രേഷൻ. അങ്ങനെ വന്നിരുന്നു. എന്നിട്ട് അവൻ പറഞ്ഞു സാറിനും നേരല്ലേ എനിക്കും നേരല്ലേ, അതുകൊണ്ട് ഞാൻ വേഗം കാര്യം പറയാം. എന്നിട്ട് തുടങ്ങുകയാണ്, ഞാൻ നന്നായി മദ്യപിക്കും സാറേ, ഞാൻ നന്നായി മയക്കുമരുന്ന് ഉപയോഗിക്കും. അപ്പൊ ഈ കുറുന്തോട്ടിക്ക് വാദം പിടിക്കാൻ പാടില്ലല്ലോ. ഇത് കേട്ടേക്കാണ് ഞാൻ പേടിച്ച പിന്നെ ഓനും പേടിക്കൽ തുടങ്ങും. നമ്മളിത് പെരും കുടിയാന്റെ മാതിരി ഇങ്ങനെ ഇരുന്നു കൊടുക്കണോ ഇതൊക്കെ പറയുമ്പോ, കാരണം കൗൺസിലർ ആയിപ്പോയി, അതാണ് ആകെ പ്രശ്നം. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ അവനോട് ഞാൻ ചോദിച്ചു ഏതൊക്കെയാണ് ഈ ഉപയോഗിക്കലെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു മരിജുവാൻ ഉപയോഗിക്കും, കത്തടിന് ഉപയോഗിക്കാറുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു എങ്ങനെയാണ് നീ ഇതിൽപ്പെട്ടത്? ആ സമയത്ത് പറഞ്ഞു ആദ്യമായിട്ട് ഞാൻ കോളേജിൽ പോയ സമയത്ത് വെൽക്കം പാർട്ടി. ഇപ്പൊ കോളേജിലൊക്കെ റാഗിങ് കുറവാ, വെൽക്കം പാർട്ടിയാണ്. വെൽക്കം പാർട്ടി അപ്പൊ റാഗിങ്. ഇപ്പൊ ബന്ധില്ല, ഹർത്താലുള്ളൂ. ഹർത്താൽ പിന്നാണ്ട് ബന്ധാക്കലാണ്, അതാണ് പരിപാടി. അങ്ങനെ വെൽക്കം പാർട്ടി പിന്നെ അങ്ങോട്ട് ഇതാക്കലാണ്. വെൽക്കം പാർട്ടിക്ക് അങ്ങനെ ആദ്യം സാറന്മാരൊക്കെ ഉണ്ടാവും വെൽക്കൊക്കെ ചെയ്യാൻ. അത് കഴിഞ്ഞാൽ ഇവിടെ പിന്നെ അലമ്പാവും എന്ന് വിചാരിച്ചിട്ട് സാറന്മാരൊക്കെ പോകും. ആർട്സിലൊക്കെ നടക്കണായിട്ട് തന്നെ ആർട്സിലെ ഉദ്ഘാടനത്തിനല്ല സാറന്മാരുണ്ടാവുള്ളൂ. പിന്നെ അത്രയും കോലം കെട്ടി നടക്കണ മാഷന്മാരെ നിങ്ങളെ കൂടെ ഡാൻസ് ആടാണ്ടാവുള്ളൂ. ഒരു വൃത്തികെട്ട അധ്യാപകരുണ്ടാവും, അങ്ങനെ ഡാൻസിന്റെ കൂടെ ഒക്കെ ആടിക്കൊണ്ട് നടക്കുന്ന അധ്യാപകർ, ഒരു റോൾ മോഡലും ഇല്ലാത്ത അധ്യാപകർ. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ഇവരൊക്കെ പാടെ
എന്നെ കൊണ്ടുപോയി എന്നിട്ട് പാർട്ടിക്ക് ഇതാക്കി എന്നിട്ട് എനിക്കൊരു മ്യൂസിക് കേൾപ്പിച്ചു സ്വന്തമായിട്ട്. ആ മ്യൂസിക് പോലെ ഞാൻ ഒരു മ്യൂസിക് ഇതുവരെ കേട്ടിട്ടില്ല. ഞാൻ ആകെ പേടിച്ചുപോയി. സാർ, ഇതെന്തൊരു രസമാണ് എന്ന് ഞാനിങ്ങനെ ആഗ്രഹിച്ചു. അങ്ങനെ എനിക്കത് ഡൗൺലോഡ് ചെയ്ത് തരാൻ പറഞ്ഞപ്പോ വേഗം ഡൗൺലോഡ് ചെയ്യലാണല്ലോ, ഒന്ന് ചെയ്തു തരാൻ പറഞ്ഞപ്പോ പറഞ്ഞു പറ്റൂല, 5000 റുപ്യ വേണം. ഈ മ്യൂസിക് ഇങ്ങോട്ട് ഡൗൺലോഡ് ചെയ്തേക്ക് 5000 റുപ്യ. സ്പിരിറ്റ് മ്യൂസിക് എന്ന് പറഞ്ഞാൽ ആ മ്യൂസിക് കേട്ടാൽ ലഹരി പിടിക്കും. അതാണ് സ്പിരിറ്റ് മ്യൂസിക്. മ്യൂസിക് അതാണ്. അങ്ങനെ എന്നിട്ട് ആ പയ്യൻ പറഞ്ഞു ഇതിന്റെ ബാക്കി കേൾക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ആഗ്രഹമായി. അങ്ങനെ അവരെ ഞാൻ ഫോളോ ചെയ്തു. അങ്ങനെ എന്നോട് പറഞ്ഞു ഇങ്ങോട്ട് കടപ്പുറത്തേക്ക് വാ. കോഴിക്കോട് കടപ്പുറം, ഉഗാണ്ട കടപ്പുറമല്ല പറഞ്ഞത്, കോഴിക്കോട് കടപ്പുറത്തേക്ക് വരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ചെന്നു. കുറെ നേരം വർത്താനം പറഞ്ഞിരുന്നിട്ട് എന്നോട് പറഞ്ഞു നാക്ക് നീട്ടു എന്ന് പറഞ്ഞു, കണ്ണടച്ചു എന്ന് പറഞ്ഞു. ഞാൻ എന്റെ സീനിയർ സ്റ്റുഡന്റ് അല്ലേന്ന് വിചാരിച്ചിട്ട്, സ്റ്റുഡൻസ് അല്ലേന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ കണ്ണടച്ചു, നാക്ക് നീട്ടി കൊടുത്തു. അപ്പൊ എന്തോ എന്റെ നാക്കിൽ വെച്ചു വന്നു. ഒരു ഗ്ലൂക്കോസ് പൊടി വെച്ചതുപോലെയാണ് എനിക്ക് തോന്നിയത്. അതിനുശേഷം ഇങ്ങനെ മോശമായ കാഴ്ചകൾ ഞാൻ കാണാൻ തുടങ്ങി, സിനിമയേക്കാൾ വ്യക്തമായ ചിത്രത്തിൽ. അങ്ങനെ പിന്നീട് എന്നും അത് എനിക്ക് ഉപയോഗിക്കണമെന്ന് തോന്നി. അത് ഉപയോഗിക്കണമെങ്കിൽ 880 രൂപ വേണം ഡെയിലി ഉപയോഗിക്കാൻ. അങ്ങനെ എന്റെ അടുത്ത് പൈസ ഇല്ല. കുറെ ഞാൻ വാപ്പാനോട് അയച്ചു തരാൻ പറഞ്ഞു. അങ്ങനെ സെമ്മിന് കൂടുതലാണ്, ഇതിന് സെമ്മിന് കൂടുതലാന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം ഞാൻ എന്ത് ചെയ്തു എന്നാൽ കുടുംബങ്ങളിൽ കറങ്ങാൻ തുടങ്ങി. കുടുംബങ്ങളിൽ എളിമാന്റെ വീട്ടിൽ പോകും, മൂത്തമ്മാന്റെ വീട്ടിൽ പോകും. എവിടൊക്കെ എന്നെ വിശ്വാസമാണ്, ഞാനൊരു വിദ്യാർത്ഥിയാണ് എന്നുള്ള നിലയ്ക്ക് വിശ്വാസമാണ്. അവിടെ പോയിട്ട് കുട്ടികളുടെ ചെയിനൊക്കെ ഞാൻ പൊട്ടിക്കും. അതായത് ചിലപ്പോ അമ്മായിയുടെ ചെയിനൊക്കെ ഞാൻ പൊക്കിക്കൊണ്ടുവരും. പക്ഷെ അവരാരും എന്നെ സംശയിക്കൂല. ഞാൻ വീട്ടിൽ അതുവരേക്കും ഏറ്റവും നല്ല കുട്ടിയായിരുന്നു. ഇവൻ എങ്ങനെ അങ്ങോട്ട് എത്തിയത്? നമ്മൾ വിചാരിക്കും നമ്മളെ കുട്ടികളൊക്കെ വളരെ പെർഫെക്റ്റ് ആണെന്ന്. പക്ഷെ മാഹോൽ, അന്തരീക്ഷം വളരെ മോശമാണ്, വളരെ മോശമാണ്. ഒരു റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു സ്ഥാപനത്തിൽ പോയി ഇവനാ പറഞ്ഞത് എന്നിട്ട് ഈ മ്യൂസിക്കിനെ പറ്റിയിട്ട് ഇങ്ങനൊരു മ്യൂസിക് ഉണ്ട്, അതിന്റെ ബ്രാൻഡ് നെയിം ഒക്കെ പറഞ്ഞു തന്നു, അത് എവിടുന്നാ കിട്ടുകയെന്നൊക്കെ പറഞ്ഞു തന്നു. ഇത് നമ്മൾ പഠിച്ചു വെക്കണം. അപ്പൊ ഇത് ഞാൻ വലിയ സംഭവമായിട്ട് കേരളത്തിലെ വളരെ പ്രശസ്തമായിട്ടുള്ള ഈ ഭാഗത്തേക്കുള്ള ഒരു കോളേജിൽ പോയി പറഞ്ഞപ്പോ കുട്ടികൾക്കൊക്കെ അതറിയാം. നമ്മൾ പുതിയ ഇൻഫർമേഷൻ ആയിട്ട് കൊടുത്തതാ. അപ്പൊ നമ്മളാ കാര്യത്തിൽ ബാക്കില് ഈ മ്യൂസിക് കുട്ടിയൊക്കെ അറിയാം. എന്നിട്ട് അവരവിടെ ഇവിടെ നിന്നിട്ട് എന്തെങ്കിലുമൊക്കെ ആംഗ്യം കാണിക്കുമ്പോഴേക്ക് അതിന്റെ പിന്നാലെ പോകുന്ന കുറെ പെൺകുട്ടികൾ, എവിടെങ്കിലും നിന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് കാട്ടിക്കൂട്ടി ബൈക്കുമ്മൽ വന്നിട്ട് 2 ഓൺ അടിക്കുമ്പോഴത്തിന് അതിന്റെ പിന്നാലെ പോകുന്ന കുറെ പെൺകുട്ടികൾ. എത്ര വൃത്തികെട്ട ലോകം! ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, അങ്ങനെ വളരെ മോശമായ രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിങ്ങനൊന്നും തുറന്നു പറയേണ്ടതല്ല, പക്ഷെ നടക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്. കഴിഞ്ഞ മാസത്തിൽ ഞാൻ 3 കൗൺസിലിംഗ് നടത്തി. പക്ഷെ അതിന്റെ റിസൾട്ട് ഇവിടെ തുറന്നു പറയാൻ പറ്റില്ല. ഞാൻ വേണമെങ്കിൽ ഇവർക്ക് രഹസ്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ, ടീച്ചർ വേണമെങ്കിൽ നിങ്ങളോട് പറയും. എനിക്ക് ഇവിടെ നിന്ന് പറയാൻ മോശമുണ്ട്. 11 വയസ്സ് 11ാം ക്ലാസ്സിൽ പഠിക്കുന്ന, 12ാം ക്ലാസ്സിൽ പഠിക്കുന്ന, +1നും +2നും പഠിക്കുന്ന 3 കുട്ടികൾ നമ്മുടെ ഈ പരിസരത്ത് 3 പേരും, ഞാൻ എന്റെ എല്ലാ രീതിയിലുള്ള വേദനകളും നിങ്ങളോട് പങ്കുവെക്കുകയാണ്, ഗർഭിണികളാണ്. +1നും +2നും പഠിക്കുന്ന കുട്ടികൾ. ഏറ്റവും വലിയ വില്ലത്തരം എന്ന് പറഞ്ഞാൽ അത് മൊബൈൽ ഫോണാണ്. അതിലൊരു കുട്ടി കരഞ്ഞോണ്ട് പറഞ്ഞത്, സാർ ഒരു മാസത്തിൽ നടന്ന സംഭവം പറഞ്ഞു. ഈ കഴിഞ്ഞ മാസത്തിൽ, അതാ ഞാൻ പറഞ്ഞ എന്റെ എക്സ്പീരിയൻസ് ഞാൻ നിങ്ങളോട് പങ്കുവെക്കും. നിങ്ങൾ എന്ത് വിചാരിച്ചാലും വേണ്ടിയില്ല, ഇങ്ങനെയാണ് പെൺകുട്ടികളുടെ പോക്ക്. ആ രീതിയിൽ ഇവര് മൊബൈലിൽ വിളിക്കും. രാത്രി മൊബൈലിൽ വിളിച്ചിട്ട് ഇങ്ങനെ സംസാരിക്കും. രാത്രി 3 മണി വരെ സംസാരിക്കും. ഒപ്പം പഠിക്കുന്ന കുട്ടികൾ. എന്നിട്ട് രാത്രിയിൽ ഇവര് വരാൻ പറയാണ്. ആ കുട്ടി പറഞ്ഞ വാക്കെന്താണെന്നറിയോ? സാർ, രാത്രി 3 മണിക്ക് വിളിച്ചിട്ട് ഞാൻ വരട്ടെ എന്ന് ചോദിക്കുമ്പോൾ നോ പറയാൻ ഞങ്ങൾക്ക് സാധിക്കുന്നില്ല. കുറച്ച് തന്റെ ഉള്ള ഒരു കുട്ടി പറഞ്ഞത് അതാണ്. ഇതാണ് ഇന്നത്തെ അവസ്ഥ. ഈ പുത്തനത്താണി ഗൈഡ് കോളേജിന്റെ ഓഫീസിൽ വെച്ചിട്ട് കൗൺസിലിംഗ് ചെയ്ത കുട്ടികളുടെ കഥയാണ് ഈ പറഞ്ഞത്. നമ്മളെ കോളേജിൽ പഠിക്കുന്ന കുട്ടികളെ കഥയല്ല. അവിടെ കുറെ കൗൺസിലിംഗിന് കുറെ ഭാഗത്തുനിന്നും ആൾക്കാർ വരാറുണ്ട്. ഇതാണ് ഇന്നത്തെ ലോകം. ഈ ലോകത്തിലൂടെ നമ്മൾ സംവദിച്ചുകൊണ്ടിരിക്കുന്നത്, നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ലോകത്തിൽ നിന്ന് നമുക്ക് എന്താ ഇങ്ങോട്ട് കിട്ടാനുള്ളത്? അങ്ങോട്ട് കൊടുക്കലല്ലാതെ. അങ്ങോട്ട് കൊടുക്കണം. ഒരു സ്ഥാപനത്തിൽ പോയപ്പോ, ഈ ചുറ്റുഭാഗത്ത് ഏറ്റവും റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയപ്പോ 176 മൊബൈൽ അവിടുന്ന് കിട്ടിയെന്നാ പറഞ്ഞ. പെൺകുട്ടികളെ സ്പെഷ്യൽ റെയ്ഡ് നടത്തിയപ്പോ അവരുടെ മൊബൈലിൽ നിന്ന്, ഇതിൽ നിന്ന്, ബാഗിൽ നിന്ന് 176 മൊബൈൽ കിട്ടിയെന്ന്. എന്നിട്ട് ആ മേലാധികാരി നമ്മളോട് പറയാണ്, സാർ അതിലെ ഏറ്റവും വലിയ സങ്കടം എന്താന്ന് ചോദിച്ചാൽ, എന്നോട് പറഞ്ഞു പെൺകുട്ടികൾക്ക് മാത്രമായിട്ട് നിങ്ങളൊരു ക്ലാസ് എടുത്ത് കൊടുക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇപ്പൊ എനിക്ക് നേരെ ഒരു പരിപാടിക്ക് പോയതായിരുന്നു, ഞാൻ പിന്നീട് വരാൻ പറഞ്ഞപ്പോ മുമ്പ് സങ്കട കഥ പറയാണ്. സാർ, ആ 176-ൽ ബഹുഭൂരിപക്ഷം കുട്ടികൾക്കും വീട്ടിൽ നിന്ന് മൊബൈൽ വാങ്ങിക്കൊടുത്തിട്ടില്ല. ബഹുഭൂരിപക്ഷം കുട്ടികൾക്കും ആരോ വാങ്ങിക്കൊടുത്തതാണ്. രഹസ്യമായ വിളികളുമാണ്. ഇങ്ങനെയുള്ള സ്ഥാപനത്തിലൂടെയാണ് നമ്മളും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ മാതൃകയാകേണ്ടവരാ നമ്മള്. വളരെ മോശമായ ലോകത്തിലൂടെ ഈ ചുറ്റുവട്ടങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത്
നമ്മളെന്ന കുറുന്തോട്ടിക്ക് കൂടി വാദം പിടിച്ചു കഴിഞ്ഞാൽ ഈ ഉമ്മത്താകെ നശിച്ചു പോകും. നമ്മളാകെ ജീർണതയിലായി പോകും, ഭയങ്കരമായ ജീർണതയിൽ. ഗൾഫ് കുടുംബങ്ങളുടെ കഥകൾ അത് പറയണ്ട, വിദ്യാർത്ഥികളുടെ കഥകൾ അത് അതിലേറപ്പുറം. ഇങ്ങനെ കുറെ സംഭവങ്ങൾക്ക് നടുവിലൂടെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എങ്ങനെ നമുക്ക് മാതൃകയാകാം? ചില കാര്യങ്ങളൊന്നും പറയാൻ പറ്റൂല. കൗൺസിലിംഗിന്റെ കാര്യങ്ങളെല്ലാം തുറന്നു പറയാനും പറ്റൂല. എല്ലാം നിങ്ങളെ പോലത്തെ പെൺകുട്ടികൾ എന്നാ വരുന്നത്. സങ്കടം കൊണ്ട് പറയാം നിങ്ങളോട്, നിങ്ങളല്ലേ മാതൃകയാകേണ്ടവർ. കുറച്ചൊക്കെ ഇസ്ലാമിന്റെ രീതിയിൽ നടക്കുകയും അതിനെപ്പറ്റി ചിന്തിക്കുകയും അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കണമെന്ന് നിർബന്ധ ബുദ്ധി പിടിക്കുകയും ഇങ്ങനെ ചെയ്യണമെന്ന് ഉമ്മത്താ നമ്മള്. എന്നിട്ട് നമുക്ക് തന്നെ ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ എന്തായിരിക്കും ദുരന്തം? ഈ പറയുന്ന പയ്യന്, ചേളാരി പയ്യനുണ്ടായത് അവന്റെ കൂട്ടുകാരിൽ നിന്നാണെങ്കിൽ, നമ്മളോടൊരു വലിയൊരു ചിന്തകൻ പറഞ്ഞു, ഞങ്ങളെ ഹൈന്ദവ കുട്ടികൾക്ക് ഇത്ര പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല, അവർക്ക് കുറച്ചൊക്കെ അച്ചടക്കം ഉണ്ടായിരുന്നു. ഞാൻ ഇവിടെ ഉള്ളിൽ നമ്മളോട് പറയാൻ പറ്റുള്ളൂ. ഇനി ഞങ്ങളുടെ ഏതെങ്കിലും പെൺകുട്ടിക്ക് എന്തെങ്കിലും ഒരു കുഴപ്പം കണ്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പഠനം നടത്തുന്നത് അവരുടെ കൂട്ടുകാരികൾ ആരാണ് എന്നുള്ളതാണ്. ഞങ്ങൾ പഠിക്കുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാകുന്നത് അവളുടെ 3 കൂട്ടുകാരികൾ മുസ്ലിങ്ങളായിരിക്കുന്നതാണ്. ഈ വേദനകൾ കേൾക്കണോ നമ്മൾ? ഒരു ഹൈന്ദവ കുട്ടി എന്തെങ്കിലും മോശമായി പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണം വരെ നമുക്ക് ചാർത്തുന്നത് അത് സത്യമാണ്. ഒരു ഹൈന്ദവ പെൺകുട്ടി എങ്ങോട്ടെങ്കിലൊക്കെ ഒന്ന് വ്യതിചലിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഓളെ 3 കൂട്ടുകാരിയോട് വിലയിരിക്കും. വില മന്ത്രണങ്ങൾ അതാണ്. ഇവര് ക്ലാസ് ഇന്റലക്ച്വൽ ആയിട്ടുള്ള ചർച്ചകളൊന്നും നടത്തുന്നില്ലല്ലോ. പെൺകുട്ടികളെവിടെ ഇന്റലക്ച്വൽ ആയിട്ടുള്ള ചർച്ചകൾ നടത്തുന്നത്? ഒരാൾക്ക് ഇന്റലക്ച്വൽ ചർച്ചകളും ഡിബേറ്റുകളും ഭയങ്കരമായിട്ടുള്ള സംവാദങ്ങളും ഭയങ്കരമായിട്ട് ഇൽമിയായിട്ടുള്ള മുത്താലകളും തഹ്കീക്കുകളും ഒക്കെ ഉണ്ടാകുമ്പോൾ ഇതിനൊന്നും നേരം കിട്ടൂല. പഴയ ആൾക്കാർ പറയാറുണ്ട്, ഉണ്ടിരിക്കണം ആപ്പിൾക്ക് ഒരു ഗുളിയോ നീന്ന്. അതാണ് നമുക്കൊക്കെ ഉള്ള കുഴപ്പം. ഉണ്ടിരിക്കണം ആപ്പിൾക്ക് ഒരു ഗുളിയോ നീന്നാ പറയാ. ഉണ്ടിരിക്കണം ആപ്പിൾക്കേ വിളി തോന്നുള്ളൂ. അതായത് ഒരു പണിയില്ല, ഉണ്ടിങ്ങനെ ഇരിക്കുകയാണ്, അപ്പോഴാണ് ഒരു വിളി വരിക. ഉണ്ടിരിക്കുന്ന മാപ്പിളക്കൊരു വിളി തോന്നിയതാണ്. പണിയൊന്നുമില്ല, അപ്പോഴാണ് മോശത്തരത്തിലേക്ക് പോകാൻ വേണ്ടി തോന്നുക. ഈ രീതിയിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് നമ്മൾ ഇസ്ലാമിക രീതിയിലും മനഃശാസ്ത്രപരമായ അപഗ്രഥനത്തിലും നമ്മൾ നമ്മുടെ കുട്ടികളെ വാർത്തെടുക്കേണ്ടത്, നമ്മളൊക്കെ തന്നെയും വാർത്തെടുക്കേണ്ടത് നമ്മളെ തന്നെ സ്വന്തം. നമുക്ക് എവിടെയാ പ്രശ്നം വരുന്നതെന്നറിയോ? ഇനിയെങ്കിലും നിങ്ങളത് തിരിച്ചറിയണം. പ്രശ്നങ്ങൾ ആദ്യം വരുന്നത് നമ്മളൊക്കെ ജനിച്ച ഉടനെ തന്നെ, അല്ലെങ്കിൽ ഇനി നമുക്ക് ജനിക്കാനിരിക്കുന്ന കുട്ടികളൊക്കെ തന്നെ ജനിക്കുമ്പോൾ പൂക്കളെ പോലെയാണ്. എല്ലാവരും ജസ്റ്റ് ലൈക്ക് ഫ്ലവേഴ്സ്, പൂക്കളെ പോലെ. അതിന് പൗഡർ ഇട്ട് കൊടുക്കാൻ ആളുണ്ടാവും, അതിന് കൺമശ എഴുതി കൊടുക്കാൻ ആളുണ്ടാവും, ആ കുട്ടിനെ ഇങ്ങനെ മലത്തിക്കിടത്തി കൊണ്ടടക്കാൻ എളിയുമുണ്ടാവും, മൂത്താപ്പുണ്ടാവും, മൂത്തമ്മ ഉണ്ടാവും. എല്ലാവരും ഭയങ്കര ഓമനിക്കലും താലോലിക്കലും. അങ്ങനെ ഒരു കാലഘട്ടം ഇങ്ങനെ കഴിഞ്ഞു പോകും, ഫ്ലവർ പീരീഡ്. രണ്ടാമത്തെ പീരീഡ് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് കിങ് പീരീഡാണ്. കിങ് പീരീഡ് അല്ലെങ്കിൽ ക്യൂൻ പീരീഡ്. പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ക്യൂൻ പീരീഡ്. 1.5 വയസ്സാകുമ്പോ അമ്മാനോട് പറയാണ്, എനിക്ക് നിങ്ങളെ മടി കയറി ഇരിക്കണം, അവന്മാരെ ആയിക്കോട്ടെ ഇരുന്നോ പറയും. കാരണം ഒന്നും പറയില്ല, കാരണം അത്രേ ആയിട്ടുള്ളൂ. അയാൾ ശരിക്കൊന്നും കൊണ്ട് വരൂല. വാക്കുകളൊന്നും കൊണ്ട് വരുന്നതിന് മുമ്പേ ഉപ്പാനോട് പറയാണ്, എനിക്കിപ്പോ പുറത്ത് കയറി ഇരിക്കണം എന്ന് പറഞ്ഞാൽ അപ്പൊ വാപ്പ കേട്ടിരുത്തും. കാരണം എന്താണ്? കിങ് ആണ് അല്ലെങ്കിൽ ക്യൂനാണ്. അത് കഴിഞ്ഞാൽ 3-ാം വയസ്സായുള്ള കോലം എന്താണെന്നറിയോ നിങ്ങള്? 3-ാമത്തെ വയസ്സായാൽ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് അത് തിരിയുള്ളൂ. ഉമ്മ ചോറൂറ്റാൻ വേണ്ടി ആണ്ട് പോവായിരിക്കും. അപ്പൊ നമ്മൾ വാതിക്ക് എങ്ങനെ തടഞ്ഞിക്കണേ, ഇങ്ങോട്ട് കടി പെണ്ണേ എന്ന് പറഞ്ഞാൽ പോവാ. അല്ലെ ഇങ്ങോട്ട് കിടക്ക, അങ്ങോട്ട് പോടക്ക, അങ്ങോട്ട് പോടക്കാന്ന് പറഞ്ഞാണ്ട് ആ രാജാവ് കാണാൻ കുറച്ച് കഴിഞ്ഞാൽ നേരെ തല കുത്തനെ ഏറ്റവും അടിയിലേക്ക് പോയ പ്രജയായി മാറണം. ഇവിടെയാണ് ഈ മനഃശാസ്ത്രപരമായ പ്രോസസ്സിംഗ് നടക്കുന്നത്. മനഃശാസ്ത്രപരമായ ഒരു അപഗ്രഥനം നടക്കുന്നത്. വെറും അടിമത്തത്തിലേക്ക് പോവാണ്. മക്കളെ എങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടത് എന്നറിയാത്ത രക്ഷിതാക്കളെ എങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടത് എന്നറിയാത്ത മക്കളും. ഇവർക്ക് രണ്ടുപേർക്കും ഇടയിൽ കിടന്നിട്ട് ഇങ്ങനെ കളിക്കാണ്. റൂഫ് ആൻഡ് റൂഫ് എന്ന് പറയുന്ന ഒരു മനഃശാസ്ത്രജ്ഞൻ അദ്ദേഹം ഒരു എലിയെ പിടിച്ചിട്ട് പരിശോധന നടത്തി. അതായത് ഒരു ദേഷ്യം വരുന്ന, എങ്ങനെ ദേഷ്യം എന്നറിയോ? ചൂടാകുമ്പോഴുള്ള ദേഷ്യമല്ല, ഒരു അസൂയ കൊണ്ടും ഒരു തരം മുഷിപ്പ് കൊണ്ടും ഒക്കെ ഒരു ദേഷ്യം വരുമല്ലോ. ആ സമയത്ത് മനുഷ്യന്റെ ഉള്ളിൽ ഇങ്ങനെ ഉണ്ടായി വരുന്ന ഒരു മഞ്ഞ ലാവ ഉണ്ട് എന്നാണ്. ഒരു മഞ്ഞ ലാവ ഞങ്ങൾക്ക് ജെൻഡർ സൈക്കോളജിയിൽ പഠിക്കാണ്ടായിരുന്നു. ആ സാധനം എടുത്തിട്ട് പരിശോധന നടത്തുകയാണ് ഇയാള്. റൂൾസ് ആൻഡ് റൂൾസ്. അതെടുത്തിട്ട് എലിയിലാലതൊക്കെ കുത്തിവെച്ച് കൊടുക്കുക. പന്നികളിലും എലികളിലും കുത്തിവെച്ച് കൊടുത്തിട്ട് നമുക്ക് പാരസിറ്റാമോൾ തരുന്നത്. അതിൽ 51 എലി പിന്നെ ജീവിച്ചിരിക്കുന്നുണ്ട്, 49 ചത്താൽ നമുക്ക് ഗുളിക തരും. നമ്മൾ മനസ്സിലാവുണ്ടോ? റേഷ്യോ നോക്കും. 100 എലികൾ അല്ലെങ്കിൽ 10 എലികൾ. ആ 10 എലികളിൽ 6 എലികൾ ജീവിക്കുകയും 4 എലികൾ ചത്തുപോയാൽ അത് മരുന്നായിട്ട് പ്രഖ്യാപിക്കും. അതിൽ 6 എലികളും ചത്തുപോയി 4 എലികൾ ജീവിച്ചിരിക്കണുള്ളൂ എന്നുണ്ടെങ്കിൽ മരുന്നല്ലാണ്ടാക്കുകയും ചെയ്യും. അതായത് പകുതി 50-50 ആയിട്ട് ഇങ്ങനെ കാര്യങ്ങൾ നിൽക്കുകയാണ്. അതിനൊരു എലിക്ക് കുത്തിവെച്ചു കൊടുത്തു ഈ ലാവ, ഈ മഞ്ഞ ദ്രാവകം. ഇതാണ്ട് കുത്തിവെച്ചു കൊടുത്ത ഉടനെ ആ എലി കിടന്ന് പാഞ്ഞു.
കേസ് സ്റ്റഡി ആയിട്ടുണ്ട്. അങ്ങനെ എന്നിട്ട് കിടന്ന് പാഞ്ഞ് 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 പിന്നെ അത് സ്വയം ഇങ്ങനെ നിലത്ത് തലയടിച്ചിട്ട് രക്തം പൊട്ടിയിട്ട് ആ എലി അവിടെ കിടന്ന് മരിച്ചു, ചത്തു അവിടെ കിടന്നിട്ട്. അതോടുകൂടി ഇറിറ്റേഷൻ ബാധിച്ചിട്ടുണ്ടെങ്കിൽ ആളുകൾക്ക് അസുഖം വരുന്ന അവസ്ഥയെ പറ്റിയിട്ടാണ് സൈക്കോളജി പറഞ്ഞത്. മാതാവ് എപ്പോഴും ഒരു ഇറിറ്റേറ്റീവ് പേഴ്സണാലിറ്റി ആണെന്നുണ്ടെങ്കിൽ ഈ കുട്ടിക്ക് ക്യാൻസർ വരെ വരാൻ അത് സാധ്യത ഉണ്ടെന്നാണ്. ക്യാൻസർ വരെ. പിതാവ് എപ്പോഴും ഭയങ്കരമായിട്ട് ഹീറ്റാക്കിയിട്ട് ആളുകളെ ഡിപ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കുട്ടിക്ക് ബ്ലഡ് ക്യാൻസറും മറ്റ് അസുഖങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. കാരണം ഇവിടെ ജെൻഡർ പ്രോസസിങ് നടക്കുകയാണ് എന്ന് പറഞ്ഞാൽ അവന്റെ ഉള്ളിൽ പല രീതിയിലുള്ള. അതേമാതിരി തന്നെ ഇപ്പൊ കുട്ടികൾക്കൊക്കെ കിഡ്നി അസുഖം. അപ്പൊ അങ്ങനെ പരിശോധന നടത്തിയ സമയത്ത് നോക്കിയത് എന്താണെന്നറിയോ? മാതാക്കൾ അടിക്കുന്നത് മുഴുവൻ പുറത്താണ്. ഭയങ്കര അടിയാ പുറത്തടിക്കണത്. എന്തിന്റെ പേരിൽ? ബാബ ബ്ലാക്ക് ഷീപ്പ് പഠിക്കാത്തതിന്റെ പേരിൽ, ബാബ ബ്ലാക്ക് ഷീപ്പ് പഠിപ്പിക്കാത്തതിന്റെ പേരിലാണ്. അല്ലെങ്കിൽ ABCDEFGHIJKLMNP എന്ന് പറയാൻ അറിയാത്തതിന്റെ പേരിലാണ്. അല്ലെങ്കിൽ ബ്രഷ് യുവർ ടീത്ത്, ബ്രഷ് ഓൺ എവരി ഡേ എന്ന് പറയാൻ സായിപ്പാണ് ആ പാട്ടുണ്ടാക്കിയത്. സായിപ്പാണെങ്കിലോ മാസത്തിൽ ഒരിക്കലേ പല്ലേക്കുള്ളൂ. നിങ്ങളൊക്കെ സായിപ്പിന്റെ കാര്യം പഠിച്ചിട്ടുള്ളൂ. നമ്മൾ കൊല്ലത്തിലെ 2 മാസമായിട്ട് നിങ്ങളെ കൂടെയാണ്, അതുകൊണ്ട് പറയാണ്. അവരുടെ ട്രാൻസ്ലേഷൻ ഇതിനൊക്കെ വേണ്ടിയിട്ട് എന്നിട്ട് നിങ്ങൾ ബ്രഷ് ചെയ്യൂല. ഇവര് ട്രൗസർ ഇട്ട് അത് നമുക്ക് ഫാഷൻ, അത് ബർമോഡാക്കി അതും നമുക്ക് ഫാഷൻ. ഓരെന്തായാലും കുഴപ്പമില്ല. അതുകൊണ്ട് പറയാണ്ട് ഓൾ ഇന്ത്യൻസ് ബിഹൈൻഡ് ദ ഇംഗ്ലീഷ്മെൻ, ഓൾ ഇംഗ്ലീഷ്മെൻ ബിഹൈൻഡ് ദ ഡോഗ്. എല്ലാ ഇന്ത്യക്കാരും ഇംഗ്ലീഷുകാർക്ക് പിന്നാലെയാണ്. ഇംഗ്ലീഷുകാരാകട്ടെ നായക്കുട്ടിക്ക് പിന്നാലെയാണ്. മോർണിംഗ് വാക്ക്, ഈവനിംഗ് വാക്ക് എന്ന് പറഞ്ഞിട്ട് നായനെ പിടിച്ചാണ്ട് അവര് നടക്കുക. അപ്പൊ നമ്മൾ ഇമാമിന്റെ ഇമാം ആരാന്നാണ് ചിന്തിച്ചാൽ മതി. അതങ്ങനെ തന്നെയല്ലേ. അതായത് ബ്രിട്ടീഷുകാരായിട്ടുള്ള ആൾക്കാർ കുട്ടികളെ കൊണ്ടുവരുന്ന നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇമാതിരി ടൂറിസ്റ്റുകളൊക്കെ അവിടെ വരുന്നുണ്ടല്ലേ, കുട്ടികളെ കൊണ്ടുവരുന്നുണ്ട്. ഡേ കെയർ സെന്റർ അത് നമ്മളും പഠിച്ചു. ഊട്ടിയിലെ പട്ടി വീട്ടിലും വീട്ടിലെ കുട്ടി പട്ടിയിലും എന്നുള്ള നമ്മളും ആക്കിയില്ലേ. വീട്ടിലെ കുട്ടീനെ ഊട്ടിയിലെ ഗുഡ്സപ്പേടിൽ കൊണ്ടേ ചേർക്കണം. അന്ന് ഊട്ടിയിൽ നിന്നൊരു പട്ടിനീറ്റ് വരേക്കൊണ്ട് വരും അവന്റെ ഓർമ്മക്ക്. ഇതാണ് മലയാളിയുടെ കൾച്ചർ. ഊട്ടിയിലെ പട്ടി വീട്ടിലും വീട്ടിയിലെ കുട്ടി ഊട്ടിയിലും. അങ്ങനെ അതിന് വലിയ വിദ്യാഭ്യാസം എന്ന് പേരും. സത്യത്തിൽ മാതാക്കളെ ഒപ്പം നിന്നിട്ട് 10 വയസ്സ് വരെ തിരിയാത്ത കുട്ടിക്ക് IQ എന്ന് പറഞ്ഞ സാധനം ഉണ്ടാകൂല. ശരിക്കും കേട്ടോളി, മനഃശാസ്ത്രപരമായ പ്രോസസിംഗ്. 10 വയസ്സ് വരെ മാതാക്കളുടെ കൂടെ നിന്ന് തിരിയാത്ത കുട്ടിക്ക് ഇന്റലിജന്റ് കോഷൻ എന്ന് പറയുന്ന ഒരു സാധനം, നമ്പർ 2 കൾച്ചറൽ കോഷൻ എന്ന് പറഞ്ഞ സാധനം, നമ്പർ 3 ഇമോഷണൽ കോഷൻ എന്ന് പറഞ്ഞ സാധനം, 3ഉം കട്ട് ചെയ്യും. എനിക്ക് കുറച്ച് ഭാഷ അറിയുന്നല്ല, അതൊരു കുന്തും അറിയില്ല. കൾച്ചറലി ഉണ്ടാകേണ്ട കുറെ സാധനങ്ങളുണ്ട്. ഉമ്മയുടെ കൾച്ചറാണ് അവനക്ക് ഉണ്ടാവുക. വാപ്പ എത്ര വലിയ ആളായിട്ടും കാര്യമില്ല. വാപ്പ എത്ര വലിയ ജീനിയസ് ആയി. അതിനൊരു ഉദാഹരണം പറഞ്ഞുതരാം. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പറ്റി എന്താ നിങ്ങളുടെ അഭിപ്രായം? അതിലും വലിയ വാപ്പാനെ കിട്ടുമോ? ആരാണ്? ഹസ്രത്ത് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഉലുൽ അസ്മിൽപ്പെട്ട പ്രവാചകൻ. 5 ആൾക്കാരെ സ്പെഷ്യലായിട്ട് തെരഞ്ഞെടുത്ത ഉലുൽ അസ്മി എന്ന് പ്രഖ്യാപിക്കുന്ന വിശുദ്ധ ഖുർആൻ. അതിൽപ്പെട്ട പ്രവാചകനാണ് ഹസ്രത്ത് നൂഹ്. അതിൽ ആദ്യത്തെ ആളാണ് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. പിന്നെയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വരുന്നത്. ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മകൻ കൻആൻ നരകത്തിലേക്കാണ്. എന്താ കാരണം എന്നറിയോ നിങ്ങൾക്ക്? ഖുർആന്റെ തഫ്സീർ എടുത്ത് പരിശോധിക്കും. ആ കുട്ടിക്ക് തർബിയത്തും തസ്കിയത്തും കൊടുത്തത് മാതാവാണ്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം 950 കൊല്ലം ദീനിന്റെ പ്രബോധനം ചെയ്ത പ്രവാചകനാണ്. 950 കൊല്ലം. ആ പ്രവാചകന്റെ മകൻ കൻആൻ നരകത്തിലേക്കാണ്. ഇമ്രഅത്ത് നൂഹും നരകത്തിലേക്കാണ്, നൂഹിന്റെ ഭാര്യയും. തഫ്സീർ എടുത്ത് പരിശോധിച്ചാൽ മനസ്സിലാകും ആ മകനെ മുഴുവൻ വളർത്തിക്കൊണ്ടുവന്നത് ഉമ്മയാണ്. യാ ബുനയ്യ ഇർകബ് മഅന, എന്നിലേക്ക് കേറ് മോനെ എന്ന് പിതാവ് ഭയങ്കര സങ്കടത്തോട് കൂടി വാപ്പ മകനോട് പറഞ്ഞപ്പോ യാ ബുനയ്യ, അറബി ഭാഷയിൽ യാ ബുനയ്യ എന്ന് പറഞ്ഞ പൊന്നാര മോനെ എന്നാണ് അർത്ഥം. എന്നിട്ട് ഇർകബ് മഅന, എന്നിലേക്ക് കേറ്, എന്റെ വാഹനത്തിൽ കേറ് എന്ന് പറഞ്ഞ സമയത്ത് മോൻ പറയാണ് ഞാൻ എവിടെയെങ്കിലും പോയി രക്ഷപ്പെട്ടോളാം, എനിക്ക് നിങ്ങളുടെ വാക്കൊന്നും കേൾക്കണ്ട. മാതാവാണ് കാരണം. ഇനി വേറൊരാളുടെ കഥ പറയാം. 2ാമത്തെ ഉലുൽ അസ്മിൽപ്പെട്ടിട്ടുള്ള പ്രവാചകനാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. പണ്ടാണ്ട് കൊണ്ടേറ്റിട്ട് പിന്നെ നല്ല പോലെ ചെല്ലുന്നത് അറക്കാൻ വേണ്ടിയിട്ടാണ്. അതങ്ങൾക്ക് അറിയാം, നീട്ടിപ്പരത്തി പറയേണ്ട ആവശ്യമില്ല. 2ാമത് ചെല്ലണത് എന്തിനാണ്? അയാൾക്കൊക്കെ ഒന്ന് പോയി നോക്കി വന്നിട്ടുണ്ട് എന്നല്ലാതെ കാര്യമായിട്ടൊരു ചെല്ലുന്നത് ചരിത്രത്തിൽ ഏതാണ്? അറുക്കാൻ വേണ്ടിയിട്ടാണ്. ആ അറുക്കാൻ വേണ്ടി ചെന്ന സമയത്ത് അറുക്കാനാണെന്നുള്ള കാര്യമൊക്കെ അറിയിച്ചപ്പോ വാപ്പ സാരില്ല, ഞാൻ ക്ഷമിക്കുന്നവരുടെ കൂട്ടത്തിലായിക്കൊള്ളാം, മാസ്വാബിരീൻ, ഞാൻ ക്ഷമിക്കുന്നവരോടൊപ്പമാണ്, ഞങ്ങൾ എങ്ങനെങ്കിലും കെടുത്തിക്കോളിൻ, ഞാൻ എങ്ങനെങ്കിലും അർത്തോളിൻ. ഈ കുട്ടി അഥവാ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം ഇങ്ങനെ പറയാനും കാരണം മാതാവ് ഹാജറ ബീബി റളിയല്ലാഹു തആല. മാതാവാണ്. ആ കുട്ടീനെ അതുവരെ വളർത്തുന്നത് മാതാവാണ്. നിങ്ങൾ ശരിക്കും പഠിക്കണം.
ഒരു പ്രവാചകന്റെ മകന്റെ കഥ അത്. കാരണം ഭാര്യ ശരിയല്ല. ഈ പ്രവാചകന്റെ കുട്ടിയുടെ കാര്യം അത് പ്രവാചകനാണ് ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം. കാരണം എന്താ? അള്ളാഹു തർത്തീബാക്കുകയാണ്. പക്ഷെ കാരണങ്ങൾ നിശ്ചയിച്ചത് സ്ത്രീയാണ്, ഉമ്മയെയാണ്. നിങ്ങൾക്കൊക്കെ അറിയാം, ഈ കേരളത്തിൽ വളരെ പ്രസിദ്ധനായിട്ടുള്ള ഒരു കൊലയാളി ഉണ്ടായിരുന്നു. ചുറ്റികൊണ്ട് ആളുടെ തലക്കടിച്ചു കൊല്ലുന്ന ആള് റിപ്പർ ചന്ദ്രൻ. ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ ഭയങ്കര പേടിയായിരുന്നു. ഞങ്ങളൊക്കെ പെരീക്ക് വരുമെന്ന് വരും. നിങ്ങളൊക്കെ ആയപ്പോത്തിന് മൂപ്പര് ഔട്ടായിപ്പോയി. റിപ്പർ ചന്ദ്രൻ, അത് ചുറ്റിക്കേറ്റ് ആള് കോളിംഗ് ബെല്ല് വന്ന് നിൽക്കുക, അല്ലെങ്കിൽ വിളിക്കുക, കൂച്ചൊക്കെ മാറി വിളിക്കുന്ന. ഭർത്താവിന്റെ കൂച്ച ആദ്യം ഫോണിലൂടെ മനസ്സിലാക്കി അതൊക്കെ അനുസരിച്ച് വിളിച്ചിട്ട് ഭാര്യ തുറക്കണ സമയത്ത് നിർന്തലക്ക് അറ്റടി ചുറ്റിക്കേറ്റ് ആളവിടെ കിടന്ന് മരിക്കും. ആഭരണമായിട്ടൊക്കെ മൂപ്പരാള് പോവാ. ഇങ്ങനെ ഒരു കഥാപാത്രം ഉണ്ടായിരുന്നു, റിപ്പർ ചന്ദ്രൻ, കേരളത്തില്. ഈ അടുത്തിടെ അയാൾ തൂക്കിക്കൊന്നു. നിങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടാവും പത്രത്തിൽ. തൂക്കിക്കൊല്ലല് നാളെ ആയിരുന്നെങ്കിൽ ഇന്ന് അദ്ദേഹം ആവശ്യപ്പെടുന്നുണ്ട്. അവസാനത്തെ ആഗ്രഹം എന്താന്ന് ചോദിക്കും. കോടതിയും ജയിലധികൃതരും അവിടെയുള്ള സ്പെഷ്യൽ കോർട്ടൊക്കെ പാടെ ബന്ധപ്പെട്ടിട്ട് ആ സമയത്ത് ഇദ്ദേഹം ആവശ്യപ്പെട്ടത് എനിക്ക് എന്റെ അമ്മയെ കാണണം എന്നാണ്. എനിക്ക് എന്റെ അമ്മയെ ഒന്ന് കാണണം. അപ്പൊ പാവം കോടതിക്കും കോടതിന്റെ വക്താക്കൾക്കും അതേപോലെ തന്നെ ഈ കാണുന്ന ആൾക്കാർക്കൊക്കെ ഒരു സങ്കടം തോന്നി, ജയിൽവാർഡന്മാർക്കൊക്കെ. അങ്ങനെ അമ്മയെ വിളിപ്പിച്ചു. അമ്മ വന്നു. വരാന്തയിൽ വെച്ചിട്ട് അമ്മയെ ഭയങ്കരമായിട്ട് ആലിംഗനം ചെയ്തു. ആര്? റിപ്പർ ചന്ദ്രൻ. കുറച്ചു നേരം ഇങ്ങനെ പോലീസുകാർ വളരെ സങ്കടകരമായ രംഗം നോക്കി നിൽക്കുമ്പോൾ ഈ മാതാവിന്റെ ഒരു അലർച്ചയാണ് പിന്നെ കേട്ടത്. എന്താ ഉണ്ടായെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ഈ അമ്മയുടെ വലത്തെ ചെവി കടിച്ചു മുറിച്ചു റിപ്പർ ചന്ദ്രൻ. ആ സമയത്ത് പോലീസുകാർ ഇടപെട്ടിട്ട് മാറ്റിയ സമയത്ത് ഈ റിപ്പർ ചന്ദ്രൻ ഉറച്ചു വിളിച്ചു പറഞ്ഞു, എന്നെ ഞാനാക്കിയത് ഈ തള്ളയാണ്. ചെറുപ്പത്തിൽ ഞാൻ മോഷ്ടിക്കുമ്പോൾ എന്നോട് വേണ്ട എന്ന് പറഞ്ഞില്ല. എന്നതിന് പ്രചോദനം തന്നത് ഈ തള്ളയാണ്. ഞാനായത് ഈ തള്ള കാരണമാണ്. ഇത് നമ്മളോട് ഓരോരുത്തരോടും നാളെ നമ്മുടെ മക്കൾ ചോദിക്കാതിരിക്കാനുള്ള സംഗമമാണ് ഇവിടെ നടക്കുന്നത്. ഒരു കുട്ടി എത്ര ചുരുങ്ങിയത് ഇങ്ങനെ ആലോചിച്ചാൽ മതി. ഒരു ചെറിയ കുട്ടിക്ക് ലീവ് ലെറ്റർ എഴുതി കൊടുക്കുകയാണ്. ഉമ്മമാന്റെ വരി കൊണ്ടുപോയിട്ടുണ്ടാവും. ഉമ്മാന്റെ വീട്ടിലേക്ക് ഞായറാഴ്ച ഏതായാലും ലീവ്. അപ്പൊ വെള്ളിയാഴ്ച വൈകുന്നേരം കൊണ്ടുപോയി, ശനിയാഴ്ച സ്കൂള് ലീവ്. അങ്ങനെ എഴുതി കൊടുക്കുക. തിങ്കളാഴ്ച രാവിലെ തന്നെ ഉമ്മക്ക് ഇപ്പൊ എഴുതാനൊക്കെ അറിയാലോ. പണ്ടത്തെ ഉമ്മാർക്ക് അതും അറിയില്ലായിരുന്നു. ഉമ്മക്ക് എഴുതാൻ തുടങ്ങിയപ്പോഴാണ് ആകെ കളവും തുടങ്ങിയത്. മറ്റേത് ഈ സംഭവം ഒന്നും ഉണ്ടായിരുന്നില്ല. അതായത് ഇങ്ങനെ, എന്റെ മകന് ഇന്നലെ പനിയും തലവേദനയുമായതിനാൽ ആകെ ഒരൊറ്റ കാരണം നമുക്ക് എഴുതാനറിയുള്ളൂ. ടീച്ചർ പറയട്ടെ, ആകെ ലീവ് ലെറ്റർ ഇങ്ങനെ വരുന്ന സമയത്ത് അതിലൊക്കെ കാണുന്നത് പനിയും തലവേദന. ഇംഗ്ലീഷ് മീഡിയം പഠിക്കുന്ന കുട്ടികൾക്കും അങ്ങനെ ആകെ പറയാനുള്ളത് ഹെഡേക്ക് ആൻഡ് ഫിയർ. 2 സാധനം എഴുതാനുള്ളൂ. വേറെ ലൈൻ എന്താ പറയാന്ന് അറിയില്ല. അതൊക്കെ തന്നെയാണ് കാരണം. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ അതൊക്കെ കണ്ട് എഴുതിയിട്ട് അങ്ങോട്ട് വിടും. ഈ കുട്ടി ഭാവിയിൽ കളവ് പറഞ്ഞില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. കുട്ടിക്ക് നമ്മൾ കളവ് പഠിപ്പിച്ചത് എന്താ? ഇത് ചെറുപ്പത്തിലെ ഉമ്മാന്റെ വീട്ടിൽ പോയതാണ്, അതൊന്നും ഉമ്മ മൈൻഡ് ചെയ്യാതെ പനിയും തലവേദന എന്ന് പറഞ്ഞില്ലേ എന്നായി പഠിക്കണത്. അങ്ങനെ കൊച്ചുകുട്ടികൾ അവിടുന്ന് പഠിച്ചു വരികയാണ്. അതുകൊണ്ട് തന്നെ ജനിക്കുന്ന സമയത്ത് ഈ കുട്ടിയെ നന്നായിട്ട് പരിലാളിക്കും. രണ്ടാമതായിട്ടുള്ള സ്റ്റേജ് ഏതാന്ന് വെച്ചാൽ അത് കിങ് അല്ലെങ്കിൽ ക്യൂൻ സ്റ്റേജ് ആണ്. ആ രീതിയിൽ പരിഗണിക്കും. മൂന്നാമതായിട്ട് തള്ളും, മൈൻഡ് ചെയ്യൂല. ആ മൈൻഡ് ചെയ്യാത്ത കൂട്ടത്തിൽ ഇവിടെ രക്ഷിതാക്കൾ ഉണ്ടെങ്കിൽ അവരോട് കൂടി പറഞ്ഞുകൊള്ളട്ടെ, ആ മൈൻഡ് ചെയ്യാത്ത കൂട്ടത്തിൽ ഭംഗിയില്ലാത്ത കുട്ടികളെ ഒന്നാണ്ട് നെഗ്ലക്ട് ചെയ്യും. പഠിക്കാത്ത കുട്ടികളൊന്നാണ്ട് നെഗ്ലക്ട് ചെയ്യും. നമ്മളെ കൂട്ടത്തിൽ ഏതെങ്കിലും 3 കുട്ടികളുണ്ട് നമ്മളെ കുട്ടികളെങ്കിൽ അതിൽ നന്നായിട്ട് പഠിക്കുന്നവരെ ഭയങ്കര ഒരു പ്രോത്സാഹനം. ഇവരെ കണ്ടു പഠിച്ചോളിങ്ങളൊക്കെ എന്ന് പറയും. ആ കണ്ടു പഠിച്ചോളി എന്നുള്ളതൊന്നും എവിടെയെത്തൂല. അങ്ങനെ ആ കുട്ടി നോവനുഭവിക്കും. അങ്ങനെ മൂന്നാമത്തെ സ്റ്റേജ് കഴിഞ്ഞു പോയാൽ പിന്നീട് ഫ്രണ്ട്ഷിപ്പാ വരേണ്ടത്. 4ാമതായിട്ട് വരേണ്ടത് ഫ്രണ്ട്ഷിപ്പാണ്. മാതാവും മകളും കൂടി ഫ്രണ്ടാകുന്ന ഒരു സമയമുണ്ട്. അത് 4ാമത്തെ സ്റ്റേജാണ്. ഉമ്മയും മകളും അല്ലെങ്കിൽ വാപ്പയും മകളും സുഹൃത്താകുന്ന ഒരു രംഗം വരാനുണ്ട്. എടാ നമ്മളവിടെ പോവല്ലേ, വാപ്പ മോനോട് ചോദിക്കും, ആ പോവാ വാപ്പ എന്ന് പറഞ്ഞുകൊണ്ടൊരു പോക്കുണ്ട്. ആ സമയത്ത് ആ കുട്ടിനെ അങ്ങനെ കിട്ടണം എന്നുണ്ടെങ്കിൽ 3ാമത്തെ സ്റ്റേജ് ശ്രദ്ധിക്കണം. ആ 3ാമത്തെ സ്റ്റേജിൽ നമുക്ക് എവിടേക്കെയോ ചില വിഘ്നങ്ങൾ വന്നിട്ടുണ്ട്, നമ്മുടെ മാതാക്കൾക്കൊക്കെ അറിയാത്തതിന്റെ പേരിൽ. അപ്പൊ ഇനി സെൽഫായിട്ട് നമ്മൾ ഈ കാര്യങ്ങളെ കൊണ്ടുവരണം. നമ്മൾ സ്വന്തം തന്നെ നമ്മളിൽ കൊണ്ടുവരണം. മാതാക്കളിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കണ്ട. കാരണം മാതാക്കൾ ഇമാതിരി കാര്യങ്ങളൊന്നും വല്ലാണ്ട് പഠിക്കാത്തവരാണ്. അത് നിങ്ങൾ അത്ര വകവെക്കണ്ട. കാരണം മാതാക്കൾ നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവരാണ്. പക്ഷെ പ്രകടിപ്പിക്കാൻ അറിഞ്ഞുകൂടാ. പ്രകടിപ്പിക്കാൻ അറിയില്ലാന്നേ ഉള്ളൂ. സ്നേഹമില്ല എന്നല്ല ഇതിന്റെ അർത്ഥം. പ്രകടിപ്പിക്കാൻ അറിഞ്ഞുകൂടാ. ഇനി നമ്മളെന്താ ചെയ്യേണ്ടത്? നമ്മളെ സെൽഫിലേക്ക് കൊണ്ടുവരണം. അതിന് 2 വഴിയാണുള്ളത്. ഒന്ന് ചൂസ്ഡ് ചേഞ്ച്, മറ്റൊന്ന് ഇമ്പോസ്ഡ് ചേഞ്ച്. ചൂസ്ഡ് ചേഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വയം തെരഞ്ഞെടുത്ത മാറ്റം. ഇമ്പോസ്ഡ് ചേഞ്ച് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ പറഞ്ഞിട്ട് മാറ്റിക്കുന്ന മാറ്റം. ആ പറഞ്ഞിട്ട് മാറ്റിക്കുന്ന മാറ്റം എവിടെ എത്തൂല. ഓൾ ഓഫ് യു സ്റ്റാൻഡ് അപ്പ്.
വലിയ ആൾക്കാരൊക്കെ അവിടെ ഇരുന്നോളി, കുട്ടികളൊക്കെ എഴുന്നേറ്റിട്ടൊന്നിരുന്നോളി. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് തിരിഞ്ഞിരുന്നാൽ നന്നാവും. ശരി, ഇരുന്നോളി. 3 വയസ്സായ ഒരു കുട്ടി വീട്ടിന്റെ മുറ്റത്തേക്ക് ഇറങ്ങി കളിച്ചോണ്ടിരിക്കുകയാണ്. കുറച്ചു നേരം ഇങ്ങനെ കളിച്ചിട്ട് അകത്തേക്ക് ഓടി. അമ്മ നിങ്ങളെവിടെയെന്ന് വെച്ചു. അവൻ പറഞ്ഞു ഞാൻ ഉണ്ട് ഇവിടെ മോളെ എന്ന് പറഞ്ഞ, ഇപ്പൊ മോളെ മോനെ ഒന്നും വിളിക്കലില്ല, എന്നാലും വേണ്ടില്ല ഞാൻ ഉണ്ട് ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു സമാധാനമാണ്. ആ കുട്ടിക്കൊരു സമാധാനം. അടുത്ത പള്ളിന്നാ വാങ്ക്. അറിഞ്ഞോ? 3 വയസ്സായ ഒരു കുട്ടി പിന്നെ മുറ്റത്തൊക്കെ ഇങ്ങനെ കളിച്ചോണ്ടിരുന്ന ഇങ്ങനെ അകത്തേക്ക് വന്നു. ഉമ്മ നിങ്ങളെവിടെ എന്ന് ചോദിച്ചു. ആ സമയത്ത് ഉമ്മ പറയാണ് ഞാൻ ഇവിടെ ഉണ്ട് മോളെ എന്ന് പറഞ്ഞാൽ ഒരു സമാധാനമാണ്. കാരണം 3 വയസ്സായ കുട്ടി നിർബന്ധമായിട്ടും ചോദിക്കണം ഉമ്മ നിങ്ങളെവിടെ, ഇടക്കിടക്ക് ചോദിക്കണം. ഇല്ലെങ്കിൽ ആ കുട്ടിക്ക് എന്തോ ഒരു കുഴപ്പമുണ്ട്. 3 വയസ്സായ കുട്ടി ഇടക്ക് ഉമ്മയെ ചോദിച്ചില്ലെങ്കിൽ ആ കുട്ടിക്ക് എന്തോ ഒരു കുഴപ്പമുണ്ട് എന്നാ മനഃശാസ്ത്രം പറഞ്ഞത്. കാരണം ഇടക്കിടക്ക് ചോദിച്ചുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ 2 വയസ്സായ കുട്ടിക്ക് 20 വയസ്സായി. അങ്ങനെ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ട് ഇങ്ങനെ കുറച്ചേരൊക്കെ ഇങ്ങനെ ചെടിയൊക്കെ ഇങ്ങനെ നനച്ചു. വീട്ടിന്റെ അകത്തേക്ക് ഓടി ഇങ്ങോട്ട് വന്നു. ഉമ്മ നിങ്ങൾ എവിടെയെന്ന് ചോദിച്ചു. ഞാൻ ഇവിടെ ഉണ്ട്. ഒക്കെ സമാധാനായി എന്ന് പറഞ്ഞ ആ കുട്ടിക്ക് എന്തോ ഒരു കുഴപ്പമുണ്ട്. 2 വയസ്സിൽ ചോദിച്ചില്ലെങ്കിലാണ് കുഴപ്പം, 20 വയസ്സാകുമ്പോൾ ചോദിച്ചാലാണ് കുഴപ്പം. കാരണം ഒരു ബേജാറോട് കൂടിയിട്ട് നിങ്ങൾ എവിടെയെന്ന്. ഇതൊരു ബുദ്ധിമാന്യായിട്ടാണ് കരുതുക ആ കുട്ടിയുടെ. ഈ ഒരു അവസ്ഥ തന്നെയാണ് ഏതാണ്ട് നമ്മളുടെ അവസ്ഥയും. ഉമ്മ 5-ാം വയസ്സിൽ വിളിച്ചുണർത്തൽ തുടങ്ങിയതാണ്. എന്ത് മോളെ എണീക്കുക എന്ന് പറഞ്ഞിട്ട്. ഇപ്പൊ കുട്ടിക്ക് 16, 17, 18, 19, 20 ഒക്കെ വയസ്സായി. ഇപ്പോഴും ഉമ്മ തന്നെയാണ് വിളിച്ചുണർത്തുന്നത് മോളെ എണീക്കുക എന്ന് പറഞ്ഞിട്ട്. ഈ കുട്ടിക്ക് എന്തോ ഒരു കുഴപ്പമുണ്ട്. 5 വയസ്സിൽ വിളിച്ചുണർത്ത കുട്ടീനെ 15-ാം വയസ്സിലും വിളിച്ചുണർത്തണമെന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് എന്തോ ഒരു കുഴപ്പമുണ്ട്. അതുകൊണ്ട് ചൂസ് ദി ചേഞ്ച്. ഇപ്പൊ കൂടുതലും ഇരിക്കണവരൊക്കെ കൂടുതൽ ഇംഗ്ലീഷ് മീഡിയത്തിൽ അവിടെ ഇവിടെയൊക്കെ ഇംഗ്ലീഷ് മീഡിയത്തിലൊക്കെ പഠിക്കണവരായിരിക്കും. നിങ്ങളൊക്കെ ഒരു സ്വഭാവമാണ്. അടുക്കളയിട്ട് ഒരു പണിയും അറിയില്ല, വെറുതെ ബാബ ബ്ലാക്ക് ഷീപ്പും പറഞ്ഞിങ്ങാണ്ടിരിക്കും, വെറുതെ ഒരു കുന്തൊട്ട് അറിയില്ല. ഇന്ന 4 അക്ഷരം ഇംഗ്ലീഷ് ഇവിടെ നിന്ന് പറയാൻ പറഞ്ഞാൽ അതും അറിയാം, അതും പറയില്ല. ഈ ഇടങ്ങറായിട്ട് അടുക്കള പണിക്കൊന്നും ഇജ്ജ് വരണ്ടെന്ന് പറഞ്ഞാൽ പറഞ്ഞേക്കുന്നത് മുഴുവൻ 4 അക്ഷരം ഇംഗ്ലീഷ് വരട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അതാകെ തലകുത്തനെയാണ്. എന്തിനാണ്? അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്നിന് സ്റ്റിക്ക് ഓൺ ചെയ്യണ്ടേ? പിന്നെ സാധാരണ പറയാറുണ്ട് +1 നിർത്തിയ ആൺകുട്ടിയും SSLC പാസ്സായ പെൺകുട്ടിക്കൊക്കെ ഇങ്ങനെ തോന്നല്, അല്ലെങ്കിൽ ഡിഗ്രിയൊക്കെ പാസ്സായ പെൺകുട്ടിക്ക് ഞാൻ ജില്ലാ കളക്ടറാണെന്നാണ്. 10ാം ക്ലാസ് പാസ്സായ കുട്ടി ഓട്ടോസ് എടുത്തിട്ട് പോവലേനെ ഇങ്ങനെ തിരിഞ്ഞു നീങ്ങണം. പൈലറ്റിനേക്കായും ഭയങ്കര ഗെറ്റപ്പിലാ പോവുക. ഇതേമാതിരി പെൺകുട്ടികൾ അല്പസ്വല്പം വിദ്യാഭ്യാസം മാത്രം കിട്ടിയാൽ ഒരു അടങ്ങറുണ്ട്. അതാണ് ഇപ്പോഴത്തെ മാതാക്കൾക്കുള്ള ഒരു അടങ്ങറ്. ആ സാധു പണ്ടത്തെ ഒരു SSLC പാസ്സായിട്ടുണ്ടാവും. എന്നിട്ട് ഈ കുട്ടി ഡിഗ്രിക്കാണ് കാലം ഇരുന്ന് പഠിക്കടി, ഞാനൊക്കെ ആ കാലത്ത് എന്ത് പഠിച്ചേരെന്നറിയോ എന്നൊക്കെ പറയും. എവിടെ ഉമ്മ ആകെ SSLC വരെ പഠിച്ചിട്ടുണ്ടാവുള്ളൂ. അപ്പൊ കുട്ടിക്ക് ഇങ്ങനെ തോന്നണേ നിങ്ങളിപ്പോ IAS ഒക്കെ കഴിഞ്ഞിട്ടല്ലേ ഇപ്പൊ വന്നിക്കണെന്നുള്ളത്. അപ്പൊ നമ്മളും കുറച്ചാണ് പഠിച്ചതെങ്കിൽ നമ്മളെ മക്കളോട് ഇങ്ങനെ തന്നെ പെരുമാറുക. മക്കള് ചുരുങ്ങിയത് PG-മേലും അവിടുന്നാണ്ടൊക്കെയാണ് കാര്യം നിർത്തുക. ആ സമയത്ത് നമ്മൾ ഈ പഴയ +1 വെച്ചിട്ടായിരിക്കും നമ്മൾ സംസാരിക്കുക. ചുരുക്കി പറഞ്ഞാൽ നമുക്ക് മാറ്റങ്ങളില്ല. അപ്പൊ ചൂസ് ദി ചേഞ്ച് ആണ് വേണ്ടത്. നമ്മൾ നമ്മളെ പറ്റി തെരഞ്ഞെടുക്കണം. ഞാൻ മാറണമെങ്കിൽ എന്തൊക്കെ ചെയ്യണം? ഞാൻ മാറണം എന്നുണ്ടെങ്കിൽ അതിന് 4-5 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നമ്പർ 1, നമ്മൾ ദീനിൽ സ്റ്റിക്ക് ഓൺ ചെയ്യണം. ദീനിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? എപ്പോഴും ദീനനുസരിച്ചുള്ള ഒരു ജീവിതം ഉണ്ടാവണം എന്നാണ്. ദീനീ സംഗമങ്ങൾക്ക് പോകുമ്പോ ഒരു കോലം, കല്യാണത്തിന് പോകുമ്പോ വേറൊരു കോലം, കോളേജ് ഇടേണ്ട അന്ന് വേറെ കോലം. ഇതിന് ദീനെന്ന് പറയില്ല. ഒരു മനുഷ്യൻ എപ്പോഴും ഒരേ പ്രകൃതം ഉണ്ടാകുന്നതിനാണ് ദീനീ പ്രകൃതം എന്ന് പറയാം. ഇന്ന് ഏറ്റവും കൂടുതൽ വനിതാ പൈലറ്റുകളുള്ള സ്ഥലം ഇറാനാണ്. ആ ഇറാനിലെ കുട്ടികൾ പർദ്ദട്ടുകൊണ്ടാണ് ഫ്ലൈറ്റ് ഓടിക്കുക.
അവര് ഫ്ലൈറ്റ് ഓടിക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലും അവരുടെ പർദ്ദ അഴിച്ചു വെക്കാറില്ല. അവരാ സ്പിരിറ്റോട് കൂടിയിട്ട് തന്നെ കാര്യങ്ങൾ ചെയ്യാം. അപ്പൊ നമ്മൾ ഇസ്ലാമിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാന്നാണ് അതിന് പിന്നെ ഇവരെ പറ്റി പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. സിഖുകാരെ പറ്റി പറഞ്ഞാൽ, സിഖുകാരെന്ന് പറയുന്ന ഒരു കൂട്ടരുണ്ട് ഇന്ത്യയിൽ. ആ സിഖുകാരാകെ 3.5%, 4% ഉള്ളൂ. പക്ഷെ അവരെന്നെ അവരെ പറ്റി പറയൽ എന്താന്ന് പറയാം, ഞങ്ങളൊന്ന് സമരം ചെയ്താൽ ഇന്ത്യ സ്തംഭിക്കും എന്ന് പറയാം. ഇന്ത്യ സ്തംഭിക്കും. അതെന്താ അങ്ങനെ? സിവിൽ സർവീസിൽ അവര്, വ്യോമസേനയിൽ അവര്, കരസേനയിൽ അവര്, എല്ലാ മേധാവിത്വത്തിലും സിഖുകാരായിരിക്കും. മന്ത്രിമാരുടെ സ്ഥാനത്താണെങ്കിലും അതിന്റെ ടോപ്പിൽ ഇപ്പോ അവരെന്നെ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ സിഖുകാരൻ സമരം ചെയ്താൽ ഇന്ത്യ സ്തംഭിക്കുന്ന പറയാം. എന്നാൽ അവര് ഹെൽമെറ്റ് ഇടാതെ പോകാം, അവർക്ക് ഒരു പ്രശ്നമില്ല. എന്താ കാരണം എന്നറിയോ? ഹെൽമെറ്റ് ഇടാതെ ഇന്ത്യയിലൂടെ പോകാം. കാരണം ഓരോ തലപ്പാവ് വെച്ചിട്ടാ പോവാ. ഹെൽമെറ്റ് ഇടണ്ട. അപ്പൊ നമ്മൾ വിചാരിക്കും ഓരോ തലപ്പാവ് ഹെൽമെറ്റിനൊക്കെ കത്തിയുള്ളത് കൊണ്ടായിരിക്കാം ഇന്ത്യ അങ്ങനെ ഒരു നിയമം കൊണ്ടെന്ന് നമുക്ക് തോന്നിപ്പോകും. എന്നാ ഇനി കേട്ടോളി. നമ്മളൊക്കെ ടി വിയിൽ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും സിഖുകാരായിട്ടുള്ള IGAയും DGP ഒക്കെ ചർച്ചയ്ക്കിരിക്കുന്നത്. ആ ചർച്ചയ്ക്കിരിക്കുമ്പോൾ നോക്കിയിട്ടുണ്ട്, ഇന്ത്യയുടെ തൊപ്പിയല്ലേ അവരുടെ? ആണോ? അവരുടെ ആ തലപ്പാവ് ഉണ്ടാവും, അതിലായിരിക്കും സ്റ്റാർ വെച്ചിട്ടുണ്ടാവുക. നമ്മൾ ശരിക്കും ശ്രദ്ധിച്ചു നോക്കി. അവരുടെ ആ തലപ്പാവുമ്മലായിരിക്കും ചിലപ്പോൾ ഇന്ത്യയിലെ മിലിറ്ററിയുടെ ടോപ്പ് മോസ്റ്റിൽ അയാളായിരിക്കാം. പക്ഷെ മൂപ്പരെ ധരിച്ചേക്കൂല, താടിയൊന്നും ചെയ്യൂല. ഇതേപോലെ തന്നെയാണ് പ്രധാനമന്ത്രി ആയാൽ പോലും. നമ്മളെന്നാണ്ട് പ്രധാനമന്ത്രി ആയോ കണ്ടേ, പോലാണ്ട് അറിയും തലീകെട്ടുണ്ടാകുന്ന തലീകെട്ടക്കാണ്ട് പോവും. നേരെ മറിച്ചിട്ട് അവരുടെ സ്ഥിതി എന്താ? ഞാൻ ദീന്റെ ഒരു അവസ്ഥ പറയാണ്, തലീകെട്ട് വേറുള്ളത് വിഷയങ്ങൾ വേറെ. ഞാൻ പറഞ്ഞെന്താന്ന് വെച്ചാൽ അവരുടെ ഒരു വിഷയം എന്താണ്? ആ പ്രധാനമന്ത്രിയായിട്ട് കൊല്ലത്തിൽ 3 വട്ടം അമേരിക്കൻ പ്രസിഡന്റിനെ കാണാൻ വേണ്ടി പോവും. എന്നാലും അയാൾ അത് ഒഴിവാക്കൂല. അതാണ് സ്റ്റിക്ക് ഓൺ ചെയ്യൽ. അയാൾ സിഖ് മതത്തിൽ സ്റ്റിക്ക് ഓൺ ചെയ്തിരിക്കുന്നു, അല്ലെ സിഖുകാർ അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്തു. അവർ IAS എന്ന് പറയുന്ന 3 അക്ഷരം എടുത്ത് വലിച്ചെറിയാൻ തയ്യാറാണ്, അവരുടെ ക്യാപ്പ് എടുത്ത് വലിച്ചെറിയാൻ തയ്യാറല്ല. അതാണ് സ്റ്റിക്ക് ഓൺ ചെയ്യൽ. എന്തു തന്നെ വന്നാലും മതത്തിൽ സ്റ്റിക്ക് ഓൺ ചെയ്യൽ, അതിൽ യാതൊരു വ്യത്യാസമില്ല. അതാണ് നമ്മൾ കാണിച്ചു കൊടുക്കേണ്ട ആദ്യത്തെ പ്രകൃതം. ആദ്യത്തെ പ്രകൃതം അതാണ്. രണ്ടാമത്തെ പ്രകൃതം എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, കാലഘട്ടത്തെ പറ്റിയിട്ട് നന്നായിട്ടുള്ളൊരു അവബോധം നമുക്ക് വേണം. രണ്ടാമത്തെ പ്രകൃതം. ഒന്ന്, ദീനിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നതോട് കൂടി തന്നെ മൊയന്തായിട്ട് നിൽക്കരുത്. അങ്ങനെ പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ, അതിന് നല്ല വാക്കൊന്നുമില്ല. മൊയന്തായിട്ട് നിൽക്കരുത്. എന്താ എന്റെ പേര്? അങ്ങനെ ഉണ്ട്, ഇന്റർവ്യൂവിനൊക്കെ വരും, വാച്ച് വന്ന് ഒമ്മുകുൽത്തു എന്ന് പറഞ്ഞിങ്ങാണ്ട് ആക്കുന്ന ആൾക്കാരുണ്ട്. ഇത് എന്തിനാ ഈ ഒമ്മുകുൽത്തു ഇങ്ങനെ ആവുന്നത്? ഞാൻ ഒരു ഉദാഹരണം പറയാണ്, ഒരു സ്റ്റേണായിട്ട് പറയൂല. എന്നാൾ കോഴിക്കോട്ട് നിന്ന് വരുമ്പോണ്ട് ഒരു പെമ്പറന്നോള്, ഒരു ക്രിസ്ത്യൻ സഹോദരിയാണ്, ഞാൻ പേരൊക്കെ ചോദിച്ചു പിന്നീട്, ഒരാണിന്റെ നേരെ ചെരുപ്പുണ്ട് ഊരിയിട്ട് ഇങ്ങനെ ഓങ്ങണ്. അപ്പൊ അയാളെന്തോ തോന്നിയതെന്തോ ആണെന്ന് തോന്നുന്നുണ്ട്. അപ്പൊ അയാളെ നേരക്ക് ഇങ്ങനെ, മലപ്പുറത്ത് നിന്ന് ഒരു താത്തി അത് ചെയ്യൂല. അതുകൊണ്ട് തന്നെ ഇവിടെ തോണ്ടൽ കുറച്ച് കൂടുതലാണ്. നിങ്ങൾ സ്റ്റിക്ക് ഓൺ ചെയ്യാത്തതുകൊണ്ടാണ്. ആരും കുറ്റപ്പെടുത്തണ്ട. നിങ്ങൾ കോളേജിലേക്ക് പോകുമ്പോ ഞങ്ങളെ കുറച്ച് കുറ്റപ്പെടുത്തിക്കോട്ടെ. കോളേജിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങളെന്നെല്ലാം പറഞ്ഞിട്ട് ഞാനൊരു സമുദായത്തെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് പറയാം, മൊത്തം മുസ്ലിം ഉമ്മത്തിനെ. ഒരു ഓട്ടോറിക്ഷക്കാരൻ ഷൂയിന്ന് വിളിച്ച ഡബിൾ ഷൂയി വരെ ഇവള് തയ്യാറാണ്. അതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ. ക്യാമ്പസിന്റെ ഉള്ളിൽ, ക്ലാസിന്റെ ഉള്ളിൽ ഏതെങ്കിലും ഒരു പയ്യനുണ്ടെന്നുണ്ടെങ്കിൽ ആ പയ്യൻ എന്തെങ്കിലും ഒന്ന് പറഞ്ഞതിനനുസരിച്ച് തുള്ളലല്ലേ നമ്മുടെ ജോലി. ധൈര്യം എന്ന് പറഞ്ഞൊരു സാധനം നമുക്കില്ല. ഗൾഫിലേക്ക് പോയപ്പോ അവിടെ ക്ലാസ് എടുക്കേണ്ടി വന്നപ്പോ അവിടുത്തെ കോളേജിലൊരു അധികാരി പറഞ്ഞു, നിങ്ങൾ ഇവിടുത്തെ കുട്ടികളെ ഭയങ്കരമായിട്ട് ഇവരുടെ ആകെ പ്രശ്നങ്ങൾ എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വേറെയുള്ള പ്രശ്നങ്ങളൊന്നുമല്ല, ആ പെൺകുട്ടികൾക്ക് ക്ലാസ് എടുക്കാനേ പറ്റൂല, മറയത്തെ കെട്ടേണ്ടി വരും. അമ്മാതിരി ഫുള്ള് മുസ്ലിം ഉമ്മ തന്നെയാണ്. പക്ഷെ അമ്മാതിരി ഫാഷൻ പരേഡിന് വരുന്ന വഴിയാണ് കോളേജിലേക്ക് വരിക. എന്നിട്ട് ആ കുട്ടികൾക്ക് എടുത്തു കൊടുക്കാൻ പറഞ്ഞ ക്ലാസ് ദീനി ക്ലാസ്സും മനഃശാസ്ത്ര ക്ലാസ്സും ഒന്നുമല്ല. അവരാകെ ഡിപ്രസ്ഡ് ആണ്. എന്താ പ്രശ്നം എന്ന് ചോദിച്ചാൽ, ചീത്ത പറയാൻ വയ്യ, ചീത്ത പറയുമ്പോത്തിന് കരയാ, പിന്നെ ഒരു ആത്മഹത്യ ചെയ്യുക മുതിര, ഇടക്കിടക്ക് ബ്ലേഡ് എടുത്തിട്ട് കയ്യിറക്കുക. ഇതാണ് ഓരോ പ്രശ്നം. ഗൾഫിലെ കുട്ടികള് ഓത്ത് കുട്ടികളാണല്ലോ ഒക്കെ. ഇവിടെ പഠിച്ചവരാരെങ്കിലും ഉണ്ടോന്ന് എനിക്ക് അറിഞ്ഞൂടാ. എല്ലതൊന്നും ഞാൻ പറഞ്ഞില്ല. അവർക്ക് ഗൈഡ് കോളേജില്, ഇവിടെയുള്ള കോളേജിൽ ഒരു കുട്ടി ഇങ്ങനെ കൊലയിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പൊ 5 മണിക്ക് ശേഷം അവിടെ പെൺകുട്ടികളെ കാണരുതെന്നാണ് അവിടുത്തെ ലിഖിത നിയമം. ലിഖിതാണ്, അതാ ലിഖിത നിയമമല്ല, ലിഖിത നിയമമാണ്. 5 മണിക്ക് ശേഷം. അപ്പൊ 5:30 മണിക്കായിട്ടും കുട്ടി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ ചോദിച്ചു, എന്താ ഈ പോവാത്തതെന്ന് ചോദിച്ചു. എന്റെ ആങ്ങളെ വരാൻ കാത്തിക്കാണ്. അപ്പൊ അടുത്ത ഇവിടെ വന്നതാ, 2 ആഴ്ചയായിട്ടുള്ള ആ കുട്ടി വന്ന് ചേർന്നിട്ട്. ഞാൻ പറഞ്ഞു, ആങ്ങളെ വന്നില്ലെങ്കിൽ എനിക്ക് എന്താ പെരയിൽ പോകണ്ടേന്ന് ചോദിച്ചു. ഞാനെന്റെ ഫൈസൽ ബാബു സാറൊക്കെ ഉണ്ട്. അപ്പൊ എനിക്ക് എന്റെ പെരയ്ക്ക് പോവാൻ അറിയില്ല. ഞാൻ വെച്ചാൽ എന്റെ പേര് എവിടെയാണ്. അപ്പൊ ഏതോ തണ്ണീർശാല ഏതോ ഒരു ഇത് പറഞ്ഞേ. അപ്പൊ സംഭവം എന്താന്ന് പറഞ്ഞാൽ, ഗൾഫിൽ നിന്ന് 2 ആഴ്ചയായിട്ട് വന്നിട്ടുള്ളൂ. അപ്പൊ റൂമിൽ നിന്ന് നേരെ വാനില് കയറുക, അവിടുന്ന് സ്കൂളിൽ നിന്ന് വാനിന് ഇങ്ങോട്ട് ബ്രോയിലർ കോഴികള്, ഫുള്ള് ബ്രോയിലർ കോഴികൾ അങ്ങനെയല്ലോ. വിരിക്കണെടുത്തുനിന്ന് 60 ദിവസം കൊണ്ടാണ് അവർ വിരിച്ചെടുക്കുക. ഒറിജിനൽ കോഴിയൊന്നുമല്ല ഈ തിന്നണത്.
എടുക്കും, അതിനെ പെട്ടിക്കൂട്ടിലാക്കും, നേരെ വലിയ ഹോൾസെയിൽ മാർക്കറ്റിൽ, അവിടുന്ന് റീറ്റെയിൽ മാർക്കറ്റിൽ അതേ പെട്ടിക്കൂടോടുകൂടി കല്യാണ പെരിയിൽ അർത്ഥങ്ങാണ്ട് അതേ പെട്ടിക്കൂട്ടിക്ക് തന്നെ ഇടും. അത് പുറത്തേക്കൊന്നും ഇടൂല. ഇങ്ങനെ വളരുന്ന കുറെ കുട്ടികളുണ്ട്. തീരെ ധൈര്യമില്ല. ഇംഗ്ലീഷ് മീഡിയം എന്ന് അതിനൊരു പേരും. നോ, ധൈര്യം എന്ന് പറഞ്ഞ സാധനമാണ്. നേരത്തെ ഈ ഫ്രണ്ട് ബെഞ്ചിൽ നിന്ന് വെറും പഠിത്തം എന്ന് പറഞ്ഞ കുട്ടികളുണ്ടല്ലോ, ആ കുട്ടികൾ മിക്കവാറും എന്തായിരിക്കും? വെറും പഠിത്തട്ടോ, വെറും പഠിത്തം. ഫ്രണ്ട് ബെഞ്ചിൽ ഇങ്ങനെ ഇരുന്നിട്ട് മാഷന്മാരെ ക്ലാസ്സും കേട്ടിട്ട് ഇങ്ങനെ ഇരിക്കുക, അത് ഫുള്ള് എഴുതിയിരിക്കുക, എന്നിട്ട് ഇങ്ങനെ പോയാണ് ബുക്കാട്ടി വാസൻ എന്ന മാസൻ അമേരിക്കൻ നീഗ്രോ എന്ന് പറഞ്ഞാണ് കുറെ പഠിക്കണ കുട്ടികളുണ്ട്. നേരെ മറിച്ചിട്ട് ചോരപ്പുല്ല് ഇറക്കാൻ അങ്ങോട്ട്, വെള്ളത്തണ്ട് ഇറക്കാൻ അങ്ങോട്ട്, പിന്നെ ആനിച്ചവ് ഇറക്കാൻ ഇങ്ങോട്ട്, സ്ലേറ്റിന്റെ മൂല പൊട്ടിച്ചാണ്ട് സ്കൂൾക്ക് മൂല പൊട്ടിച്ച് പോണലെടുക്കാൻ മറ്റവനെ വേണ്ടൊക്കെ ഒരു മേട്ടം. ഇങ്ങനെ പറഞ്ഞ കുട്ടികളുണ്ടല്ലോ, അവരെവിടെയെങ്കിലുമൊക്കെ എത്തും. കാരണം ഭയങ്കര വളവത്തരായിരിക്കും. പെരയിൽ ബ്രോയിലർ കോഴി ഉണ്ട്, നാടൻ കോഴി ഉണ്ടെന്ന് വിചാരിച്ചോളും. പറ്റിട്ടെടുത്ത് ആദ്യം കൊത്തലേത് അറക്കാൻ വേണ്ടി പിടിക്കാണ്. ബ്രോയിലർ കോഴി നിന്ന് അങ്ങനെ കൊത്തു, പിന്നെ പിടിച്ചാലും വേണ്ടില്ല, അർത്താലും വേണ്ടില്ല എന്നുള്ള കോലത്തില്. അത് നാടൻ കോഴി ഇട്ടെടുത്ത ആൾ ഇട്ടട്ടം നോക്കിയിട്ട് പറ്റുമക്ക് രണ്ടട്ടം നോക്കുള്ളൂ. നാടൻ കോഴി അത്രക്കും വിളവത്തരം ഉണ്ടാവും. നമുക്ക് വേണ്ടത് യുക്തിയാണ്, ഈ വിളവത്തരമാണ്. ഈ സാധനം ഉണ്ടാക്കാനാണ് നമ്മുടെ വിദ്യാഭ്യാസം, അല്ലാതെ കുറച്ച് ഇംഗ്ലീഷ് മാത്രം പറയാനില്ല. എന്നിട്ട് ഞാൻ ചോദിക്കട്ടെ, ഈ സദസ്സിൽ പഠിക്കുന്ന കുട്ടികളാണല്ലോ, റബ്ബ് എന്നതിന് എന്താ ഇംഗ്ലീഷ് പറയാ? ആരെങ്കിലും ഒന്ന് എഴുന്നേറ്റ് നിന്ന് പറഞ്ഞേ. റബ്ബ്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞ റബ്ബ് എന്നതിന് എന്താ ഇംഗ്ലീഷ് പറയാ? ഒരാളൊന്ന് എഴുന്നേറ്റ് എന്ന് പറഞ്ഞേ. ഞാൻ പറയുന്നു, നിങ്ങൾക്ക് അറിയില്ല. കാരണം എന്താണ്? ഖുർആൻ വായിക്കണില്ല ഇംഗ്ലീഷില്. വെറും വായിക്കണതൊക്കെ ഷേക്സ്പിയറിന്റെ നാടകല്ലേ, അതിൽ റബ്ബിന്റെ ഇംഗ്ലീഷ് ഒന്നും നിങ്ങൾ കാണൂല. എന്താ ദുആക്ക് ഇംഗ്ലീഷ് പറയാം? നമ്മൾ പറയല്ലോ 5 വക്ത് ദ്വാരക്കണമെന്ന്. ഒരു ഇംഗ്ലീഷുകാരത്തിനെ കണ്ടാല്, അല്ലെങ്കിൽ ഒരു ഇംഗ്ലീഷുകാരനെ കണ്ടാൽ ദ്വാരക്കണം, ഒരു മുസ്ലിമിനെ കണ്ടാൽ ദ്വാരക്കണം നിങ്ങൾ പറയണമെന്ന് വിചാരിക്കുക. എന്ത് വാക്കാ നിങ്ങൾ അതിനു വേണ്ടി പറയാം? എന്താ പ്രാർത്ഥനയ്ക്ക് പറയാ? നിങ്ങൾ അതേ പഠിച്ചിട്ടുള്ളൂ. ക്രിസ്ത്യൻ പ്രയറിനാ ശരിക്കും ഇംഗ്ലീഷിൽ പ്രയർ എന്ന് പറയാം. നിങ്ങൾ എഡ്യൂക്കേഷന്റെ ഡെപ്ത് ലാംഗ്വേജിലേക്ക് പോയി അവിടുന്ന് മനസ്സിലാവും. അവധി ദിനത്തിന് എന്താ പേര് പറയാ? അവധിനം, ഹോളിഡേ. ഇതാ നിങ്ങൾ പഠിച്ചിട്ടുള്ളത്. സത്യത്തിൽ ഹോളിഡേ എന്ന് പറഞ്ഞാൽ വിശുദ്ധ ദിനം എന്നർത്ഥം. ഹോളി പ്രോഫറ്റ്, ഹോളി ഖുർആൻ, ഹോളിഡേ. ഇതുപോലും നമുക്ക് അറിഞ്ഞൂടാ. നമ്മൾ എന്നിട്ട് ഹോളിഡേ എന്ന് പറഞ്ഞാണ് നമ്മൾ അവധി ദിനം എന്ന് പേരെടുക്കുക. നമുക്ക് അറിഞ്ഞുകൂടാ. ഓഫ് ഡേ എന്നാണ് ശരിക്കും പറയാ. സൺഡേ ഓഫ് അത്ര പറഞ്ഞാൽ മതി. സൺഡേ ഹോളിഡേ അല്ല, അത് അവര് കൊടുന്നൊരു അജണ്ടയാണ്. ഫ്രൈഡേ ഹോളിഡേ. ഞാനൊരു ഇംഗ്ലീഷുകാരനോട് അത് പറഞ്ഞ മുമ്പ് ചൂടായി. നിങ്ങളത്തിന് അതൊക്കെ പാടിങ്ങനെ കുടിച്ചു മാറ്റണം. അവരുടെ ഒരു അജണ്ടയാണ്. ഹോളിഡേ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിശുദ്ധ ദിനം എന്നാണ്. സൺഡേ അവരുടെ വിശുദ്ധ ദിനമാണ്. അതാണ് ഈ പേര്. അതിന് പുറത്തൊക്കെ സഞ്ചരിച്ചാൽ അത് മനസ്സിലാവുള്ളൂ. നമ്മളതാ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രയറിനെ നമുക്ക് ദുആക്ക് അറിയുള്ളൂ. ശരിക്കും സപ്ലിക്കേഷൻ എന്നാണ് ദുആക്ക് പറയാം. ദുആ എന്നതിന് സപ്ലിക്കേഷൻ എന്നാ പറയാ. റബ്ബ് എന്നതിന് സസ്റ്റെയിനർ എന്നാ പറയാ. അപ്പൊ നിങ്ങൾ ഈ പഠിക്കണ ഇംഗ്ലീഷ് ഒന്നും പോരാ കുട്ടികളെ. ഞങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയുന്നു പറയല്ല. ഖുർആൻ ഒന്ന് പഠിക്കും ഇംഗ്ലീഷിൽ. ഹദീസിന്റെ ഗ്രന്ഥങ്ങളുണ്ടല്ലോ ഇംഗ്ലീഷിൽ, അതൊന്ന് വായിക്കിൻ. ഡെയിലി നിങ്ങൾ സഹാബാക്കളുടെ ചരിത്രങ്ങൾ വായിക്കിൻ. അതിൽ ഹസ്രത്ത് ഫാത്തിമ ബിബി റളിയല്ലാഹു തആല അൻഹയുടെ, ഹസ്രത്ത് ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ ചരിത്രങ്ങൾ ഇഷ്ടംപോലെ ഇംഗ്ലീഷിൽ കിട്ടാനുണ്ട്. അതൊക്കെ ഒന്ന് വായിക്കിൻ. അപ്പൊ നമുക്കൊന്ന് തോന്നും ഇമിറ്റേറ്റ് ചെയ്യാൻ അത്യുത്തമുള്ള ഒരാളും അവർ അംഗീകരിക്കണില്ല. എന്നിട്ട് നമ്മൾ വലിയ അംഗീകാരമായിട്ട് നടക്കുക. ലോകത്തിൽ അംഗീകാരം നിങ്ങൾക്ക് കാണണോ? റിട്ടേൺ ടു ബാക്ക്, തിരിച്ചു പോകി നിങ്ങൾ. ഹസ്രത്ത് ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ അംഗീകാരം നോക്കി. നാളെയുടെ അംഗീകാരം, ഇന്നിന്റെ അംഗീകാരം, ഇന്നലെയുടെ അംഗീകാരം, അത് പഠിച്ചാൽ നമുക്ക് മനസ്സിലാവും ആരെ അംഗീകരിക്കണം, ആരെ അനുകരിക്കണം എന്ന്. ഇനി നമ്മൾ പഠിക്കലൊക്കെ വേറെ, അനുകരിക്കലൊക്കെ വേറെ. അനുസരണ ഒരു കൂട്ടരെ, അനുകരണ വേറൊരു കൂട്ടരെ. ഇത് നടക്കൂല. ദീനിന്റെ വ്യക്തമായ ചിത്രമാണ്. ദീനിന്റെ കൊടിയേന്തിക്കൊണ്ട് ശൈത്താന്റെ കുതിരപ്പുറത്ത് കയറാൻ അള്ളാഹ് സമ്മതിക്കൂല. ശൈത്താന്റെ കുതിരപ്പുറം റെഡി. എന്നിട്ട് നമ്മളാകട്ടെ കൊടി പിടിച്ചിരിക്കുന്നത് ദീനിന്റെ കൊടിയും ശൈത്താന്റെ കുതിരപ്പുറത്ത് പോകാൻ സമ്മതിക്കൂല. നമ്മളുടെ വേറെ ഏതൊക്കെയോ ചിന്തകളും ധാരകളൊക്കെ വേറെ. ഇസ്ലാമികപരമായ മൂല്യങ്ങൾ കേൾക്കൽ മാത്രം. എവിടെത്താൻ നമ്മൾ? അതുകൊണ്ട് നമ്മൾ തിരിയണം. എന്ത് തിരിയണം? അവബോധം വേണം. കാലഘട്ടത്തെ പറ്റിയിട്ടുള്ള അവബോധം. അതാ ഞാൻ പറഞ്ഞു കൊടുക്കുന്നത്. അതില് നിങ്ങൾ എന്നെ പറയാൻ അനുവദിക്കുമെങ്കിൽ ഒറ്റക്കാരൻ ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. സ്നേഹം, പ്രണയം, പ്രേമം എന്നൊക്കെ പറഞ്ഞാൽ അത്ര വൾഗറായിട്ടുള്ള ഒരു കാര്യം ഇസ്ലാം പറയുന്നില്ല. അത്ര വൾഗറാണ് കാര്യം. ഇന്ന് ലോകം അങ്ങനെ നടന്ന ആൾക്കാരൊക്കെ വേറൊരു കോലത്തിലല്ലെങ്കിലും പ്രണയിച്ചു കഴിഞ്ഞാൽ എന്താ കഥ? പ്രണയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുട്ടിയെ കിട്ടിയിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ നിങ്ങളൊരു ആണിനെ പ്രണയിച്ചാൽ അല്ലെങ്കിൽ ഒരു ആണൊരു പെണ്ണിനെ പ്രണയിച്ചാൽ അയാളെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് കാര്യം അതില്? അത് സ്വപ്നമായി ബാക്കി നിൽക്കണം. അതൊക്കെ വലിയ സ്വപ്നമായി ബാക്കി നിൽക്കണം. ലോകത്തിന്റെ പ്രിയപ്പെട്ട കാമുകൻ എന്നറിയപ്പെടുന്ന ആളാ ജിബ്രാൻ, ഖലീൽ ജിബ്രാൻ. പ്രണയത്തിന്റെ കാമുകൻ എന്ന അദ്ദേഹത്തെ പറ്റി പറയാം.
അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങൾ മുഴുവൻ സ്നേഹത്തിന് വ്യാഖ്യാനിക്കാനാണ്. അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങൾ മുഴുവൻ പ്രണയത്തിന് വ്യാഖ്യാനിക്കാനാണ്. അങ്ങനെ ഈജിപ്തിലുള്ള മേസിയാദ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഇടക്കൊന്ന് എഴുതി ചോദിച്ചു, വാട്ട് ആർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ ലവ് ആൻഡ് റെസ്പെക്ട്, അല്ലെങ്കിൽ വാട്ട് ഈസ് ലവ്? ഒറ്റ ചോദ്യം, അതിന് ഉത്തരമായി ഗ്രന്ഥം. അങ്ങനെ എത്രയോ കോടാനകോടി ജനങ്ങളെ മൊത്തത്തിൽ ഇങ്ങനെ ഒരു സാഹിത്യത്തിന്റെ നഭോമണ്ഡലത്തിൽ എത്തിച്ച ആളാണ് ജുബ്രാൻ. രവീന്ദ്രനാഥ ടാഗോർ തന്നെ പറയുന്നുണ്ട്, ഒരു വേള ഞാനിങ്ങനെ തട്ടിച്ചു നോക്കുമ്പോൾ സ്നേഹത്തെ പറ്റിയിട്ട് ഇത്രയേറെ പ്രതിപാദിച്ച വേറൊരു എഴുത്തുകാരനെ ഞാൻ കണ്ടിട്ടില്ല. അത്രക്കും ഭയങ്കര തീവ്രമായി സ്നേഹത്തെ പറഞ്ഞ ആളാണ് അയാൾ. എന്നിട്ട് മേസിയാദ എന്ന് പറഞ്ഞൊരു പെൺകുട്ടി കാണാൻ വേണ്ടി വരികയാണ്. ലോകം ആഗ്രഹിക്കാണ് ഇവര് തമ്മിൽ കല്യാണം കഴിക്കണമെന്ന്. ലോകം ആഗ്രഹിക്കാണ്, കാരണം ഇവിടെ എഴുതിയതിന് മറുപടി അയാൾ എഴുതുന്നത്. അങ്ങനെ ലോകമൊന്നാകെ ഇങ്ങനെ ആഗ്രഹിച്ചു നിൽക്കുമ്പോ കാണാൻ വേണ്ടി വരിക ലബനോന്റെ താഴ്വാരത്ത് നിന്ന് ഈജിപ്ഷ്യൻ പെൺകുട്ടി. അങ്ങനെ എഴുതാണ് ആർക്ക്? ഖലീൽ ജിബ്രാന്. ഞാനിതാ വന്ന് മാലാഖമാർ ചിറകിട്ടടിക്കുന്ന അങ്ങയുടെ ലബനാന്റെ താഴ്വാരത്തിൽ ഞാനിതാ മഞ്ഞുകണമായി പെയ്തിറങ്ങി. അവളൊരു കവിതയും കൊടുത്തയച്ചു. തിരിച്ചവിടുന്ന് ഇങ്ങോട്ടൊരു സാധാ എഴുത്ത്, പ്രിയപ്പെട്ട മേസിയാദക്ക് തിരിച്ചു പോകാം. ലോകത്തിലെ ഒരു പെൺകുട്ടിക്കും ജുബ്രാന്റെ ഹൃദയത്തിലെ മേസിയാദയാകാൻ കഴിയില്ല, പ്രിയപ്പെട്ട മേ നിനക്ക് പോലും. ഇത് പറയാൻ ആണിനും തണ്ടയിടം വേണം. ലോകത്തിൽ എന്താ പറഞ്ഞെന്നറിയാം? പ്രിയപ്പെട്ട മേസിയാദക്ക് തിരിച്ചു പോകാം. ഇവർ തമ്മിൽ ഒരിക്കലും കണ്ടിട്ടേ ഇല്ല. പ്രിയപ്പെട്ട മേസിയാദക്ക് തിരിച്ചു പോകാം. ലോകത്തിലെ ഒരു പെൺകുട്ടിക്കും ജുബ്രാന്റെ ഹൃദയത്തിലെ മേസിയാദയാകാൻ കഴിയില്ല, പ്രിയപ്പെട്ട മേ നിനക്ക് പോലും. അതൊരു വല്ലാത്തൊരു വാക്കാണ്. അതുകൊണ്ട് ഇമ്മാതിരി ഏഴാം കൂടത്തിലൊന്നും കുടുങ്ങരുത് നമ്മൾ. അല്ലെങ്കിൽ പ്രണയിക്കണ അതൊരു മനഃശാസ്ത്രപരമായ ഒരു കാര്യം പറഞ്ഞുതരാം. പ്രണയിക്കണ കാലഘട്ടത്തിൽ കാമുകൻ എന്നാണ് തച്ചു നിൽക്കുക, മൊത്തൊരച്ചടി. അന്ന് നാം പോയിട്ട് കവിത എഴുതും, ഇന്ന് നീ അടിച്ചടി മുല്ലപ്പൂ കൊണ്ടൊരു തഴുകലേറ്റ പോലെ എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ അവര് തമ്മിൽ തന്നെ കല്യാണം കഴിച്ചു എന്ന് വെക്കുക. നമ്മൾ ശരിക്കും മനസ്സിലാക്കണം, അവര് തമ്മിൽ തന്നെ കല്യാണം കഴിച്ചു. ഇതൊന്നും മോനെ കാസറ്റിൽ പെടുത്തരുത് കേട്ടോ. കാസറ്റ് ഇറക്കുകയാണെങ്കിൽ അവര് തമ്മിൽ തന്നെ കല്യാണം കഴിച്ചു. അവര് തമ്മിൽ തന്നെ കല്യാണം കഴിച്ച സമയത്ത് ഒരച്ചടി കൊണ്ടെടുത്തു. ഒരു കൊല്ലം കഴിഞ്ഞിട്ട് പഴയ ഓർമ്മ പുതുക്കാൻ വേണ്ടി വാർഷികത്തിന്റെ അന്ന് ഒരച്ചടി. അന്നാലും എടുക്കും ലെറ്റർ പേഡ്, എന്നിട്ട് നീട്ടിയാണ്ട് എഴുതും, പ്രിയപ്പെട്ട മഹല്ല് കമ്മിറ്റി കണ്ട് വായിച്ചറിയുവാൻ. ഈ കാര്യം അധികം മുന്നോട്ട് പോകുമെന്ന് തോന്നുന്നില്ല. ഇതാ കുട്ടികളെ പ്രണയം. ഇതിലപ്പുറം ഒന്നുമില്ല. കിട്ടുന്നത് വരെ ഉണ്ടാവും, കിട്ടിക്കഴിഞ്ഞാൽ എല്ലാം തന്നെയല്ല. പ്രണയിച്ചവര് തമ്മിൽ ഏറ്റവും കൂടുതൽ ഇവരാണിപ്പോ ഇതിന്റെ വലിയ ആൾക്കാർ. എന്നിട്ടുള്ള കഥയാണ് ഇപ്പൊ ഇത്. കുട്ടികളെ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കണം. തീവ്രമായ അനുരാഗം എന്ന് പറഞ്ഞാൽ അത് ഹൃദയത്തിന്റെ ഭാഷയാണ്, അത് ആത്മാവിന്റെ ഭാഷയാണ്. അതൊരിക്കലും ഇന്ന് പ്രണയം എന്ന് പറഞ്ഞ സാധനേ നടക്കണില്ല. കുട്ടികളെ നിങ്ങൾ എന്നെ പറയാൻ അനുവദിക്കുമെങ്കിൽ പറഞ്ഞുകൊള്ളട്ടെ, ഇന്ന് പ്രണയം എന്ന് പറഞ്ഞ സാധനമില്ല. ഇന്ന് കേവലം ഏതോ പയ്യന്മാരുടെ ഉപകരണ വസ്തുവായിട്ട് നിങ്ങൾ മാറുകയാണ്. വെറും ഉപകരണ വസ്തുക്കൾ. അതിലേറ്റവും വലിയ വില്ലന്മാരാരാന്നറിയോ നിങ്ങൾ? എല്ലാം തുറന്നു പറഞ്ഞുകൊണ്ട് നിങ്ങൾ ക്ഷമിച്ചേക്കണം. ഇന്ന് പെൺകുട്ടികളുടെ കൂട്ടത്തിലെ ആൺകുട്ടികളുടെ കൂട്ടത്തിലെ ഏറ്റവും വലിയ വില്ലന്മാർ മനഃശാസ്ത്രപരമായ അപഗ്രഥനത്തിൽ ഒരിക്കലും അത് ഓട്ടോറിക്ഷ ഡ്രൈവർമാരല്ല, ഒരിക്കലും അത് ബസ് കണ്ടക്ടർമാരല്ല, സ്വന്തം കുടുംബത്തിലെ പയ്യന്മാർ തന്നെയാണ്. അമ്മാവന്റെ മോന്, എളാപ്പാന്റെ മോന്. ഞാൻ കുടുംബകലഹം ഉണ്ടാക്കല്ലോ, മനഃശാസ്ത്രത്തിന്റെ അപഗ്രഥനമാണ്. ഇതൊക്കെ എപ്പോഴാണ് നടക്കലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൗൺസിലിങ്ങിന് വരുമ്പോ റിപ്പോർട്ട് ഇങ്ങനെ തയ്യാറാക്കും. 100 കൗൺസിലിംഗ് നമ്മളിവിടെ നടന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇമ്മാതി ചതിവ് പറ്റിയതിൽ അവരുടെ കഥകൾ പറയുന്നതിൽ 98 കുടുംബത്തിലെ വില്ലന്മാരാണ്. ആ ശതമാനം വെച്ചിട്ടാണ് നിങ്ങളോട് ഈ പറയുന്നത്. അതുകൊണ്ട് തന്നെ വളരെ അധികം പക്വമായി നടക്കുന്ന പെൺകുട്ടികൾ വരെ ഇമ്മാതിരി ചാനലുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഇന്നത്തെ ലോകം, വളരെ മോശമായ ലോകം. എവിടെ എത്തി നമ്മൾ? ഇതിൽ നിന്ന് മാറണം. അതിനാ നമ്മൾ ദീനിൽ സിക്കോൺ ചെയ്യണമെന്ന് പറഞ്ഞത്. ഈ വൃത്തികെട്ട ലോകത്ത് നിന്ന് നമ്മളെങ്കിലും ഒന്ന് മാതൃകയാകണം, നമ്മളെങ്കിലും ഒരു മാതൃക. അതിനാണ് സമകാലികവുമായ ഒരു ബന്ധം. ഏത് ബന്ധം? വൃത്തികേടിന്റെ കാലങ്ങളുമായിട്ടുള്ള ബന്ധമല്ല, ഈമാന്റെ ബന്ധം. അവരെ എങ്ങനെങ്കിലും തിരിച്ചു കൊണ്ടുവരാനുള്ള ബന്ധം. അതിന് നമ്മളെ കൂട്ടത്തിലുള്ള കൂട്ടുകാരികൾ നമ്മളെ പറ്റി പറയണം, ഷീ ഈസ് ദ ലീഡർ ആൻഡ് ഷീ ഈസ് ദ മോഡൽ. ആ രീതിയിലേക്ക് വരണം. അവളാണ് ഞങ്ങൾക്ക് മാതൃകയെന്നും അവളാണ് ഞങ്ങൾക്ക് നേതൃത്വമെന്നും പറയുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ ജീവിതം മാറണം. നമ്മൾ പറയണ്ട ഐ ആം ദ ലീഡർ ആൻഡ് ഐ ആം ദ മോഡൽ എന്ന് നമ്മൾ പറയണ്ട. പക്ഷെ മറ്റുള്ളവർ നമ്മളെ പറ്റി പറയണം. ആ ഒരു അവസ്ഥയിലേക്ക് മാറണം. അങ്ങനെ നമ്മൾ ജനിച്ചു വളർന്ന് നമ്മുടെ ചുറ്റുവട്ടങ്ങളൊക്കെ ഭയങ്കരമായിട്ട് സൗരഭ്യമൊക്കെ പരത്തി, അങ്ങനെ ദീനീയായിട്ടുള്ള ഒരു വെളിച്ചങ്ങളൊക്കെ വീശി, അങ്ങനെ ആ കുട്ടിയെങ്ങാനും കെട്ടിച്ചയക്കുന്ന സമയത്ത് ആ കാണുന്ന മുഴുവൻ അയൽവാസിയും വിതുമ്പണം. ആ അയൽവാസിയുടെ കണ്ണുകൾ നിറയണം. ഇനി ഇങ്ങനത്തെ ഒരു കുഞ്ഞ് എന്നാണാവോ ഞങ്ങളുടെ നാട്ടിൽ ജനിക്കുക എന്ന വേദന അവർക്കുണ്ടാകണം, എന്നൊരു വ്യഥ അവർക്കുണ്ടാകണം. അവർ ചെല്ലുന്ന അവസരത്തിൽ ഒരു അമ്മായിമ്മയുടെ അടുക്കലേക്ക് ചെന്നാൽ എന്തായാലും അമ്മായിയും ഇമ്മിയും ഒന്നല്ല. നമ്മളെ മനസ്സിലാക്കണം. ഉമ്മ തന്നെ പുക്കിൽ കൊടി ബന്ധമാണ്.
അമ്മായിമ്മ എന്ന് പറഞ്ഞാൽ വേറൊരു ലോകത്തു നിന്ന് വന്നതാണ് എന്ന് പറഞ്ഞാൽ വേറെ ഒരു കുടുംബത്തിലാണ്. പക്ഷേ നമ്മൾ ജീവിതത്തിന്റെ അർത്ഥശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഉമ്മയായി പരിഗണിക്കണം. നമ്മളെ ഉമ്മാന്റെ അടുത്ത് നിൽക്കണതിനേക്കാളും കൂടുതൽ ആരടുത്താ നിൽക്കല്? നിങ്ങളെ മനസ്സിലാക്കിയാൽ മതി. ആരടുത്താ നിൽക്കല്? 17-ാം വയസ്സ് 18-ാം വയസ്സിൽ കെട്ടിച്ചില്ല, 18 കൊല്ലം നമ്മൾ ഉമ്മാന്റെ അടുത്ത് നിന്നത്. 36-ാം വയസ്സ് വരെ അല്ലല്ലോ അമ്മായിമ്മന്റെ ഒപ്പം നിൽക്കുന്നത്. ചിലപ്പോൾ 85-ാം വയസ്സ് വരെ നിൽക്കേണ്ടി വരും. അന്ന് അമ്മായിമ്മക്ക് ചിലപ്പോൾ 105-ാമത്തെ വയസ്സായിരിക്കും. അപ്പൊ ഏറ്റവും കൂടുതൽ നിൽക്കുന്നത് നമ്മൾ അവിടെയാണ്. തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു പുരുഷന് സ്വർഗത്തിൽ പോകണമെങ്കിൽ ഉമ്മയുടെ കാൽ കീഴിൽ തന്നെയാണ്. അപ്പൊ സ്ത്രീകളുടേതാന്ന് ചോദിക്കും. സ്ത്രീകളുടെ സ്വർഗം ഭർത്താവുമായി ബന്ധപ്പെട്ടതാണ്. ദീനിന്റെ വിവക്ഷ ഞാൻ പറഞ്ഞു. ഭർത്താവിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ട് ആ സ്ത്രീയുടെ സ്വർഗം, ആ ഭർത്താവിന്റെ ജീവിതവുമായി ഈ സ്ത്രീക്ക് ബന്ധമുണ്ട്. അങ്ങനെയാണ് ആ ഭർത്താവിന്റെ യഥാർത്ഥമായിട്ടുള്ള ഇണയായി നിൽക്കുമ്പോഴാണ് ആ സ്ത്രീക്ക് സ്വർഗമുള്ളത്. എന്നാൽ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം സ്ത്രീയെ എല്ലാ അർത്ഥത്തിലും അതേപോലെ പരിഗണിക്കണം. അതേപോലെ തന്നെ അതിനേക്കാൾ ഉത്തമമായിട്ട് ഉമ്മയെ പരിഗണിക്കേണ്ടി വരും. അതാണ് അൽക്കമാർ റളിയല്ലാഹു തആലയുടെ ചരിത്രങ്ങളൊക്കെ പിന്നെ ഖുതുബയിൽ കേൾക്കാറുണ്ടാവും. ചിലപ്പോൾ നിക്കാഹിന്റെ അൽക്കമാർ റളിയല്ലാഹു തആല അവസാനം കലിമ കിട്ടാഞ്ഞതും സഹാബിയായി നിന്നിട്ട് 1000 ഔലിയാക്കളെ കൂട്ടിയാൽ ഒരു സഹാബിയാകൂല. 1000 ഔലിയാക്കളെ ഒന്നിച്ച് കൂട്ടിയാൽ ഒരു സഹാബിയാകൂല. ആ സഹാബിക്ക് അവസാനം ഗലിമ കിട്ടുന്നില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കം വന്നിട്ട് ഗലിമല്ലി കൊടുത്തു, കിട്ടുന്നില്ല. ആ സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റിട്ട് ചോദിച്ചു, ഇദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുണ്ടോ? അവ പറഞ്ഞു, ഇതാ മാതാവ് ജീവിച്ചിരിപ്പുണ്ട്, പിതാവ് മരിച്ചു പോയിട്ടുണ്ട്, എന്നാൽ മാതാവിനെ കൊണ്ടുവരിൻ. അങ്ങനെ മാതാവിനോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. വന്നതിന് ശേഷം, നിങ്ങളെ വല്ല ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടോ ഈ മകൻ? ആ സമയത്ത് ഒരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല. പിന്നെയും ചോദിച്ചു, നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമുണ്ടോ ഈ മകന്റെ കാര്യത്തിൽ? അവ പറഞ്ഞ വാക്കെന്താന്നറിയോ? ഒരു ചെറിയ വിഷമമുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കല്യാണം കഴിച്ചതിന് ശേഷം എന്നേക്കാൾ കൂടുതൽ അവന് സ്നേഹം അവന്റെ ഭാര്യയോടാണോ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇത് ചരിത്രമാണ്, ഇത് ഹദീസാണ്, സഹീഹായ മുസ്നദാണ്. കല്യാണം കഴിച്ചതിന് ശേഷം എന്നേക്കാൾ കൂടുതൽ സ്നേഹം അവളോടാണോ ഭാര്യയോടാണോ എന്ന് തോന്നിയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ റസൂലുള്ളാഹി പറഞ്ഞ വാക്കെന്താണെന്നറിയോ? എല്ലാവരും വിറക് ശേഖരിപ്പിക്കിൻ, അൽക്കമയെ ഇവിടെ ഇട്ട് കത്തിക്കിൻ. അത് റസൂലുള്ളാഹിന്റെ ഒരു ഡീലിംഗിന്റെ രീതിയാണ്. സഹാബാക്കളാകെ ബേജാറായി, ഉമ്മാകെ കരയാൻ തുടങ്ങി. അവ പറഞ്ഞു, ഈ കണ്ണീരോട് കൂടി നിങ്ങൾ മാപ്പാക്കി കൊടുക്കിൻ, എങ്കിൽ അൽക്കമ സ്വർഗത്തിലായി പോകും. ആ കണ്ണീരോട് കൂടിയിട്ട് അൽക്കമക്ക് മാപ്പ് ചെയ്ത് കൊടുത്തപ്പോൾ അൽക്കമ റളിയല്ലാഹു തആല കലിമ ഏറ്റു ചൊല്ലിയത്. അതുകൊണ്ടാ പറഞ്ഞത്, ഭർത്താവിന്റെ ഉമ്മ എന്ന് പറഞ്ഞാൽ ഭർത്താവ് സ്വർഗത്തിൽ പോകണമെങ്കിൽ ഭർത്താവിന്റെ ഉമ്മ നിർബന്ധമാണ്. ഭർത്താവിന്റെ ഉമ്മയെ സന്തോഷിപ്പിക്കൽ നിർബന്ധമാണ്. നാളെ സ്വർഗത്തിലുള്ള സ്ത്രീകളുടെ സ്ഥിതി പറഞ്ഞത് എന്താണെന്നറിയോ? നിങ്ങളൊക്കെ 500 കൊല്ലം മുമ്പ് പോകും ഭർത്താക്കന്മാരെക്കാൾ. മുസ്ലിമിൽ വരുന്ന ഹദീസാണ്. ഭർത്താക്കന്മാരെക്കാൾ 500 കൊല്ലം മുമ്പെയാണ് ദീനനുസരിച്ച് ജീവിച്ച സ്ത്രീകൾ പോവുക. എന്താ ഇതിന് കാരണം എന്നറിയോ? അവരത്രത്തോളം സഹിക്കും. ഒരു ദീനനുസരിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യന്റെ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ട് അങ്ങോട്ട് പോകാൻ പറ്റൂല, അങ്ങോട്ട് പോകാൻ പറ്റൂല, ഒരുപാട് പരിമിതികളും ഒരുപാട് പ്രതിബന്ധങ്ങളും ഒക്കെയാണ്. അതൊക്കെ സഹിച്ചിട്ടാണ്. തന്നെയുമല്ല ഹൂറിമാരുടെ നേതാവ്. ചില സ്ത്രീകൾക്കൊരു തോന്നലുണ്ട്, ഹൂറിലീങ്ങളെ പറ്റിയിട്ട് നന്നായിട്ട് സ്വർഗത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞങ്ങളെ പറ്റിയിട്ടൊന്നും പറഞ്ഞില്ലല്ലോ. പൊതുവെയുള്ള ഒരു സംശയത്തിന്റെ ചോദ്യമാണ്. അത് നമ്മൾ ശരിക്കും ഹദീസിന്റെ ഗ്രാഹ്യതയിലേക്ക് പോകാത്തത് കൊണ്ടാണ്. ശരിക്കും മനസ്സിലാക്കണം, സ്വർഗത്തിലെ ഹൂറിമാരുടെ നേതാവിന്റെ പേര് ഐന എന്നാണ്. ഐന എന്നാണ് ഹദീസിൽ കാണുന്നത്. ആയിഷ ബിബി റളിയല്ലാഹു തആല അൻഹയോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കാണ്, ഐനയെ പറ്റി ഇങ്ങനെ വർണ്ണിച്ചിട്ട് പറയാണ്, 70,000 ഹൂറിമാരെ ഒന്നിച്ചു കൂട്ടിയ സൗന്ദര്യമുണ്ടാകും ഐനക്ക്. അവളായിരിക്കും നാളെ സ്വർഗത്തിലെ ഹൂറിമാരുടെ ലീഡർ. ആ ഐനയെ കണ്ടു കഴിഞ്ഞാൽ മറ്റു തോഴിമാരെല്ലാം ഒരു മങ്ങലായിരിക്കും ഇയാൾക്ക് എന്ന് പറയണ്ടത്. ആ ഐന അത്രക്കും പ്രധാനപ്പെട്ടതാണ്. അങ്ങനെ ഐനയെ പറ്റി പറഞ്ഞെടുത്ത് പറഞ്ഞു, ഞാൻ ആയിഷ ബീവിക്ക് ഒരു സംശയം, പിന്നെ ഇപ്പൊ ആരായിരിക്കും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഐന? അപ്പൊ പറഞ്ഞു, അൻതിയ ആയിഷ, നീയാണ് ആയിഷ. ഇത് വെച്ചിട്ട് ഹദീസിന്റെ വ്യാഖ്യാതാക്കൾ പറഞ്ഞത്, ഈ ലോകത്തിൽ നല്ല രീതിയിൽ ജീവിച്ചിട്ടുള്ള സ്ത്രീകൾ. ഇത് നമ്മൾ ഒരിക്കൽ സംസാരിച്ചപ്പോ ഒരു തന്തപുടി വെച്ച്, ഓളന്നെ ഇപ്പൊ അവിടെ എന്ന് പറഞ്ഞു. അത്രക്കും സഹിക്കാണ് ഇവിടെ എന്നർത്ഥം. ഓളന്നെയാണ് ഇപ്പൊ അവിടെ എന്നുള്ളത്. നമുക്ക് ആർക്കും ഓർമ്മയില്ല മാതാവിന്റെ ഗർഭാശയത്തിൽ നമ്മൾ ജീവിച്ചത്. നമുക്ക് ആർക്കും ഓർമ്മ ഉണ്ടോ? ഉമ്മ ഇങ്ങനെ പറഞ്ഞേക്കാന്നല്ലാതെ. ഇതേപോലെ ഈ ലോകത്തിൽ ജീവിച്ചത് ഓർമ്മയുണ്ടാവൂല. ആ സങ്കടം ആർക്കും വേണ്ട. ഈ ലോകത്തിൽ നമ്മൾ ജീവിച്ച ഓർമ്മകളെല്ലാം നശിപ്പിക്കപ്പെടും. അത്രക്കും ഉന്നതിയിലെത്തേണ്ടവരാ നമ്മൾ. അതുകൊണ്ട് ബി ഷോർട്ട് പറഞ്ഞു വരുന്ന സമകാലിക ബന്ധങ്ങൾ, കുടുംബ ബന്ധങ്ങൾ, 5 കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഈമാനിയാത്ത്, ഇബാദാത്ത്, മുആമലാത്ത്, മുആശറാത്ത്, അഖ്ലാഖ്. ഒരു സ്ത്രീ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമാണ്. ഒന്ന് അവളുടെ ഈമാൻ, മറ്റൊന്ന് ഇബാദത്ത്. ശക്തമായ ഇബാദത്തായിരിക്കണം അവളുടേത്. രാത്രിയിൽ തഹജ്ജുദ് നിസ്കാരത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം സ്ത്രീകൾക്കാണ്. സ്ത്രീകളുടെ കണ്ണുനീരിന് ഏറ്റവും വലിയ വിലയാണ്. അല്ലെങ്കിലോ സ്ത്രീകൾ കൂടുതൽ കാര്യങ്ങളവരും കൂടുതൽ വർത്താനം പറഞ്ഞവരുമാണ്. ആ വർത്താനൊക്കെ ദീനിനെ പറ്റിയിട്ടും ആ കരച്ചിലൊക്കെ അള്ളാഹിനോടുമാണെന്നുണ്ടെങ്കിൽ ആ ആൾക്കാർ എവിടെ എത്തും? ആ കരച്ചിലൊക്കെ അള്ളാഹിനോടും ആ പറച്ചിലൊക്കെ ദീനും ആയാൽ പുരുഷന്മാരെക്കാളൊക്കെ എത്ര മേലെ നിങ്ങൾ എത്തും? അതുകൊണ്ട് ഇബാദത്ത്, തഹജ്ജുദ് നിസ്കാരം അവിടെ മുതൽ തുടങ്ങണം.
ഒരു പെൺകുട്ടി എൻട്രൻസിന് പഠിക്കുന്ന ഒരു കുട്ടി ബാവാജിയുടെ മോള് എന്റെ നാട്ടുകാരി തന്നെയാണ്. ബാവാജി അരിക്കണ്ട് വിളിച്ചാണ്ട് ചോദിക്കണം, നിങ്ങൾ എന്തൊക്കെ പറഞ്ഞു കൊടുക്കണം മാഷേ എന്തിയെന്ന് ചോദിച്ചു. പറഞ്ഞു ഓള് 2:30 മണിക്ക് എണീക്കാണ്, എന്നിട്ട് നിസ്കരിച്ചിട്ടാണ് ഓള് പഠിക്കണത്. ഓളൊരു 4 മണിക്കൊക്കെ എണീച്ചാ പറയും. ഞാൻ പറഞ്ഞു 2:30 മണിക്ക് എണീക്കാൻ ഞാൻ അവളോട് പറഞ്ഞിട്ടില്ല, താജുദ്ദീന്റെ മഹാത്മ്യം പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ചിലപ്പോൾ 2:30ക്ക് എണീക്കുണ്ടാവും. ഈ 2:30ക്ക് തന്നെ എണീക്കണം എന്നൊന്നും ഞാൻ പറഞ്ഞു കൊടുത്തിട്ടില്ല. കുട്ടികളോട് എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ അവർ ചെയ്യും, നല്ല കുട്ടികളാണെങ്കിൽ. അങ്ങനെ രാവിലെ 4 മണി എന്നൊക്കെ പറഞ്ഞാണ്ട് ഒരു സമയമുണ്ട്. വൈകുന്നേരം മാത്രമല്ല 4 മണി ഉള്ളത്, രാവിലെ ഉണ്ട്. അപ്പൊ അത് മുതൽ എഴുന്നേറ്റിട്ട് അവിടുന്ന് നിസ്കാരങ്ങൾ, അവിടുന്ന് കാര്യങ്ങൾ. ചില കുട്ടികൾ പറയാറുണ്ടെങ്കിൽ പെരിയിൽ അംഗീകാരമല്ലേ, ഉമ്മ എന്നെ തീരെ അംഗീകരിക്കണില്ല. എങ്ങനെ അംഗീകരിക്കാം? ഉമ്മ എപ്പോഴും വിളിച്ചോണ്ട് തന്നെയല്ലേ, പിന്നെ എങ്ങനെ അംഗീകരിക്കും? കാരണം നിങ്ങളൊന്ന് നേരത്തെ എണീക്കിൻ, തഹജ്ജുദ് നിസ്കരിച്ച് കുറച്ചു നേരം ഖുർആൻ ഓതി നിങ്ങൾക്ക് പഠിക്കാനുള്ളതൊക്കെ ഒന്ന് പഠിച്ചിട്ട് ബാങ്ക് കൊടുക്കണ സമയത്ത് ഉമ്മാനൊന്ന് വിളിച്ചോണ്ടിൻ, ഉമ്മാനേക്കും ബാങ്ക് കൊടുത്തു എന്നറിയും. ആ കുട്ടിനെ പറ്റിയിട്ട് പിന്നെ വല്ല അംഗീകാര കുറവുണ്ടാവുക പെരിയില്? അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, ഷീ ഈസ് ദ ലീഡർ ആൻഡ് ഷീ ഈസ് ദ മോഡൽ. ഇത് 15-ാം വയസ്സിന് നമ്മൾ പെരു ഉറക്കം അവല് സുബഹി 7 മണിക്കാണ് എണീക്കണത്. പിന്നെ എങ്ങനെ നമ്മളെ പറ്റി സംശയം ഇല്ലാണ്ടിരിക്കാം? നിസ്കരിച്ചാൽ അവിടെ തന്നെ കിടന്നുറങ്ങുക, മടിയെത്തിയാളാവുക. അപ്പൊ നാളെ എന്റെ പിന്നെ പെങ്ങളെ കുട്ടിയുടെ കല്യാണമാണ്. പെങ്ങൾ ഇന്നലെ പോയ മൂത്തമ്മാന്റെ മോളാണ്. എന്നാലും ഓൾക്കൊന്ന് ഓൾ വലിയ പഠിപ്പിസ്റ്റായിട്ട് കൊണ്ടുപോയി. ഞാൻ പറഞ്ഞു നിങ്ങൾ ഭയങ്കരമായിട്ട് ദുരന്തം അനുഭവിക്കേണ്ടി വരും. വലിയ ഗെറ്റപ്പായിട്ട് പറയാം. അങ്ങനെ ഈ പണക്കാർക്ക് എന്താ അങ്ങനത്തെ കുറച്ച് ഗെറ്റപ്പുകൾ, നമുക്ക് പൈസ ഒന്നുമില്ല, അവർക്ക് ചിലപ്പോൾ ഉണ്ടാവും. ഞാൻ പറഞ്ഞാ അവർക്കൊരു ഗെറ്റപ്പ് ഉണ്ട്. എന്താ എന്റെ കുട്ടിക്ക് പണിയൊന്നും അറിയില്ല എന്നൊക്കെ പറഞ്ഞാണ്ട് ഞാൻ പറഞ്ഞു ആണ്ട് ചെല്ലട്ടെ, ഇങ്ങോട്ട് തിരിച്ചു വരുന്ന സമയത്ത് ഇന്ന ഇടപെടിക്കരുത് നമ്മളോട് പറഞ്ഞു. അതായത് അടുക്കള പണിയൊന്നും അറിയില്ല. ഒരു ഭർത്താവിന് ഏറ്റവും ഇഷ്ടം വേലക്കാരി കൊടുന്നു കൊടുക്കണ ചായ ഞങ്ങൾ വിചാരം. ഒന്നും നമ്മളിങ്ങനെ വേദാരം എങ്ങനെ പറയും. ഹസ്രത്ത് ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെ പറ്റിയിട്ട് ഭരണകാലഘട്ടത്തെ പറ്റി പറഞ്ഞ എന്താണെന്നറിയോ? നിങ്ങൾ കേൾക്കണം. അത് എ സിംഗിൾ സ്പിരിച്വൽ ഡൊമിനിയൻ ആൻഡ് 20 ഫിസിക്കൽ കിങ്ഡംസ് എന്നാണ്. 20 ഭൗതിക രാഷ്ട്രങ്ങളെ ഒന്നിപ്പിച്ചിട്ട് ഏകോപമാക്കിയിട്ട് ഒരു ആത്മീയ ലോകത്തിന്റെ ചക്രവർത്തിയായിരുന്നു ഹസ്രത്ത് ഉമർ റളിയല്ലാഹു തആല അൻഹു. ആ ഉമർ റളിയല്ലാഹു തആല അൻഹു പറയുന്ന വാക്കുകൾ താരീഖിന്റെ ഗ്രന്ഥങ്ങൾ വരുന്നുണ്ട്. രാജാവായിരുന്നിട്ട് പോലും, എന്താ പറഞ്ഞത്, 20 രാജ്യത്തിന്റെ രാജാവായിരുന്നിട്ട് പോലും 6 മാസം കൂടുമ്പോൾ 2 ദിവസത്തിലല്ലാതെ ഞാൻ ഇറച്ചി കഴിക്കുമായിരുന്നില്ല. 6 മാസം കൂടുമ്പോൾ 2 പ്രാവശ്യം മാത്രമായിരുന്നു 20 രാജ്യത്തിന്റെ രാജാവ് പോലും ഭക്ഷണം കഴിച്ചിരുന്നത്. ഇത് മൈക്കല്ലാത്ത വലിയ സങ്കടമായിപ്പോയി. എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഇരുന്നിങ്ങനെ കഴിക്കാണ്, ഭയങ്കരമായ കഴിക്കല്. എന്നാ എക്സസൈസ് ഉണ്ടോ? അതൊട്ടില്ല. താനും പെൺകുട്ടികളിപ്പോ എങ്ങനെ എക്സസൈസ് ചെയ്യാൻ നമുക്ക് തോന്നിപ്പോവും. പെൺകുട്ടികൾ എങ്ങനെ എക്സസൈസ് ചെയ്യാന്ന്? പെൺകുട്ടികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഓടുമായിരുന്നു ഒരു താഴ്വാരത്തിൽ. നിങ്ങൾ ഹദീസ് പഠിക്കും. അല്ല നമ്മളിങ്ങനെ നമ്മൾ സ്ത്രീകളാണ്, നമ്മളെന്താ കാട്ടുക, നമ്മളാണുങ്ങളുമായി ഒന്നുമല്ല അന്നൊന്നും പറഞ്ഞാണ്ടിരിക്കാൻ പറ്റൂല. ഇതേമാതിരി തന്നെ നമ്മൾ ആരോഗ്യം നമ്മൾ ശ്രദ്ധിക്കണം. നമ്മളെ സംഭവങ്ങളെ പറ്റിയിട്ട് നമ്മൾ അറിയണം. നമ്മളെ മക്കളെ നന്നായിട്ട് വളർത്താൻ നമുക്ക് പറ്റണം. നമ്മളെ ആശങ്കകൾ അകറ്റണം. ജീവിതം എന്ന് പറഞ്ഞാൽ ഡ്രീം വേൾഡിൽ നിന്നും, ഞാൻ എന്റെ സംസാരം അവസാനിപ്പിക്കുകയാണ്, ഡ്രീം വേൾഡിൽ നിന്നും റിയൽ വേൾഡിലേക്കാണ് നിങ്ങൾ പോകുന്നത്. ഇപ്പൊ വിവാഹം കഴിച്ചിട്ടില്ലാത്ത കുട്ടികൾ ഇപ്പൊ ഡ്രീം വേൾഡിലാണ്, സ്വപ്നതുല്യമായ ഒരു ജീവിത ലോകത്തിലാണ്. അതാണ് കഴിഞ്ഞിട്ട് കല്യാണമാണ് കഴിഞ്ഞാൽ പിറ്റേന്ന് മുതൽ റിയൽ വേൾഡിലാണ്. റിയൽ വേൾഡ് വേറെ, ഡ്രീം വേൾഡ് വേറെ. ഒരിക്കലും നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒരു ജീവിതം കിട്ടൂല. 100% സാറ്റിസ്ഫൈഡ് ആയിട്ടൊരു ജീവിതം ഈ ദുനിയാവിലില്ല. എങ്കിൽ പിന്നെ അങ്ങനെ പറയേണ്ട ആവശ്യമില്ലല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര അധികം എടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ. എല്ലാ കാലഘട്ടത്തിലും പെർഫെക്റ്റ് ആയ രീതിയിൽ ഒരു ജീവിതം നമ്മൾ പ്രതീക്ഷിക്കണ്ട. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ ചിലപ്പോൾ അമ്മായിമാർക്ക് പ്രശ്നങ്ങൾ വരും, ചിലപ്പോൾ ഭർത്താവിന് കുറച്ച് പ്രശ്നങ്ങൾ വരും, ചിലപ്പോൾ നാത്തൂന് കുറച്ച് പ്രശ്നങ്ങൾ വരും. ഇതിലൊക്കെ സഹിച്ചിട്ടും കുറച്ചൊക്കെ ത്യാഗത്തോടു കൂടിയും നിൽക്കാൻ കഴിയണം നമുക്ക്. അതാണ് ജീവിതം. അവിടെ കുടുംബശാന്തി ഒരു മനഃശാസ്ത്ര സാധന എന്നാ പറയുന്നത്. ആ കുടുംബശാന്തിയുടെ മനഃശാസ്ത്ര സാധനം നമ്മുടെ കയ്യിലായിരിക്കണം, നമ്മുടെ കയ്യിൽ. അല്ലാതെ ഡ്രീം വേൾഡ് അവസാനിപ്പിച്ചിട്ട് ചില കുട്ടികൾ അങ്ങനെ ചെയ്യാറുണ്ട്. ഡ്രീം വേൾഡ് പോലെ തന്നെ പരിഗണിക്കും റിയൽ വേൾഡിനെയും. നടക്കൂല. കല്യാണത്തിന് മുമ്പും ആക്സിഡന്റ് മുമ്പ് ഒരു മന്തപ്പ് വരുന്നതാണ്. ഒരു മന്തപ്പ്. എങ്ങനെ തന്നെ കുറെ പെൺകുട്ടികളൊക്കെ പോയി കണ്ടുനോക്കും. അതിന് ദീന് പോരാ, ഇതിന് മറ്റു പോരാ, ഇതിനിത് പോരാ, അതിന് തറവാടിത്തം പോരാ എന്നൊക്കെ പറഞ്ഞ് ഒഴിവാക്കും. അവസാനം അവനാണ് കതറാക്കി വെച്ചതുണ്ട്. കുട്ടികളെ നിങ്ങൾ മനസ്സിലാക്കണം, നമുക്കുള്ളത് കതറാക്കി വെച്ചിട്ട് നൂറ്റാണ്ടുകളായി. ഇനി അത് പുതിയ കണക്കൊന്നുമില്ല. അത് എഴുതി വെക്കപ്പെട്ടു, പേന ഉയർന്നു, മഷി ഉണങ്ങി. അതാണ് നമ്മുടെ റിസ്ക്. അങ്ങനെയുള്ള സാധനത്തിൽ എഴുതി വെച്ചത് എന്താണ്, നമുക്ക് ആരുണ്ട് എന്നുള്ളത്. അങ്ങനെ ആ ആളിങ്ങനെ വരും, കുറെ സ്ഥലത്ത് പോയിട്ട് ഇങ്ങനെ വരുമ്പോ അപ്പൊ ഒരു മന്ദപ്പാണ്ട് വരും. അത് ആക്സിഡന്റ് പറഞ്ഞാൽ മുമ്പേ മനസ്സിലാവും. ആക്സിഡന്റിന് മുമ്പ് ഇങ്ങനെ ബൈക്കേറ്റ് ഒരാൾ ഇങ്ങനെ പോവാന്ന് വിചാരിച്ചോളി. അയാൾ പെട്ടെന്നൊരു മന്ദപ്പ് വരുമ്പോഴാണ് ലോറിന്റെ ചോട്ട് കണ്ടു പോവാ. കണ്ടു നിൽക്കുന്ന ആൾക്കാർക്ക് തോന്നി ഇയാൾ എന്ത് പണിയാ കാണിച്ചത്, നേരെ അതിന്റെ പിന്നിൽ കണ്ടു പോയെന്ന്. അപ്പൊ ഒരു തരം അശ്രദ്ധണ്ട് വരും. കേരളത്തിൽ ഏറ്റവും കൂടുതൽ റോഡ് മുറിച്ചടക്കണതിനെ പറ്റി സംസാരിച്ചിരുന്ന ആളാണ് JDT അസനാജി. ഏറ്റവും കൂടുതൽ സംസാരിക്കുമ്പോൾ മുഴുവൻ റോഡ്, മക്കളെ നിങ്ങൾ റോഡ് മുറിച്ചടക്കുമ്പോൾ അങ്ങനെ ശ്രദ്ധിക്കണം, ഇങ്ങനെ ശ്രദ്ധിക്കണം, അങ്ങനെ ശ്രദ്ധിക്കണം എന്നൊക്കെ പറയും. അദ്ദേഹം മരിച്ചത് റോഡ് മുറിച്ചടക്കുമ്പോഴാണ്.
അപ്പൊ നിങ്ങൾ ആരും വിചാരിക്കേണ്ട ഓവർ ശ്രദ്ധയിൽ നിന്നാണ് ഈ കാര്യങ്ങൾ വരുന്നത്. അത് തെക്കുതീറിലുണ്ടെങ്കിൽ മന്ദപ്പണ്ട് വരും. അങ്ങനെ നമ്മൾ പല പെണ്ണൊക്കെ പോയി കണ്ടിട്ട് നമുക്ക് വിധിക്കപ്പെട്ട പെണ്ണിന്റെ മുമ്പിൽ വരുമ്പോഴാണ് ഈ മന്ദപ്പ് വരിക. അങ്ങനെയാണ് ഈ കല്യാണം നടക്കുന്നത്. ആ പെൺകുട്ടികളെ കഥ അങ്ങനെ തന്നെയാണ്. അതിനെ വേണ്ട, ഇതിനെ വേണ്ട, മൂപ്പരിക്ക് വിദ്യാഭ്യാസം പോരാ, മൂപ്പരിക്ക് ഇത് പോരാ, അത് പോരാന്നൊക്കെ തോന്നും. കാരണം അവസാനം നമുക്ക് വിധിക്കപ്പെട്ട് വരുമ്പോ പറയും ഇനിയിപ്പോ അത് മതി എന്നറിയും. എന്നിട്ട് കല്യാണം കഴിഞ്ഞതിന് ശേഷം സ്പെഷ്യൽ കണക്ക് പിന്നെ നോക്കും. അതായിരുന്നു നല്ലത്, മറ്റേതായിരുന്നു നല്ലത്. ഇതൊന്നും തെക്കുതീറുമായി ബന്ധപ്പെട്ടതല്ല. ഇങ്ങനെ കുറെ പ്രശ്നങ്ങളാ. ഇപ്പൊ പെൺകുട്ടികൾ കല്യാണം കഴിച്ച് 3-ാം ദിവസം ഇങ്ങോട്ട് പോരാ. ഞാനിപ്പോ അടുത്തിടെ ഒരു കൗൺസിലിംഗ് നടത്തി. അത് ഇവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലൊരു പയറ്റോന്ന് എനിക്ക് അറിഞ്ഞൂടാ, പറ്റാതിരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. പെൺകുട്ടിയെ 3 വട്ടം കെട്ടിച്ച് ഇങ്ങോട്ടെ പോകുന്നത്. അങ്ങനെ ആ പെൺകുട്ടിയായിട്ടാണ് വാപ്പിയമ്മയും കൂടി എന്റെ അടുത്ത് വന്നിക്കുന്നത്. ഞാൻ ചോദിച്ചു എന്താ മോളെ ഇങ്ങനെ ചെയ്തത്? 3 ഒക്കെ ഒരു ദിവസം 2 ദിവസം അങ്ങോട്ട് നിന്ന് പോകും. അപ്പൊ എന്താന്നറിയോ സീക്രട്ട്? സംഭവം പറഞ്ഞുതരാം. ഇവളും ഇവനും കൂടി, അതായത് വേറൊരു പയ്യനും കൂടി ഭയങ്കര പ്രണയത്തിൽ. ആ പയ്യൻ കുറച്ച് ബാക്ക്ഗ്രൗണ്ട് മോശമായ പയ്യനാണ്, പൈസ ഒന്നുമില്ല. ഇവള് കുറച്ച് പൈസ ഉള്ള കുടുംബത്തിലുള്ളതാണ്. അപ്പൊ ഇവർ രണ്ടാളും കൂടി ഒരു ഐഡിയ കണ്ടെത്തിയതാണ്. ആദ്യം നിന്നെ കെട്ടിക്കും, പിറ്റേന്നും കണ്ടെണ്ണ പോരണം, പിന്നെ നിന്നെ കെട്ടിക്കും, പിന്നെ കണ്ടെണ്ണ പോരണം, 3-ാമത് കെട്ടിക്കുമ്പോൾ എന്തായാലും 4-ാമതായിട്ട് നിന്നെ കൊണ്ട് കെട്ടിക്കും. നമുക്ക് ചിരിക്കാനുള്ളതല്ല കുട്ടികളെ. ഈ പുത്തനത്താണിയുടെ പരിസരത്ത് നടന്ന സംഭവം അങ്ങോട്ട് പറഞ്ഞത്. കോട്ടക്കലിന്റെ അപ്പുറത്തേക്ക് പോകാത്ത പരിസരം. ഇങ്ങനത്തെ ഒരു ലോകത്തിലൂടെ നമ്മൾ പോണത്. ഇങ്ങനെ ഒരു ഭയങ്കര ഒരു എന്തൊക്കെയോ നടക്കണം. അതിൽ നിന്നൊക്കെ നമ്മൾ മുക്തമാകണം. അതിനെന്ത് ചെയ്യണം? ഇതിനെ പറ്റിയിട്ടൊക്കെ നമുക്ക്. അതുകൊണ്ട് ഈമാനിയാത്ത്, ഇബാദാത്ത്, പിന്നെ മുആമലാത്ത്, നമ്മുടെ സാമ്പത്തിക രംഗം. നമ്മൾ ഭർത്താവിനൊക്കെ സെലക്ട് ചെയ്യുന്ന സമയത്ത് കുറച്ചൊക്കെ തന്റെ അടുത്തോടു കൂടി പറയണം. ഇപ്പൊ പെൺകുട്ടികളൊക്കെ പറച്ചിലൊക്കെ കുറച്ചിങ്ങനെ വാപ്പാര് മാത്രം പറഞ്ഞാൽ പോരാ. എന്തെങ്കിലുമൊക്കെ വാങ്ങണമെന്നും ആഗ്രഹിക്കണമെന്ന ആൾക്കാരെ എന്റെ അടുത്ത് കൊണ്ടേ വേണ്ട, വ്യക്തമാക്കി പറയണം നമ്മൾ. ഞാൻ എപ്പോഴും പറയാറുണ്ട് ആണുങ്ങളുടെ സദസ്സിൽ, ആണുങ്ങളെ, ഞാൻ എന്നോടടക്കം പറയാറുണ്ട്, നിങ്ങള് പുതിയാപ്പിളന്റെ വീട്ടിൽ പോയിട്ട് ഇന്നൊരു കല്യാണം ഉണ്ട് എനിക്ക്, ഞാനതിന് പോകൂല. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വാങ്ങിയിട്ട് കഴിക്കണതാണ്, അതിന് പോകാൻ പറ്റൂല. സ്ത്രീധനം വാങ്ങിയിട്ട് ഭക്ഷണം ഉണ്ടാക്കിയതാണ് അവിടെ, അത് ഹറാമാണ് സംഭവം. കള്ളനുള്ളുക എന്നിട്ടുണ്ടെങ്കിൽ പറ്റൂല. മക്കളെ പറഞ്ഞേക്കാൻ പറ്റൂല, മക്കൾക്ക് വരാൻ ഒറ്റയ്ക്കപ്പെടേണ്ടി വരും. അതെന്താ അങ്ങനെ ചോദിക്കും. ലോകത്തിലെ എല്ലാ അയിമാത്തുകളും ഏകോപിച്ച് അഭിപ്രായപ്പെട്ടതാണ് അത് ഹറാമാണെന്നുള്ള കാര്യം. നമ്മൾ പിടിച്ചിട്ട് അത് ഇങ്ങനെ ഹലാലാക്കി കൊണ്ടുവരൊന്നും വേണ്ട. അലി റളിയല്ലാഹു തആല അൻഹു പുതപ്പും മറ്റതും കൊടുത്തെന്നാണ് എല്ലാവരും പറയാ. എന്താ പുതപ്പും 2 കപ്പൊക്കെ കൊടുത്തെന്ന്. അലി റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹിന്റെ കൂടെ കുട്ടിക്കാലത്തെ ഒന്നിച്ച് വളർന്നതാണ്. വളർത്തിയ റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹിന്റെ അബൂതാലിബിന്റെ വീട്ടിലല്ല വളർന്നത്. ഇസ്ലാമെ വിശ്വസിച്ച് കുട്ടിക്കാലത്ത് പിന്നെ ആരെ കൂടെ നിന്നത്? നമ്മൾ ചരിത്രം പഠിക്കും. റസൂലുള്ളാഹിന്റെ കൂടെ നിന്നത് റസൂലുള്ളാഹി വളർത്തി വലുതാക്കിയ യത്തീം കുട്ടിയാണ് ശരിക്കും പറഞ്ഞാൽ. ആ കുട്ടിക്ക് പിന്നെ കല്യാണത്തിന്റെ സമയത്ത് ആ കുട്ടിക്ക് കൊടുത്തൊരു സാധനം നമ്മള് 22, 23 അല്ലെങ്കിൽ 25 വയസ്സുവരെ വാപ്പാന്റെ കൂടെ കുബേരനായിട്ട് കഴിഞ്ഞിട്ട് അവർക്ക് കൊടുക്കണം എന്നാണ് ഈ പറഞ്ഞത്. അവനാന്റെ കൂടെ നമ്മൾ വളർത്തി വലുതാക്കിയ ഒരു കുട്ടിക്ക് കല്യാണം കഴിക്കുന്ന സമയത്ത് എന്തെങ്കിലും കൊടുക്കും. അതിന്റെ പേരിൽ പറഞ്ഞിങ്ങാണ്ട് ഇങ്ങനെ പറയാണോ? ഒരിക്കലും പാടില്ല. അവിടെ നമ്മൾ ആണുങ്ങളോട് പറയാറുണ്ട്, നിങ്ങൾ ആണുങ്ങളുടെ വീട്ടിൽ പോയിട്ട് ബിരിയാണി കഴിക്കുന്ന സമയത്ത് ആ ബിരിയാണിയുടെ അല്പം എടുത്തിട്ട് ലാബിൽ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്യും. അങ്ങനെ ടെസ്റ്റ് ചെയ്താൽ റിസൾട്ട് വരുമ്പോൾ അറിയാം ഭാര്യാപിതാവിന്റെ രക്തഗ്രൂപ്പ് ഏതാണ്. ഇതൊക്കെ മനസ്സിലായിട്ടില്ല? ആണുങ്ങൾ ഇങ്ങനെ ഇരിക്കണത് നമുക്കൊന്ന് പെട്ടെന്ന് മനസ്സിലാവൂല. അതായത് ഭർത്താവിന്റെ വീട്ടിൽ പോയിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കണില്ലേ, ആ ഭക്ഷണത്തിന്റെ ബിരിയാണിയുടെ അല്പം കൊണ്ടുപോയിട്ട് ലാബ് ടെസ്റ്റ് ചെയ്യാം. നമ്മൾ പുതിയാപ്പിളന്റെ വീട്ടിൽ പോയിട്ട് കഴിച്ചിട്ട് അതൊന്ന് ടെസ്റ്റ് ചെയ്യാം. ഇപ്പൊ റിസൾട്ട് വരുമ്പോ ഇവൻ കെട്ടാൻ പോണ അപ്പുറത്തെ പെണ്ണുണ്ടല്ലോ, അവളുടെ ഭാര്യയുടെ, ആ പെണ്ണിന്റെ ഭർത്താവിന്റെ ഉപ്പയുടെ രക്തഗ്രൂപ്പ് ഏതാണെന്ന് ഈ ബിരിയാണി പറഞ്ഞു തരും. നിങ്ങൾ അത്ര മനസ്സിലാക്കിയാൽ മതി. അയാൾ അധ്വാനിച്ചുണ്ടാക്കിയ ചോരയാണ് ഈ ബിരിയാണി. ആ മാതാവിന്റെ കണ്ണുനീരിന്റെ ഉഗ്രസമാണ് ഈ ബിരിയാണി. തള്ളണം, നമ്മൾ തള്ളണം. ഏതെങ്കിലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ എല്ലാ പെൺകുട്ടികളോടും കിന്നരിച്ചടക്കണ ഒരു ആൺകുട്ടിയുടെ ഒരു പെൺകുട്ടി ഇഷ്ടപ്പെടുമോ? നമ്മൾ പറയും അവിടെയും ലോക്യം, ഇവിടെയും ലോക്യം, ക്യാമ്പസിൽ ഒന്നാകെ ലോക്യം. ആ കുട്ടിനെ ആരും ഇഷ്ടപ്പെടാനാ? ഇതേപോലെ തന്നെ എല്ലാവരോടും ഓവർ സോഷ്യലിസം കളിച്ച് നടക്കുന്ന ഒരു പെൺകുട്ടിനെ ഒരു ആൺകുട്ടി ഇഷ്ടപ്പെടൂല. നിങ്ങൾ എത്ര അറിഞ്ഞിപ്പോ 100 PhD ആണ് എന്ന് പറഞ്ഞതിലെടുത്താലും ഒരാണ് ആയിട്ടുള്ള ആളുടെ വിവരം എന്തായാലും ആണ് എന്നതിന് നിങ്ങൾക്ക് ഉണ്ടാവില്ല. അതേമാതിരി തന്നെ പെണ്ണ് എന്നതിനെ പറ്റിയിട്ട് ഞാനിവിടെ നിന്ന് പറഞ്ഞാലും, ഞാൻ 100 PhD എടുത്താലും ശരി, പെണ്ണെന്താന്ന് പെണ്ണിനെ വിരിയുള്ളൂ. അതുകൊണ്ട് പറയാണ്, ഒരു ആണും ഇഷ്ടപ്പെടൂല. അതുകൊണ്ട് നല്ല വ്യക്തിത്വമുള്ള, നല്ല തന്റേടമുള്ള, നല്ല ദീനുള്ള, നല്ല രീതിയിൽ സ്നേഹ സംവാദങ്ങൾ നടത്താൻ കഴിവുള്ള ആളുകളെ മാത്രമേ ഈ ലോകം ആഗ്രഹിക്കുന്നുള്ളൂ. ആ ഒരു അവസ്ഥയിലേക്ക് കൂടി നമ്മുടെ കപ്പാസിറ്റി കൂടണം. അതാണ് മുആമലാത്തും മുആശറാത്തും. നമ്മുടെ സാമൂഹിക രംഗം മുആശറാത്ത്. സാമൂഹിക രംഗത്തിൽ നമ്മൾ ഇടപെടണം. നമ്മുടെ വീട്ടിലേക്ക് ഒരു ആൾ വന്നിട്ടുണ്ടെങ്കിൽ ഈ സ്ത്രീയെ പോലെ എനിക്ക് ആകണം എന്നുള്ളൊരു മോഹം കൊണ്ടേ ആ സ്ത്രീ പോകാൻ പാടുള്ളൂ. അതാണ് മുആശറാത്ത്.
നമ്മൾ ഇടപെടുന്നിടത്ത് ഇയാളെ പോലെ എനിക്കാകണം അല്ലെങ്കിൽ ഇവളെ പോലെ എനിക്കാകണം എന്ന് ആ സ്ത്രീത്വം ആഗ്രഹിക്കണം. അതാണ് ശരിക്കും പറഞ്ഞ മുആശറാത്ത്, അഖ്ലാഖ്, പരിശുദ്ധമായിട്ടുള്ള സ്വഭാവം. ആ സ്വഭാവം എന്ന് പറഞ്ഞാൽ അത് നട്ടുച്ചക്കും നട്ടപ്പാതിരിക്കും ഒന്നാണ്. നമുക്ക് വേണ്ടത് മാനേഴ്സ് അല്ല. വീട്ടിലേക്ക് വരുമ്പോ മാനേഴ്സ്, ടേബിൾ മാനേഴ്സ്, ഹോട്ടൽ മാനേഴ്സ്, ക്ലാസ് മാനേഴ്സ്, അതൊക്കെ താൽക്കാലികമാണ്. ക്ലാസ് ആണ്ട് കഴിഞ്ഞാൽ പിന്നെ അവനെ മാനേഴ്സ് ആണ്ട് പോകും. അതല്ല നമുക്ക് വേണ്ടത്. കൾച്ചർ, സംസ്കാരമാണ്. സംസ്കാരം എന്ന് പറഞ്ഞാൽ ദീനാണ്. ദീനാണ് സംസ്കാരം. ആ ദീൻ എന്ന് പറഞ്ഞാൽ നട്ടുച്ചക്കും നട്ടപ്പാതിരിക്കും ഒരേ പ്രകൃതം. അതാണ് ദീൻ. നട്ടപ്പാതിരിക്ക് വേറെ മാറാ, നട്ടുച്ചക്ക് വേറെ മാറാ, ആളുള്ളപ്പോ പ്രകൃതം മാറാ, ആളില്ലാത്തപ്പോ പ്രകൃതം മാറാ. നാട്ടുകാരോടൊരു വർത്താനം പറയാ, ഭാര്യനോട് വേറൊരു വർത്താനം പറയാ. ഭാര്യനെ ഭയങ്കരമായിട്ട് സ്നേഹിക്കണം, ഒരിക്കലും മടിക്കരുത്, ചീത്ത പറയരുത്, ഞാനിവിടെ നിന്ന് പറയാം. നിങ്ങൾ എന്റെ വരയ്ക്ക് പോകാൻ വിളിച്ചിട്ട് എങ്ങനെയുണ്ട് മൂപ്പര കഥ ഒരു കഥയെന്ന് ഓള് പറയാ. എന്താ കഥ? ഇല്ല. ജീവിതത്തിൽ എല്ലാ തലത്തിലും അത് ഉണ്ടായിരിക്കണം. നമ്മുടെ ഈമാനിയാത്ത്, ഇബാദാത്ത്, മുആമലാത്ത്, മുആശറാത്ത്, അഖ്ലാഖ്, ഈ 5 മേഖലകളും നമ്മൾ പെർഫെക്റ്റ് ആകണം. നമ്മുടെ ഈമാൻ പെർഫെക്റ്റ്, നമ്മുടെ ഇബാദത്ത് പെർഫെക്റ്റ്, നമ്മുടെ സാമ്പത്തിക സ്ഥിതി പെർഫെക്റ്റ്. അതായത് സാമ്പത്തികത്തിൽ ഇങ്ങോട്ടോ അങ്ങോട്ടോ വരുന്നതിൽ ഒരു ഹറാം ഇല്ലാണ്ടിരിക്കുക, ജീവിതത്തിൽ ഹറാമുമായി ഒരു ബന്ധവും ഇല്ലാതിരിക്കുക. അത് കാറ് വാങ്ങുന്നിടത്തായാലും വേണ്ടില്ല, സ്വർണം വാങ്ങുന്നിടത്തായാലും വേണ്ടില്ല, എന്ത് വാങ്ങുന്നിടത്തായാലും വേണ്ടില്ല. സാംസ്കാരിക ജീവിതം, അതാണ് മുആശറാത്ത്. ആ സാംസ്കാരിക ജീവിതത്തിൽ നമ്മുടെ അയൽവാസി ഒരു ഹൈന്ദവനാണോ, നമുക്കൊരു ബാരിക്കേടും പാടില്ല. പാവം ഒരു വേലായുധേട്ടൻ ഉണ്ട് എങ്കിൽ ആ വേലായുധേട്ടനും സ്വർഗത്തിൽ പോകണം. പാവം ഒരു ശ്യാമള ചേച്ചി ഉണ്ടെങ്കിൽ ആ ശ്യാമള ചേച്ചിയും സ്വർഗത്തിൽ പോകണം. അതുകൊണ്ട് നമുക്ക് വാക്കായിട്ട് ചിലപ്പോൾ അവരോട് പറയാൻ പറ്റൂല, നിങ്ങൾ ഇങ്ങോട്ട് വരുന്നൊന്നും. അപ്പൊ നമ്മൾ ജീവിതം കാണിച്ചു കൊടുക്കണം. നമ്മുടെ ജീവിതം കാണിച്ചു കൊടുത്തിട്ട് അവരോട് നമ്മൾ രഹസ്യമായി പറയണം, കൂനു മിസ്ലന, നിങ്ങൾ ഞങ്ങളെ പോലെ ആയിക്കോളി. ആ ജീവിതമാ കാണിച്ചു കൊടുക്കേണ്ടത്. ജീവിതം കാണിച്ചു കൊടുത്തിട്ടാ ഇവിടെ എല്ലാ ആൾക്കാരും ദാവത്ത് നടത്തിയിട്ടുള്ളത്. നിങ്ങളറിയോ, ഇവിടെ 12 ആൾക്കാരും മാലിക് ബിൻ ദിനാറും കൂട്ടരും വന്നല്ലോ. ഒരേ ഭാഷ ഇവിടെ അറിയായിരുന്നു ആൾക്കാർക്ക്. ഇബ്നു ഖാസിമും കൂട്ടരും വന്നല്ലോ ഉത്തരേന്ത്യയിൽ. ഇബ്നു ഖാസിം 17 വയസ്സുകാരനാ. തിരിച്ചു പോകുന്ന സമയത്ത് 19 വയസ്സാണ്. കയ്യിൽ പിടിച്ച് തൂങ്ങിയത് അവിടെയുള്ള ഉത്തരേന്ത്യയിലുള്ള പാവം ഹൈന്ദവരാണ്, അല്ലെങ്കിൽ അന്നത്തെ കാലഘട്ടത്തിൽ ആളുകളാണ്. അവരൊക്കെ നമ്മളെ മാറ്റിപ്പെട്ടവരല്ല. ഇബ്നു ഖാസിമെ പോകരുത് എന്ന് പറഞ്ഞ് കയ്യിൽ പിടിച്ച് തൂങ്ങി കരഞ്ഞത് ആ സമുദായമാണ്. ഈ സമുദായത്തിന്റെ ഇങ്ങനത്തെ സ്വഭാവം ഇവിടെ പോയി. നമ്മുടെ അയൽവാസി, അത് നമുക്ക് രാത്രി ഒരു ചർച്ച, പകലൊരു ചർച്ച, ഡോർ അടച്ചിട്ടൊരു ചർച്ച, ഡോർ തുറന്നിട്ടൊരു ചർച്ച ഇല്ല. ഇസ്ലാം സമാധാനമാണ്, എന്നും സമാധാനമാണ്. എല്ലാ ആളുകളെയും ഉൾക്കൊള്ളാനുള്ള ഒരു ഹൃദയം നമുക്കുണ്ടാകണം. ആകാശം പോലെ വിശാലമായ ഒരു ഹൃദയം. ആകാശത്തിൽ എത്ര നക്ഷത്രങ്ങൾ ഉൾക്കൊണ്ടാലും പിന്നെയും സ്ഥലം ബാക്കിയാണ്. ആകാശം പോലെ വിശാലമായിരിക്കണം നമ്മുടെ ഹൃദയം. ഭൂമിയെ പോലെ ക്ഷമയുള്ള ഹൃദയം. ഭൂമി എത്ര ആഴത്തിൽ കളിച്ചാലും ശരി, കൊടുക്കുന്നത് മുഴുവൻ ദാഹജലമാണ്. എത്ര ആഴം കൂടുന്നോ അതിനനുസരിച്ച് ദാഹജലം കൂടുതലാണ്. ഈ രീതിയിലുള്ളൊരു വിശാലമായ ഒരു ഹൃദയവും ഒരു സഹിക്കാൻ കഴിവുള്ളൊരു ഹൃദയവും. പിന്നെയോ, നമ്മൾക്ക് ഭാവിയിൽ വരാനിരിക്കുന്ന ആള് നമ്മുടെ പിതാവാണെന്നും ആങ്ങളയാണെന്നും ഭർത്താവാണെന്നും മകനാണെന്നുമുള്ള വിശ്വാസവും അങ്ങനെ പരിഗണിക്കണം. നമ്മൾ ആയിഷ ബീവിനായിട്ടുള്ള ഡീലിംഗ്സ് നോക്കി, ക്രിസ്തുദാസനായിട്ട് ആയിഷ ബീവി കാണിച്ച ഡീലിംഗ്സ് നോക്കി, അപ്പൊ നമുക്ക് മനസ്സിലാവും. അപ്പൊ സ്വസ്ഥപൂർവ്വമുള്ളൊരു ജീവിതം ഉണ്ടാകും. നല്ല വിദ്യാഭ്യാസത്തിലൂടെ, ഇടപെടലിലൂടെ, നല്ലൊരവസ്ഥയിലൂടെ നമുക്ക് മുന്നേറാൻ സാധിക്കണം. വരും തലമുറ നമുക്കൊരു മാതൃകയായിരിക്കണം. നമ്മൾ അവർക്കും ഒരു മാതൃകയായിരിക്കണം. നമ്മൾ നല്ല ലീഡർഷിപ്പ് ഉള്ളവരായിരിക്കണം. ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ജസ്റ്റ് ലൈക്ക് എ ഗുഡ് ഷെപ്പേർഡ്, ആട്ടിടയനെ പോലെ ആയിരിക്കണം എന്നാണ്. ആട്ടിടയനെ പോലെ ആയിരിക്കണം. നല്ല ആട്ടിടയനാണ് നല്ല ലീഡർ. എല്ലാറ്റിനും ഇങ്ങനെ കൊണ്ടുപോകും, തൊലിച്ചിട്ട് ബാക്കിലായിരിക്കും പോണത്, പക്ഷെ എല്ലാറ്റിനെയും മുമ്പിലെത്തിക്കും. ഇതേമാതിരി നമ്മുടെ കൂട്ടത്തിലുള്ള എല്ലാ ആളുകളെയും, ബലഹീനമായി കിടക്കുന്നവരെയും പാവങ്ങളെയും എല്ലാ ആൾക്കാരെയും ഒരുപോലെ കൊണ്ടുപോകണം. കാരണം ഒരു ചെയിനിന്റെ ശക്തി അതിന്റെ ഏറ്റവും വീക്കായിട്ടുള്ള കണ്ണിയിലാണ്. ആ വീക്കായിട്ടുള്ള കണ്ണി പൊട്ടുമ്പോഴാണ് പറയുക ചെയിന് പൊട്ടിയെന്ന്. ആ വീക്കായിട്ടുള്ള കണ്ണി പൊട്ടാതെ നോക്കണം. നമ്മളെല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോയി സ്നേഹത്തോടെ ഇസ്ലാമിന്റെ നിർവൃതിയിൽ, അതേപോലെ തന്നെ യശസ്സിൽ, ഇസ്സത്തിൽ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കട്ടെ. വിദ്യാർത്ഥിത്വത്തിന്റെ ഏറ്റവും വലിയ മാതൃകകളായി മാറാൻ, ഈ പറയപ്പെട്ടിട്ടുള്ള ചാബല്യങ്ങളിലേക്കൊന്നും പോകാതെ, എന്നാൽ അത് തിരിച്ചറിഞ്ഞ് അവരെ തിരിച്ചു കൊണ്ടുവരാൻ നമുക്ക് സാധ്യമാവട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ ഈ സംഗമത്തിൽ എന്നെ ക്ഷണിച്ചതിന്, എന്നെ കേട്ട കാതുകൾക്കും എന്നെ കണ്ട കണ്ണുകൾക്കും 1000 നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.